So GIB one shot series we start work energy power discuss NEET exam point of view important chapter പക്ഷേ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈ ചാപ്റ്ററിൽ വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ശരിക്കും നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ ബാക്കിയെല്ലാം പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യേണ്ട ഏരിയകളാണ് സോ നീറ്റിന് ആവശ്യമുള്ള എല്ലാ പോയിന്റ്സും എല്ലാ ഏരിയയും നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യും എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും സോ എല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഈ ചാപ്റ്ററിന് ചോദിക്കുന്ന ഒരു ചോദ്യം പോലും നമുക്ക് തെറ്റാൻ പാടില്ല അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പാടില്ല അത് GIBക്ക് മാത്രമല്ല നമ്മുടെ നീറ്റ് എക്സാമിനും സോ സ്റ്റാർട്ട് ചെയ്യാലേ മക്കളെ work energy and power okay first നമുക്ക് വർക്കിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിലാണ് ചോദിക്കുക നമുക്ക് നോക്കാം yes good evening hi all Theera Veera hostel all students all NEET aspirants welcome all തുടങ്ങാനാലേ നമുക്ക് വർക്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക ഈ മൂന്ന് കാറ്റഗറി ക്വസ്റ്റ്യൻസേ നീറ്റിന് ചോദിക്കാൻ സാധ്യത ഉള്ളൂ അപ്പോൾ ഈ മൂന്ന് കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ് മോസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത് വർക്ക് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് വൺ കോൺസ്റ്റന്റ് ഫോഴ്സിൽ ചെയ്യുന്ന വർക്ക് കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് ഫോഴ്സ് വാരി ചെയ്യില്ല ഫോഴ്സിന് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ത്രൂ ഔട്ട് ദ മോഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇത് തന്നെയാണ് നമ്മൾ വെക്ടർ ഫോമിൽ തന്നു കഴിഞ്ഞാൽ എഫ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് ചെയ്യുക ഡോട്ട് പ്രൊഡക്റ്റ് അതായത് വെക്ടർ ഫോമിൽ തന്നു കഴിഞ്ഞാൽ രണ്ടാമത്തത് ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഇപ്പോൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് നമുക്ക് പരിചിതമായ ഷേപ്പിലായിരിക്കും തരിക ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം സോ ഇങ്ങനെ ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വന്നു y ആക്സിസിൽ ഫോഴ്സ് ആണ് x ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ലെറ്റ്സ് സേ s എന്നിട്ട് നമ്മളോട് രണ്ട് ടൈം ഇന്റർവെൽ പറഞ്ഞു T1 T2 ഈ രണ്ട് ടൈം ഇന്റർവെല്ലിലെ വർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കും റെഡി അടുത്തത് ശരിയല്ലടാ അടുത്തത് ഫോഴ്സ് ഇസ് ഗിവൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ഫോഴ്സ് ഇസ് ഗിവൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ സോ ഈ ഗ്രാഫ് തന്നെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം നോക്കൂ ഇവിടെ നമുക്ക് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വന്നു പക്ഷേ ഫോഴ്സ് ഒരു വാരിയബിൾ ആണ് ഫോഴ്സ് ഇസ് എ വാരിയബിൾ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിനനുസരിച്ച് ഫോഴ്സ് മാറുന്നുണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ ആ വാരിയബിൾ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഫോഴ്സ് ഇസ് എ വാരിയബിൾ എന്ന് പറയുന്നത് എന്തിനനുസരിച്ചാണ് ഫോഴ്സ് മാറുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ലിസൺ ഹിയർ അപ്പോൾ ഫോഴ്സ് ഇസ് എ വാരിയബിൾ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ വാല്യൂ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് y ആക്സിസ് അവിടെയാണ് ഫോഴ്സ് ഇത് ഡിസ്പ്ലേസ്മെന്റ് x അപ്പോൾ നമുക്ക് വർക്ക് കണ്ടുപിടിക്കണം ഫ്രം x1 ടു x2 ഓക്കെ സോറി ഇവിടെ ഗ്രാഫിൻ്റെ x ആക്സിസ് പൊസിഷനാണ് ഇവിടെ ഇൻ്റർവെൽ തരിക S1 ടു S2 രണ്ട് പൊസിഷനാണ് കേട്ടോ ഇൻ്റർവെൽ തരിക സോറി ടൈം അല്ല ഓക്കെ x1 ടു x2 ആണ് നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടത് പക്ഷേ വർക്ക് കണ്ടുപിടിക്കേണ്ടത് പക്ഷേ ഇതൊരു വാരിയബിൾ ഫോഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചെറിയൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്യും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് dx അതിന് നേരെ വരുന്ന ഫോഴ്സ് ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആയിരുന്നു അസ്യൂം ചെയ്യും എന്നിട്ട് ചെറിയ വർക്ക് കണ്ടുപിടിക്കും ഫോഴ്സ് ഇൻറ്റു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് അപ്പോൾ നമുക്ക് ചെറിയ വർക്കാണ് കിട്ടുക എന്നിട്ട് നമ്മൾ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും ഫ്രം x1 ടു x2 അവിടെ ഫോഴ്സ് തന്നിട്ടുണ്ടാവുക ഫോഴ്സ് ഇസ് ഗിവൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവും നമുക്ക് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം ഈ മൂന്ന് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം ഈ മൂന്ന് കാറ്റഗറിയിലാണ് കാര്യമായിട്ട് വർക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കുക നീറ്റ് എക്സാമിന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്ത് നമുക്ക് മനസ്സിലാവും ഈ മൂന്ന് കാറ്റഗറിയാണ് സോ ഈ മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വർക്ക് ഓക്കെയാണ് ഓൾമോസ്റ്റ് ഓക്കെ ആണെന്നാണ് അർത്ഥം ഈ മൂന്ന് കാറ്റഗറി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക ഹായ് സുമയ്യ ഹായ് ഷബ്ന ഹായ് റഹാൻ ഐദർ കാണുന്നുണ്ട് കേട്ടോ ഹായ് ദൃശ്യ സുബ അമൃത അശ്വതി അച്ചു ഹായ് ഓൾ നോക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക് ഇവിടെ യൂണിഫോം ഫോഴ്സ് അങ്ങനെ പറഞ്ഞാൽ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാം ദാറ്റ് ഫോഴ്സ് ഈസ് എ കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്പോൾ അത് കോൺസ്റ്റന്റ് ഫോഴ്സ് കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നോക്ക് യൂണിഫോം ഫോഴ്സിന്റെ വാല്യൂ തന്നെ 3i + j ന്യൂട്ടൺ ആക്ട്സ് ഓൺ എ പാർട്ടിക്കിൾ ഓഫ് മാസ് 2 kg മാസ് നമുക്ക് അവിടെ വിഷയമില്ല ദ പാർട്ടിക്കിൾ ഇസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം എ പൊസിഷൻ 2i + k ടു എ പൊസിഷൻ ഓഫ് 4i + 3j -k മീറ്റർ വർക്ക് ഡൺ അപ്പോൾ അവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കണ്ടുപിടിക്കണം ശരിയല്ലേ അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഇസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ അപ്പോൾ ഫൈനൽ പൊസിഷൻ നോക്ക് അങ്ങനല്ലേ നമ്മൾ രണ്ട് പൊസിഷൻ തന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ അല്ലേ ചെയ്യാം അപ്പോൾ ഫൈനൽ ഐ കോമ്പണന്റ് 4i ആണ് ഇവിടെ ഇനീഷ്യൽ ഐ കോമ്പണന്റ് 2i ആണ് സോ അവിടെ 4i - 2i നമുക്ക് എന്ത് കിട്ടും 2i ക്യാപ്പ് എന്ന് കിട്ടും ഇനി ഇവിടെ 3j ഉണ്ട് ഇവിടെ j ഇല്ല അപ്പോൾ ഇവിടെ 3j - 0 ദാറ്റ് ഇസ് +3j ഇനി ഇവിടെ -k ആണ് ഇവിടെ ഒരു k ആണ് അപ്പോൾ -k
minus k that is minus 2k ശരിയല്ലേ? സോ ആൻസേഴ്സ് പല ആൾക്കാരും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. അപ്പോൾ ഫോഴ്സ്, അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സ് 3i + j ഡോട്ട് 2i + 3j minus 2k. അപ്പോൾ കെൻ്റെ വാല്യൂ നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഫോഴ്സിൽ എന്തില്ല, കെ കോമ്പണൻ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഡോട്ട് ചെയ്യുന്ന സമയത്ത് 3ഉം 2ഉം ഡോട്ട് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് 6 കിട്ടുന്നു. പ്ലസ് ഇവിടെ 1ഉം 3ഉം ഡോട്ട് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് 9 കിട്ടുന്നു. ഇവിടെ k 0 ആണ്, ഇവിടെ k 2, അത് 0 ആയിപ്പോയി, കാരണം 0 × -2 is equal to 0. So that is equal to, സോറി ഇവിടെ 3 അല്ലേ വരിക, 3, that is equal to 9 joule. That is option D is the right answer. Very good. Next question നോക്ക്. Force is equal to 20 + 10y acts on a particle in y direction. The force F is in Newton, y is in meter. Work done by this force move from a position y is equal to 0 to y is equal to 1 meter. അപ്പോൾ y ആക്സിസിലാണ് y ആക്സിസിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. നോക്കൂ, y ആക്സിസിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനീഷ്യലി പാർട്ടിക്കിൾ നിൽക്കുന്നത് y is equal to 0-യിലാണ്. എവിടം വരെ നമുക്കാണ് വർക്ക് കണ്ടുപിടിക്കേണ്ടത്? y is equal to 1 meter വരെയാണ് വർക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന അലോങ് y ഡയറക്ഷനിലാണ്. പക്ഷേ ആ ഫോഴ്സ് തന്നത് നോക്കൂ, F is equal to 20 + 10y ആണ്. അപ്പോൾ ഈ y is equal to 0 ആവുന്ന സ്ഥലം, അതായത് ഒറിജിനിൽ y is equal to 0 ആവുന്ന സ്ഥലത്ത് ഒറിജിനിൽ ഫോഴ്സിൻ്റെ വാല്യൂ എടുത്ത് നോക്കിയാൽ y 0 കൊടുത്താൽ ഫോഴ്സ് 20 ന്യൂട്ടൺ ആണ്. ശരിയല്ലേ? അത് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് y is equal to 1 ആവുന്ന സ്ഥലത്ത് കഴിഞ്ഞാൽ ഇവിടെ yക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ 20 + 10 that is 30 എന്ന് കിട്ടും. അപ്പോൾ ഓരോ സ്ഥലത്തും ഫോഴ്സ് മാറുന്നുണ്ട്. ഫോഴ്സ് ഇസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ. ഓരോ സ്ഥലത്ത് ഡിഫറെൻറ്റ് ഫോഴ്സ് ആണ്. അവിടെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരിക. സോ നമ്മൾ 20 + നമ്മളെന്താ ജനറൽ ഇക്വേഷൻ, ഓക്കെ, ആൻസർ പറയുന്ന ആളുകൾ ഓക്കെ, വെരി ഗുഡ്, എല്ലാവർക്കും ഇത് മനസ്സിലായിക്കോട്ടെ. സോ ഞാൻ വർക്കിൻ്റെ ഇക്വേഷൻ എഴുതാം. വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ y ഇൻ്റഗ്രൽ. എക്സിലാണ് ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ നമ്മൾ ഡി എക്സ് കൊടുക്കും, വൈയിലായതുകൊണ്ട് y. അപ്പോൾ 20 + 10y dy, ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 20 dy ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അത് 20y ആവും, പ്ലസ് 10y dy ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അത് 10y² ഡിവൈഡഡ് ബൈ 2 ആവും. സോ ഇറ്റ് ബിക്കംസ് ഈക്വൽ ടു 20y പ്ലസ് ഇത് കട്ട് ചെയ്താൽ 5y². അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നോക്കുക, 0 to 1 ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് കൊടുത്താൽ മതി, ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പർ ലിമിറ്റ് കൊടുത്താൽ 20 × 1 that is 20 പ്ലസ് 5 × 1² that is 5, that is equal to 25 joule. Option C is the right answer. Very good, very good, very good. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. The position dependent force, again നമുക്ക് തന്നിരിക്കുന്നത് ഫോഴ്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് പൊസിഷൻ ആണ്. അപ്പോൾ ഫോഴ്സ് എക്സ് വൈ സെഡ് 3 പൊസിഷനിലും തരാം. അപ്പോൾ എക്സിലാണ് ഫോഴ്സ് വാരിയബിൾ ചെയ്യുന്നതെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റും എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടിലും ചെയ്യണം. പക്ഷേ സാധാരണ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ മതി. 2 kg mass displacing from 0 to 5. Again, work done is equal to F into dx integral. F എത്ര? 7 - 2x + 3x² dx. ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ 7 dx ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 7x ആവും, മൈനസ് 2x dx ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2x² / 2 ആവും, പ്ലസ് 3x² dx ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 3x³ / 3 ആവും. അറിയാലോ മക്കളെ, x⁻n ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x⁻n+1/n+1, അതായത് പവർ 2 ആണെങ്കിൽ 2 + 1 3 ഡിവൈഡഡ് ബൈ 3. എളുപ്പമാണ്. പവർ 1 ആണെങ്കിൽ 1 + 1 that is 2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ ഇത് കട്ടാവും. അപ്പോൾ ആൻസർ വരിക 7x - x² + x³ ആണ്. 0 to 5 ആണ്. ലോവർ ലിമിറ്റ് 0 ആണെങ്കിൽ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൻ്റെ റിസൾട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാണല്ലോ. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ അത് 0 ആയിക്കോളും. അപ്പോൾ എല്ലാത്തിലും വാരിയബിൾ ഉണ്ട് കേട്ടോ, എല്ലാത്തിലും എക്സ് ഉണ്ട്. അതുകൊണ്ട് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആയിക്കോളും. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ലോവർ ലിമിറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 0 ആണെങ്കിൽ അപ്പർ ലിമിറ്റ് മാത്രം മതി. അപ്പോൾ ഇത് കൊടുത്താൽ നമുക്ക് 7 × 5 that is 35 മൈനസ് x² is 25 പ്ലസ് x³ is 125. 35 - 25 is 10 plus 125 is equal to 135. Very good, very good, very good. Option D is the right answer. I am extremely happy to see that ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞ് കോൺസെപ്റ്റ് പറയുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരും ആൻസേഴ്സ് പറയുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും പറഞ്ഞ ആൻസർ കറക്റ്റാണ്. സോ വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ ചാപ്റ്ററിനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നോക്ക്, ഈ 3 കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ് ജനറലി നീറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്.
അപ്പോൾ അപ്പോൾ നിങ്ങൾ ഈ വൺ ഷോട്ട് സീരീസിൽ ഫസ്റ്റ് പഠിച്ച ടോപ്പിക് എന്താ? വർക്ക് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ? അത് കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ ചെയ്തു, ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്തു. ഇനി ഇതാ ഈ ഗ്രാഫിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടില്ല, ബട്ട് അത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പല ചാപ്റ്ററിൽ 1 ഡയമെൻഷനിലൊക്കെ നമ്മൾ പഠിച്ചതാണ് ഗ്രാഫിന്റെ ഏരിയ എങ്ങനെയാണ് കാണുക എന്നുള്ളത്. സോ ഞാനത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ബട്ട് അങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട് എന്നും നിങ്ങളുടെ റിവിഷനിൽ അത് ഉൾപ്പെടുത്തണമെന്നും മനസ്സിലായല്ലോ. ഇപ്പോൾ ഈ 3 എണ്ണം നിങ്ങൾ നോട്ട് ചെയ്തോളൂ. നിങ്ങളുടെ മൈൻഡ് മാപ്പിലോ നിങ്ങളുടെ മെറ്റീരിയലോ എവിടെ വെച്ചാൽ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും GIBക്ക് പോകുന്നതിന് മുന്നേ പഠിച്ചിരിക്കണം. അടുത്തത് എനർജി, കൈനറ്റിക് എനർജി. വളരെ റെലവെന്റ് ആയ ഒരു ടോപ്പിക്കാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കൈനറ്റിക് എനർജി ഇൻ ടേംസ് ഓഫ് മൊമെന്റം ഒരു ഇക്വേഷൻ ഉണ്ട്. ദിസ് ഇസ് വെരി 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 യൂസ്ഫുൾ ഇൻ ഫിസിക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ ആണ് ഫിസിക്സിലെ മെക്കാനിക്സിലെ. ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആസ് വെൽ ആസ് പി സ്ക്വയർ ബൈ 2m ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. അതിൽ മൊമെന്റം കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് ലിസൺ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് എങ്കിൽ കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്. ബട്ട് മൊമെന്റം കോൺസ്റ്റന്റ് ആണ് എങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്. കണ്ടോ? സീ ദ ഡിഫറൻസ്. ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ അത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ആരാണോ കോൺസ്റ്റന്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ മൊമെൻറ്റവും കണ്ടുപിടിക്കുന്ന ചോദ്യം വരാറുണ്ട്. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഇൻറ്റു 100 ആണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്ക്, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m ആയതുകൊണ്ട് കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു പി സ്ക്വയർ. അപ്പോൾ അവർ മൊമെന്റം ഇത്ര ചേഞ്ച് ചെയ്തു, അപ്പോൾ കൈനറ്റിക് എനർജി എത്ര ചേഞ്ച് ചെയ്യുന്ന എക്സാമിന് ചോദിക്കും. അതായത് മൊമെന്റം ഡബിൾ ആയി, അപ്പോൾ കൈനറ്റിക് എനർജി എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ മൊമെന്റം തന്നിട്ട് പെർസെൻറ്റേജ് ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി ചോദിച്ചാൽ ഫൈനൽ മൊമെന്റം സ്ക്വയർ മൈനസ് ഇനീഷ്യൽ മൊമെന്റം സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ മൊമെന്റം ഇൻറ്റു 100 ചെയ്താൽ മതി. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ചെയ്യാം. ദെൻ ഇത് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നവരടാ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. അപ്പോൾ ഈ 2m അങ്ങോട്ട് കൊണ്ടുപോയാൽ 2m കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ. അപ്പോൾ മൊമെന്റം ഈസ് ഈക്വൽ ടു മൊമെന്റം ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി തന്നിട്ട് മൊമെന്റത്തിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് ചോദിക്കുകയാണെങ്കിൽ ഫൈനലി ഉള്ള കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ റൂട്ട് ഫൈനലി ഉള്ള കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യലി ഉള്ള കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഇൻറ്റു 100 ചെയ്താൽ മതി. നമുക്ക് ഡയറക്റ്റ് പെർസെൻറ്റേജ് ചേഞ്ച് കിട്ടും. ദെൻ കൈനറ്റിക് എനർജി. ഹായ്, സുധി മാം ഇവിടെ ഒന്ന് തലയിട്ട് നോക്കുന്നുണ്ട്. മാം ഇന്ന് എന്തൊക്കെയോ സ്പെഷ്യൽ സ്ലൈഡ് പ്രിപ്പറേഷനൊക്കെയാണ് ചെയ്ത് 45 മിനിറ്റ്സ് കൊണ്ട് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് മാം സ്ലൈഡൊക്കെ സെറ്റ് ചെയ്ത്. സോ മാമിൻ്റെ ക്ലാസ് മിസ് ചെയ്യരുത് കേട്ടോ. കറക്റ്റ് 1 hour ആകുമ്പോൾ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യും. സോ ആ 1 hour കൊണ്ട് നമുക്കിത് ഫിനിഷ് ചെയ്യണം. റെഡി? സുധി മാം ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കടാ, കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ നോക്ക്, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. നമുക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് ചെയ്യുന്ന വർക്ക് ഡൺ സ്റ്റോർഡ് ആസ് കൈനറ്റിക് എനർജി. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കാനുള്ള ചില ചോദ്യങ്ങളിൽ നമ്മൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടാലും മതി. ദെൻ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അത് നിങ്ങൾക്കറിയാം, ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ. യാസ്, മാമിൻ്റെ ഫാൻസ് ഉണ്ടല്ലോ ഇവിടെ, ഫുൾ ലവ് ചിഹ്നങ്ങളാണല്ലോ. നോക്ക്, കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ ഇസ് സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സസ് ഈക്വൽ ടു മൈനസ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, നമുക്ക് ആവശ്യമുണ്ട്. വെയിറ്റ്, ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്ക്, നിങ്ങൾ ആൻസർ പറ, പെട്ടെന്ന് ആൻസർ പറയാം. കൈനറ്റിക് എനർജി ഓഫ് എ മൂവിങ് ബോഡി ബിക്കംസ് 4 times at its initial kinetic energy. Then the percentage change in momentum. നോക്ക്, momentum is equal to root of 2m into kinetic energy. ശരിയല്ലടാ? അപ്പോൾ നോക്ക്, ഇത് ഇനീഷ്യൽ മൊമെൻറ്റം. അപ്പോൾ ഫൈനൽ മൊമെൻറ്റം ലെറ്റ്സ് സേ പി ഫൈനൽ, ദിസ് ഇസ് പി ഇനീഷ്യൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജി എത്ര ആയിടാ? 4 times ആയി. അപ്പോൾ ഇവിടെ 4 ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് വരും. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഈ 4 റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. 4 റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുത്താൽ എന്താ കിട്ടുക? 2 root of 2m കൈനറ്റിക് എനർജി. സോ ഫൈനൽ കൈനറ്റിക് എനർജി final momentum is equal to 2 into root of 2m k. അപ്പോൾ final momentum is equal to 2 times of initial momentum. അപ്പോൾ percentage change is equal to final momentum എത്ര വരിക? 2
ടൈംസ് ഓഫ് ഇനീഷ്യൽ മൈനസ് ഇനീഷ്യൽ ഡിവൈഡഡ് ബൈ പി ഇനീഷ്യൽ ഇൻറ്റു 100. ഇങ്ങനെയല്ല നമ്മൾ പെർസെൻറ്റേജ് ചേഞ്ച് കാണാം. എത്ര ചേഞ്ച് ഡിവൈഡ് ബൈ ഇനീഷ്യൽ ഇൻറ്റു 100. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ചസ് ഈക്വൽ ടു അവിടെ 2p മൈനസ് പി, ദാറ്റ് ഇസ് പി ഡിവൈഡഡ് ബൈ പി ഇൻറ്റു 100. അപ്പോൾ പി ക്യാൻസൽ ആവും. 100% ചേഞ്ച് ചെയ്തു. ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ 100% ചേഞ്ച് ചെയ്യുന്ന അർത്ഥം. അതായത് എൻ്റെ കയ്യിൽ 500 rupees ഉണ്ട്, അത് 100% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നേരെ ഇരട്ടിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. 100% എന്ന് പറഞ്ഞാൽ ഇരട്ടിയായി എന്നാണ് അർത്ഥം. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഇതിപ്പോൾ നിങ്ങൾക്ക് നേരെ മറ്റേ ഇക്വേഷനിലേക്കും അപ്ലൈ ചെയ്യാം. അതായത് മൊമെൻറ്റം പ്രൊപ്പോർഷണൽ ടു കൈനറ്റിക് എനർജി. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് ചോദിച്ചാൽ റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഇൻറ്റു 100 ചെയ്താലും മതി. ഞാൻ നേരത്തെ ഇക്വേഷനായിട്ട് പറഞ്ഞിരുന്നു. ഡയറക്റ്റ് നമുക്ക് ആൻസർ ആയിട്ട്. ശരിയല്ലടാ? അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. Two bodies of mass m and 4m are moving with the equal kinetic energy. Then the ratio of their linear momentum. Equal kinetic energy. നോക്ക്, മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താ? മൊമെൻറ്റം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജി. ശരിയല്ലേ? സോ ആദ്യത്തെ ആളുടെ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ആളുടെ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു മൊത്തം റൂട്ട് ഓഫ് 2 ഇൻറ്റു ആദ്യത്തെ ആളുടെ മാസ് എത്ര? m, കൈനറ്റിക് എനർജി k, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഈ 2m ഓൾറെഡി ഇക്വേഷനിലാണ് കേട്ടോ. രണ്ടാമത്തെ ആളുടെ മാസ് എത്ര? 4m. അപ്പോൾ ഇവിടെ 4m ഇൻറ്റു കൈനറ്റിക് എനർജി. സോ കൈനറ്റിക് എനർജി ഗെറ്റ് ക്യാൻസൽ ഔട്ട്. 2 ഗെറ്റ് ക്യാൻസൽ ഔട്ട്. m ഗെറ്റ് ക്യാൻസൽ ഔട്ട്. സോ P1 ഡിവൈഡഡ് ബൈ P2 ഈസ് ഈക്വൽ ടു 1/√4. ദാറ്റ് ഈസ് 1/2. ദാറ്റ് ഈസ് 1:√2. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ദിസ് ഇസ് എ പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് JEE ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് അതിൽ ഓപ്ഷൻ ഇല്ലാത്തത്. നിങ്ങൾ ഇതിൻ്റെ ആൻസർ പറയണം. 2 സെക്കൻഡ്, ഒരു 15 സെക്കൻഡ് ഞാൻ വെയിറ്റ് ചെയ്യും. 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യും. നിങ്ങൾ ഇതിൻ്റെ ആൻസർ പറയണം. പറ മക്കളെ. 2 solids A, B of masses 1 kg and 2 kg respectively are moving with the equal linear momentum. Momentum സെയിം ആണ്. What is the equation of kinetic energy? P² divided by 2m. മൊമെൻറ്റം സെയിം ആണെന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ഉള്ള കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. റൈറ്റ്? സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു P² ബൈ 2m. റെഡി അല്ലേ? അപ്പോൾ മൊമെൻറ്റം രണ്ടുപേർക്കും ഈക്വൽ ആണെങ്കിൽ, രണ്ടാൾ ട്രാവൽ ചെയ്യുന്നു, രണ്ടുപേരുടെയും മൊമെൻറ്റം ഈക്വൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ സേ ദാറ്റ് കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ഓൺലി. ശരിയല്ലേ? അപ്പോൾ ഒരാളുടെ മാസ് 1ഉം മറ്റേ ആളുടെ മാസ് 2ഉം ആണെങ്കിൽ അവരുടെ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ K1 ഡിവൈഡ് ബൈ K2 ഈസ് ഈക്വൽ ടു മാസിൻ്റെ റേഷ്യോൻ്റെ ഇൻവേഴ്സ് വരും 2 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ റേഷ്യോ വരിക 2:1 ആണ്. നമ്മൾ JEE ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് A ഡിവൈഡഡ് ബൈ 1 എന്നാണ്. സോ A ഈസ് ഈക്വൽ ടു 2. വെരി 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 ഗുഡ്. എവ്രി വൺ ഗോട്ട് കറക്റ്റ് ആൻസർ. ദാറ്റ് ഇസ് 2. സിമ്പിൾ അല്ലേ മക്കളെ? ഇത് സിമ്പിൾ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൺസെപ്റ്റ് അത്ര അറിയുന്നതുകൊണ്ടാണ്. വിഷ്ണു ആണ് തോന്നുന്നത്. നേഹ, ഫാത്തിമ, എല്ലാവരും കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ സ്ക്രീൻ കുറച്ച് ദൂരെ ആയതുകൊണ്ട് പേര് വായിക്കാൻ കിട്ടുന്നില്ല. ഓക്കെ, വർക്ക് എനർജി തിയറം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടത് വർക്ക് എനർജി തിയറാണ്. ഇതിൽ പറയുന്ന എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുപോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, sum of work done by all forces is equal to change in kinetic energy. All forces എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഫോഴ്സ് ഉണ്ടാ മക്കൾ പറ? കമോൺ, ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്? ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫോഴ്സുകളുണ്ട്. ആ ഫോഴ്സുകൾ ചെയ്യുന്ന ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് യെസ് AD സാർ ഫാൻസ്. AD സാർ ചെയ്യുമല്ലോ, ബിക്കോസ് ഹീ ഈസ് മാസ്റ്റർ ഓഫ് വർക്ക് എനർജി ആൻഡ് പവർ. സാറ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലല്ലോ. ഓക്കെ, നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? റിവിഷനാണ് ചെയ്യുന്നത്. ആ ചെയ്യുന്നതൊക്കെ ഓർമ്മ ഉണ്ടാവണം. ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സാമിന് വരുന്നത്. അതിനാണ് നിങ്ങൾ തെറ്റിക്കുന്നത്. സോ അത് തെറ്റിക്കരുത്, അത് വിട്ടുപോരുത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, വിട്ടുപോരുത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്യുന്നത്. യെസ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അതെല്ലാം നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. സോ ദാറ്റ് ഓൾ ഫോഴ്സസ് ബിലോങ്സ് ടു കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ ഏതൊക്കെ ഫോഴ്സ് ഉണ്ടാ? കൺസർവേറ്റീവ് ഫോഴ്സ് ഉണ്ട്, യെസ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഉണ്ട്, വെരി ഗുഡ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്. ഈ 3 ഫോഴ്സുകളും ചെയ്യുന്ന എല്ലാ വർക്കിന്റെ സം എടുത്താൽ യെസ് AD സാർ ഫാൻസ്. ഈ 3 ഫോഴ്സും ചെയ്യുന്ന എല്ലാ വർക്കിന്റെ സം എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. Once again, work done by whole forces is equal to change in kinetic energy. What are the forces are there? Conservative force, non-conservative force and external force. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇതിൽ നിന്നാണ് ബാക്കി കൺസർവേഷനിലേക്കൊക്കെ നമ്മൾ ജമ്പ് ചെയ്യുന്നത്. സോ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ പ്ലസ് വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് പ്ലസ് വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് is equal to change in kinetic energy. ഈ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജിയും ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്.
സി ഫൈനൽ കൈനറ്റിക് എനർജിയും ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഫൈനൽ മൈനസ് ഇനീഷ്യൽ. അത് പ്ലസ് ആവാം മൈനസ് ആവാം. ഫൈനൽ കുറവും ഇനീഷ്യൽ കൂടുതലുമാണ് എങ്കിൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്യുന്ന സമയത്ത് അത് മൈനസ് ആവും. ഫൈനൽ കൂടുതലും ഇനീഷ്യൽ കുറവുമാണെങ്കിൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്യുമ്പോൾ അത് പ്ലസ് ആവും. അപ്പോൾ ഈ ഡെൽറ്റ കെ പ്ലസും വരാം മൈനസും വരാം. ദെൻ നമ്മൾ നേരത്തെ പഠിച്ച ഓർമ്മ ഉണ്ടോ? വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇത് പഠിച്ച ഓർമ്മ ഉണ്ടോടാ? ഈ ഒരു ഒറ്റ ഇക്വേഷൻ മതി. ഇറ്റ്സ് എ ഗോൾഡൻ ഇക്വേഷൻ. ഈ ഒരു ഒറ്റ ഇക്വേഷൻ മതി. വരാത്തത് ആദിൽ സാർ അപ്പുറ സ്റ്റുഡിയോയിൽ വേറെ ക്ലാസ്സിലാണ്, അതുകൊണ്ടല്ലേ ഞാൻ അത്ര ധൈര്യമായിട്ട് പറയുന്നത്. ആദിൽ സാർ അപ്പുറത്തെ സ്റ്റുഡിയോയിൽ വേറെ ക്ലാസ്സിലാണ്. കഴിഞ്ഞ ലൈവിൽ ആദിൽ സാറിൻ്റെ വയസ്സും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തതിൻ്റെ ഒരു വിഷമം ബോസിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കമൻറ്റിൽ വന്നാൽ എന്തായാലും എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയും, നിങ്ങളൊന്നും വിശ്വസിക്കരുത്. ഓക്കെ, എന്താ പറഞ്ഞത്? നോക്ക്, കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡണ്ണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. അത് മൈനസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സോ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് plus work done by conservative forces minus of change in potential energy, that is equal to change in kinetic energy. So ഈ മൈനസ് ഓഫ് സാധനം എടുത്ത് അപ്പുറത്തേക്ക് ഇടാലോ. അതായത് ഈ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് മൈനസ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണ്. ഇതെടുത്ത് അപ്പുറത്തേക്ക് ഇടുക. അപ്പോൾ യു വിൽ ഗെറ്റ് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. എൻ്റെ മക്കളൊന്ന് പറ, ഒരിക്കലും വിശ്വസിക്കത്തില്ല. അതെനിക്കറിയാം. എന്നിട്ട് നിങ്ങളത് അപ്പുറം പോയി പറയും. നോക്ക് മക്കളൊന്നും ഇവിടെ നോക്ക്. ലിസൺ വെരി കെയർഫുള്ളി. സി, എക്സ്റ്റേണൽ ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും ചെയ്യുന്ന വർക്ക് ഡൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈനറ്റിക് എനർജിയിലുള്ള ചേഞ്ച് പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയിലുള്ള ചേഞ്ച്, ഈ ഒറ്റ ഇക്വേഷൻ മതി നമുക്ക് എല്ലാ പ്രോബ്ലം ചെയ്യാൻ. പക്ഷേ ഈ ഇക്വേഷൻ്റെ സോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് എപ്പോഴും മൈനസ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ദെൻ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, അതിൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണല്ലോ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി കൂടുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കുറയും. സി, കൈനറ്റിക് എനർജി കുറയുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കൂടും. അത് നിങ്ങൾക്ക് അറിയാം, ശരിയല്ലേ? ഒരു സാധനത്തിൻ്റെ കൈനറ്റിക് എനർജി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടൻഷ്യൽ എനർജി കൂടിയിട്ടുണ്ടാവും. പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ് കൈനറ്റിക് എനർജി കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നോക്കൂ, ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി കൂടിയതാണെങ്കിൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞായിരിക്കും. അപ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ കെ ഇ പ്ലസ് ഡെൽറ്റ പിയിൽ ഒരെണ്ണം പ്ലസ് ഒരെണ്ണം മൈനസും ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോടാ? അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഒരു എക്സാമ്പിളാണ്. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ലിസൺ വെരി കെയർഫുള്ളി. ഉറങ്ങല്ലേ? ലിസൺ വെരി കെയർഫുള്ളി. വേറൊന്നും സംസാരിക്കില്ല. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇഷ്ടം പോലെ ഉണ്ട് സമയം, നമുക്ക് അതൊക്കെ പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് പറയുന്നത്. നോക്ക്, ഒരു 2 കിലോ മാസുള്ള ഒരു ബോള് 10 മീറ്റർ ഹൈറ്റിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. 2 മീറ്റർ ഹൈറ്റുള്ള മുഫീദ, യെസ്, 2 മീറ്റർ ഹൈറ്റ് 2 മീറ്റർ ഹൈറ്റോ 2 കിലോ മാസുള്ള ഒരു സാധനം 10 മീറ്റർ ഹൈറ്റിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താ? നെഗറ്റീവ് എന്ന്. വെയിറ്റ്, സബൂർ കറോ, ഇപ്പം അതിന് ഞാൻ അതിൻ്റെ മീനിങ് പറഞ്ഞുതരാം. അപ്പോൾ 2 കിലോ മാസുള്ള ഒരു സാധനം 10 മീറ്റർ ഹൈറ്റിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. എന്നിട്ട് ഇത് താഴേക്ക് ഡ്രോപ്പ് ചെയ്തു. ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഫാൾസ് ഡൗൺ. എയർ റെസിസ്റ്റൻസ് വിൽ ആക്ട് opposite to the direction of motion always. Resistance force, frictional force, viscous force, these kind of whole non-conservative force comes into play in the opposite sense of the motion. മോഷന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ പറഞ്ഞ ഫോഴ്സുകളൊക്കെ ഉള്ളത്. അതൊക്കെ റെസിസ്റ്റീവ് ഫോഴ്സുകളാണ്. സോ ബോൾ താഴേക്ക് വീഴുമ്പോൾ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആയ ഫ്രിക്ഷൻ അല്ലെങ്കിൽ എയർ റെസിസ്റ്റൻസ് മുകളിലേക്കായിരിക്കും. എയർ റെസിസ്റ്റൻസ് ശരിയല്ലേ? ആ എയർ റെസിസ്റ്റൻസ് ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സി, അപ്പോൾ ഈ സാധനം താഴേക്ക് വന്ന് വീഴുന്നു, താഴെ എത്തുമ്പോഴുള്ള ഇതിൻ്റെ കൈനറ്റിക് എനർജി 180 ജൂൾ ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ബൈ എയർ റെസിസ്റ്റൻസ്, വർക്ക് ഡൺ ബൈ എയർ റെസിസ്റ്റൻസ് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചു. വർക്ക് ഡൺ ബൈ എയർ റെസിസ്റ്റൻസ്. അപ്പോൾ എന്താ നമ്മൾ ഇക്വേഷൻ? സി, ഇവിടെ നോക്ക്, വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല.
ഇവിടെ എക്സ്റ്റേണലി ആ ബോളിനെ ആരും പിടിച്ചു വലിക്കുന്നില്ല, എക്സ്റ്റേണൽ ഫോഴ്സസ് 0. എക്സ്റ്റേണൽ ഫോഴ്സസ് 0. അപ്പോൾ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് 0. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിലേക്ക് ഇത് 0 ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. സോ വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്, അതായത് ഡ്രോപ്പ് ചെയ്യാണ്, ഇറ്റ് ഈസ് ഡ്രോപ്പിംഗ്. അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എത്ര? 0. ഇനീഷ്യൽ കൈനറ്റിക് എനർജി എത്ര? 0. താഴെ എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, താഴെ എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി 180 ആണെന്ന്. സോ താഴെ എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി 180. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 180 മൈനസ് 0, അതാണ് ഡെൽറ്റ കെ ഇ. വാട്ട് അബൌട്ട് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി? മൈനസ് അല്ല മക്കളെ, പ്ലസ് ആണ് കേട്ടോ. വാട്ട് ഇസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ബോൾ താഴെ എത്തുന്നതാണല്ലോ ഫൈനൽ, താഴെ എത്തുമ്പോഴാണല്ലോ 180 ഉള്ളത്, മൈനസ് ഇനീഷ്യൽ 0. ബോൾ താഴെ എത്തുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി അല്ലേ മൈനസ് പറഞ്ഞത്, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആണ്. താഴെ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി 0, ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി mgh, മാസ് 2 ആണ്, g 10 ആണ്, h 10 ആണ്. സോ ദിസ് ഇസ് mgh, റൈറ്റ്? mgh പൊട്ടൻഷ്യൽ എനർജി. റെഡി അല്ലേ? സോ വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 180 മൈനസ് ഈ പ്ലസും മൈനസും കൂടെ മൈനസ് ആവും, 180 മൈനസ് 200 വരും, 200. സോ വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് 20 ജൂൾ. വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് -20. സോ ഞാൻ നേരത്തെ അടുത്തൊരു കാര്യം പറഞ്ഞു, വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കുമെന്ന്. അതിൻ്റെ മീനിങ് എന്താ? എപ്പോഴും നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് വർക്കൗട്ട് ആവുക ഒബ്ജക്റ്റിൻ്റെ മോഷന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് വർക്കൗട്ട് ആവുക. ഫ്രിക്ഷൻ അങ്ങനെയല്ലേ, എയർ റെസിസ്റ്റൻസ് അങ്ങനെയല്ലേ, വിസ്കസ് ഫോഴ്സ് അങ്ങനെയല്ലേ. സോ ഒബ്ജക്റ്റ് എങ്ങോട്ടാ മൂവ് ചെയ്യുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഉണ്ടാവുക. സോ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഫോഴ്സ് ആർ ഇൻ ദി ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആൻഡ് ആംഗിൾ ഇസ് 180. സോ എഫ് ഡി കോസ് തീറ്റ 180 cos 180 മൈനസ്. അപ്പോൾ വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. സി, അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയത് മൈനസ് ആണ്, കറക്റ്റ് ആണ്. ദെൻ ഞാൻ അങ്ങോട്ട് മറ്റൊരു കാര്യം പറഞ്ഞു, കൈനറ്റിക് എനർജി കൂടുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി കുറയുക ചെയ്യുക. അപ്പോൾ ഈ ഡെൽറ്റ കെ ഇ ഡെൽറ്റ പിയിൽ ഒരെണ്ണം പ്ലസ് ഒരെണ്ണം മൈനസ് ആയിരിക്കും. ഫൈനലി ഇങ്ങ് കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആയിരിക്കും. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ നെഗറ്റീവേ കിട്ടാൻ പാടുള്ളൂ, പോസിറ്റീവ് കിട്ടിയ ആൻസർ തെറ്റാണെന്നർത്ഥം. ഇനി ഇത് മറ്റൊരു രീതിയിലും കൂടെ ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ ലോജിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. മക്കൾ ഈ പറഞ്ഞ് മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ് മനസ്സിലായെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സ് ഒന്ന് തീയിട്ട് നിറക്കി. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സ് ഒന്ന് ഒരു ഓൾ ഉണ്ടാക്കും. ഞാൻ ഈ പറഞ്ഞ് മനസ്സിലായെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് കൊണ്ട് ചെയ്യുന്ന വർക്ക് ഡൺ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഒന്നും എഴുതി കാൽക്കുലേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നോക്ക്, ഇവിടെ ശ്രദ്ധിക്കും, കമോൺ, ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ എത്രയായിരുന്നു പൊട്ടൻഷ്യൽ എനർജി? മുകളിൽ എത്രയായിരുന്നു പൊട്ടൻഷ്യൽ എനർജി? mgh അല്ലേ? അത് എത്രയായിരുന്നു പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മാസ് 2 ആണ്, g 10 ആണ്. അപ്പോൾ ഇവിടെ 200 ജൂൾ ആയിരുന്നു പൊട്ടൻഷ്യൽ എനർജി. ഇനി അത് നേരെ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി, വെരി ഗുഡ്, കത്തട്ട അങ്ങനെ താഴേക്ക് വരുമ്പോൾ അത് കൈനറ്റിക് എനർജി ആയി. കൈനറ്റിക് എനർജി താഴേക്ക് വരുമ്പോൾ എത്രയായി? അത് ക്വസ്റ്റിൽ തന്നാണ്. കൈനറ്റിക് എനർജി എത്രയായി? 180 ജൂൾ. ശരിക്കുണ്ടല്ലോ, കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പ്രകാരം എത്ര പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ അത്രയും കൈനറ്റിക് എനർജി ആയിട്ട് മാറണ്ടേ? എത്ര പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ അത്രയും കൈനറ്റിക് എനർജി ആയിട്ട് മാറണ്ടേ? മോളിൽ നിൽക്കുന്ന സമയത്ത് 200 ജൂൾ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ബോഡി ഹാവ്, അത് താഴേക്ക് വരുമ്പോൾ ഇറ്റ് ഷുഡ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി കംപ്ലീറ്റ്ലി ഓൺലി വെൻ എയർ റെസിസ്റ്റൻസ് ഇസ് നെഗ്ലക്റ്റഡ്. എയർ റെസിസ്റ്റൻസ് ഇല്ല എങ്കിൽ മാത്രമേ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആവുള്ളൂ. എന്തുകൊണ്ട് അത് കൺവേർട്ട് ആയില്ല? എയർ റെസിസ്റ്റൻസ് അവിടെ വർക്ക് ചെയ്തു, എയർ റെസിസ്റ്റൻസ് കുറച്ച് പിടിച്ചു വെച്ചു. ആ എയർ റെസിസ്റ്റൻസ് പിടിച്ചു വെച്ച എത്ര ഉണ്ടായിരുന്നു മുകളിൽ? 200 ജൂള്. താഴെ എത്തുമ്പോൾ എത്രയുള്ളൂ? 180 ജൂള്. അപ്പോൾ എത്ര എയർ റെസിസ്റ്റൻസ് വർക്ക് ആക്കിയിട്ട് ഹീറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു? എത്ര വേസ്റ്റ് ഓഫ് എനർജി ഉണ്ടായി? മുഴുവൻ കൺവേർട്ട് ആയില്ല എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ആവാത്തത് എന്തുകൊണ്ടാ? 20 ജൂള് വേസ്റ്റ് ആയിട്ട് പോയി. ആ വേസ്റ്റ് ആയത് ഏതാ? വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. സോ ഈ സെൻസിൽ ആലോചിച്ച് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞതും കൂടെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ലവ് ചിഹ്നം കൂടെ ഇട്ടിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അപ്പോൾ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ചോദിക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്ക്. വളരെ റെലവൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്ക്. 1 kg mass is projected downward
through a rough resistance will be there, friction will be there, rough circular track of radius 0.2 meter placed on a vertical plane shown in the figure. The speed of the mass at a point A is 3 meter per second. See, ഒരു പ്രശ്നമില്ല കേട്ടോ, അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഒന്നും വിചാരിക്കേണ്ട, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞുതരാം. എയിൽ 3 meter per second ആണ്. And the position B 6 meter per second. ഇനി this is the question. How much work is done on the mass between A and B by the force of friction? സോ ഈ സാധനം ഇവിടുന്ന് ഇതിങ്ങനെ താഴത്തേക്ക് ഇതിങ്ങനെ വീണുകൊണ്ടിരിക്കുക. കണ്ടാ, ഇവിടെ ആയിരുന്നു ആ സാധനം, അത് ഇവിടുന്ന് താഴേക്ക് വീണുകൊണ്ടിരിക്കുക. ഇവിടെ ഇതിൻ്റെ കൈനറ്റിക്, ഇവിടെ ഇതിൻ്റെ വെലോസിറ്റി, ലെറ്റ്സ് സേ വെലോസിറ്റി V is equal to 3 ആയിരുന്നു. ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി 6 ആയി. അപ്പോൾ കൈനറ്റിക് എനർജി ഡെഫിനറ്റ്ലി കൂടിയല്ലോ, ശരിയല്ലേ? കൈനറ്റിക് എനർജി കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. ഇതൊരു റെഫറൻസ് ലൈനായിട്ട് കൺസിഡർ ചെയ്യുക. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. നോക്ക്, പൊട്ടൻഷ്യൽ എനർജി അല്ല സിഗ്നിഫിക്കൻറ്റ്, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് സിഗ്നിഫിക്കൻറ്റ്. പൊട്ടൻഷ്യൽ എനർജി അല്ല, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. കാരണം പൊട്ടൻഷ്യൽ എനർജി എത്ര ചേഞ്ച് ചെയ്യുന്നോ അത്ര കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുക എന്നുള്ള ആശയമാണ് നമ്മൾ എടുക്കുക. സോ പൊട്ടൻഷ്യൽ എനർജി സിഗ്നിഫിക്കൻ്റ് അല്ല, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ ഈ സ്ഥലത്തുള്ള പൊട്ടൻഷ്യൽ എനർജി എത്ര ആയിരിക്കും? mgh. അപ്പോൾ താഴേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്ര കുറഞ്ഞു നോക്കുക. താഴേക്ക് വരുന്ന സമയത്തുള്ള ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എത്ര നോക്കുക. താഴേക്ക് വരുമ്പോഴുള്ള ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എത്ര? മുകളിൽ ഫൈനൽ 0, ഇനീഷ്യൽ mgh. ഫൈനൽ താഴെ 0 ആണ്, അവിടെയാണ് നമ്മൾ 0 എന്ന് എടുത്ത്. അപ്പോൾ 0 മൈനസ് mgh. എത്ര? m1 1 ഇൻറ്റു G10 ഇൻറ്റു h. ഇതല്ലേ ഹൈറ്റ് വരിക, ഇതൊരു സർക്കിൾ അല്ലേ, അത് 2 ആണ്. സോ ഇൻറ്റു 2. അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 20 ജൂൾ. ഇനി നമ്മൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നോക്കുക. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഫൈനൽ വെലോസിറ്റി 6 ആണ്. സോ ഹാഫ് ഇൻറ്റു m1 ആണ്. 6ൻ്റെ സ്ക്വയർ 36 മൈനസ് ഹാഫ് ഇൻറ്റു മാസ് 1 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 3 ആണ്. 3ൻ്റെ സ്ക്വയർ 9. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് പുറത്തേക്ക് എടുക്കുക. 36 മൈനസ് 9 26 7. അപ്പോൾ ഇത് കട്ട് ചെയ്താൽ 26ൻ്റെ പകുതി 13 അല്ലേ, അപ്പോൾ 13.5 ജൂൾ, ശരിയല്ലേ? അപ്പോൾ നോക്ക്, പൊട്ടൻഷ്യൽ എനർജി 20 ജൂൾ കുറഞ്ഞിട്ടും കൈനറ്റിക് എവിടെ മൈനസ് വരും? മൈനസ് എന്താ മീൻ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ എനർജി കുറയാണ്. പൊട്ടൻഷ്യൽ എനർജി 20 ജൂൾ കുറഞ്ഞിട്ടും കൈനറ്റിക് എനർജി 20 ജൂൾ കൂടിയില്ല. എന്തുകൊണ്ട് കൂടിയില്ല? അവിടെ ഫ്രിക്ഷൻ കുറച്ച് എനർജി ഹീറ്റായിട്ട് അല്ലെങ്കിൽ എന്തോ ആയിട്ട് നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ കിട്ടിയത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്, അത് 13.5 ജൂളാണ്. അപ്പോൾ എത്ര ഡിഫറൻസ്? 20 13. അപ്പോൾ എത്ര ഡിഫറൻസ്? 6.5 അല്ലേ ഡിഫറൻസ്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. മൈനസ് ആണ് വരിക. ഇനി ഇത് നിങ്ങൾ നേരെ ഇക്വേഷനിലേക്കാണ് ഉപയോഗിക്കണമെങ്കിൽ വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി -20 ആണ്, പ്ലസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 13.5 ആണ്. യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. So as per equation you can solve it, and as per the concept you can solve it. The concept is very clear. When the non-conservative force comes into play, the potential energy is not fully converted into kinetic energy, as well as kinetic energy not fully converting into potential energy. So there will be a small difference. That difference is due to non-conservative force. അപ്പോൾ ആ ഡിഫറൻസ് കണ്ടാൽ non-conservative force ചെയ്യുന്ന വർക്ക് ഡൺ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി കൺസർവേഷൻ ഓഫ് എനർജി. ഇനി ഞാൻ പറയാൻ പോകുന്ന അതിൻ്റെ ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കണേ മക്കളെ. നോക്ക്, വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഈക്വൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ആ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൈനസ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. അതെടുത്ത് അപ്പുറത്തേക്ക് ഇടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് കിട്ടും. നോക്ക്, എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എന്ന് കരുതിക്കോ. എക്സ്റ്റേണലി ആരും ഫോഴ്സ് പ്രയോഗിക്കുന്നില്ല. നോൺ കൺസർവേറ്റീവ് ഫോഴ്സും ഇല്ല എന്ന് വിചാരിച്ചോ. വാട്ട് ആർ ദ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്? ഫ്രിക്ഷൻ, വിസ്കസ് ഫോഴ്സ്, എയർ റെസിസ്റ്റൻസ്. ഇതൊന്നും ഇല്ല എന്ന് വിചാരിച്ചോ. ഇതൊന്നും ഇല്ല സാർ. കെ അല്ലേ സാർ? കുറച്ച് സ്ലോ ആക്കുമോ? ആക്കാം. നമുക്ക് എല്ലാം കവർ ചെയ്യണ്ടേ? ക്ലിയർ ആവുന്നില്ലേ? ടോപ്പിക്കൊക്കെ കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ലേ? ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം വൺ ഷോട്ടിൽ വരാൻ. എപ്പോഴും നമ്മൾ പറയുന്നതാണ് കേട്ടോ. മുമ്പത്തെ ക്വസ്റ്റ്യൻ എന്താടാ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ രണ്ടും ഞാൻ പീന്ന് എഴുതിയത്. ചില സമയത്ത് എൻ്റെ പ്രശ്നങ്ങളാണ്. ഞാനത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി ചെയ്യുന്നതെന്നാണ് എപ്പോഴും പറയാറ്. ബട്ട് ഇത് ഞാൻ അബദ്ധം പറ്റിപ്പോയതാണ് കേട്ടോ. നോക്ക്, ആ ഫ്ലോ അങ്ങ് പോയി.
നോക്ക്, ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്കും 0, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്കും 0 ആണ് എങ്കിൽ, ഇത് രണ്ടും 0 ആണെങ്കിൽ ഇവിടെ എന്തായി 0 ആയി. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇവിടെയാണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി വർക്കൗട്ട് ആവുന്നത്. ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ദിസ് ഈസ് ഹൗ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജീസ് ഇസ് ഗോയിങ് ടു വർക്ക്. കാരണം ഫ്രിക്ഷനും എയർ റെസിസ്റ്റൻസും ഒന്നും എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാത്ത സന്ദർഭത്തിലാണ് മെക്കാനിക്കൽ എനർജീസ് കൺസേർവ്ഡ് എന്ന് പറയുക. അത് നമ്മൾ പറയും വെൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് 0, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജീസ് ഫുള്ളി കൺവേർട്ടിംഗ് ഇൻടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ മെക്കാനിക്കൽ എനർജീസ് കൺസേർവ്ഡ് ആവണമെങ്കിൽ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഇല്ലാതിരിക്കണം. അപ്പോൾ മെക്കാനിക്കൽ എനർജീസ് കൺസേർവ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവണമെങ്കിൽ ഇൻ ദി ആബ്സെൻസ് ഓഫ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, ഫ്രിക്ഷൻ എയർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാതാവുന്ന സമയത്താണ്. പറഞ്ഞ മനസ്സിലായോ? സോ ഈ ആശയപ്രകാരവും ചോദ്യങ്ങൾ വരും. ഇതാണ് നീറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇതുവരെ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ അതാ ഈ ക്വസ്റ്റ്യനൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡിലുള്ള ആശയങ്ങളാണ്. നീറ്റിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടോ? നോക്ക്, ഇത് പ്രീവിയസ് ഇയർ നീറ്റാണ് കേട്ടോ. എ ബോഡി ഓഫ് മാസ് 2 കിലോഗ്രാം ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്പ് വിത്ത് എ കൈനറ്റിക് എനർജി ഓഫ് 490 ജൂള്. നോക്കൂ, 490 ജൂള് കൈനറ്റിക് എനർജിയുമായിട്ടാണ് ഒരു സാധനം മുകളിലേക്ക് പോകുന്നത്. അവിടെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല, കാരണം എറിയുന്ന സ്ഥലം ഗ്രൗണ്ട് ആണ്. അവിടെ പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് അസ്യൂം ചെയ്യാം. ദ ഹൈറ്റ് അറ്റ് വിച്ച് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി ബിക്കംസ് ഹാഫ് ഓഫ് ദ ഒറിജിനൽ. അപ്പോൾ കൈനറ്റിക് എനർജി ഇനീഷ്യലി എത്രയായിരുന്നു? 490. ഇപ്പോൾ കൈനറ്റിക് എനർജി എത്രയേ ഉള്ളൂ? കൈനറ്റിക് എനർജി ഫൈനൽ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ 200ന്റെ പകുതി, 400, 200, 40, 245, ശരിയല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജി എത്ര കുറഞ്ഞു? 245 ജൂൾ കുറഞ്ഞു, ശരിയല്ലേ? 245 ജൂൾ കുറഞ്ഞു അല്ലേടാ? എങ്ങോട്ട് കുറഞ്ഞു? ഇവിടെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഇത് യൂഷ്വൽ മെക്കാനിക്കൽ എനർജിയുടെ കൺസർവേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കൈനറ്റിക് എനർജി പകുതിയായിട്ട് കുറഞ്ഞു, 245 ജൂൾ കുറഞ്ഞുവെങ്കിൽ ഇറ്റ് മീൻസ് പൊട്ടൻഷ്യൽ എനർജി അത്രയും കൂടി. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു അത്രയും കൂടി, ദാറ്റ് ഈസ് 245 പൊട്ടൻഷ്യൽ എനർജി കൂടി. അപ്പോൾ അവിടെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി അത്രയും കൂടി. അത്രയും കൂടി എന്ന് പറഞ്ഞാൽ MGH ഗ്രൗണ്ടിൽ 0 ആയിരുന്നല്ലോ. അപ്പോൾ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ 0 ആണ്. അപ്പോൾ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി MGH ഇസ് ഈക്വൽ ടു 245. മാസസ് 2, G ഇസ് 10, H 245. ഈ ടേം എടുത്ത് അപ്പുറത്തേക്ക് ഇടുക. സോ H ഇസ് ഈക്വൽ ടു 245 ഡിവൈഡഡ് ബൈ 20. അപ്പോൾ ഇത് 125 അല്ലേ വരിക? 245 അല്ലേ അത്? അപ്പോൾ യെസ്, 24.5 വരും അല്ലേ? 24.5 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പം 12.25. കറക്റ്റാ? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ക്ലിയർ ആണോ? റെഡിയാണോ മക്കളെ? റെഡിയാണോ? അങ്ങനെയാണ് അടുത്ത ദിവസം നോക്ക്. ഇത് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ പറ. ഇറ്റ്സ് എ പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻ. ഇത് ചെയ്തിട്ട് മക്കൾ ഇതിൻ്റെ ആൻസർ പറ. ആസ് പെർ ദ ഗിവൺ ഫിഗർ, എ സ്മോൾ ബോൾ P slide down 1/4 of a circle, other ball Q of equal mass. This is very relevant. Equal mass. ഇവിടെ വെച്ചിരിക്കുന്നത് ഈക്വൽ മാസാണ്. അതായത് ഇവിടെയുള്ള മാസും ഇവിടെയുള്ള മാസും സെയിം ആണെന്നർത്ഥം. അറ്റ് റെസ്റ്റ് നെഗ്ലക്റ്റിംഗ് ദ എഫക്റ്റ് ഓഫ് ഫ്രിക്ഷൻ. നോൺ കൺസർവേറ്റീവ് ഫോഴ്സുകളൊന്നുമില്ല. കൊളീഷൻ ഈസ് ടു ബി ഇലാസ്റ്റിക്. ദ വെലോസിറ്റി Q ആഫ്റ്റർ ദ കൊളീഷൻ ഇസ്. അപ്പോൾ ഈ ബോൾ താഴെ വരുമ്പോൾ എത്രയാണ് ഇതിൻ്റെ വെലോസിറ്റി നോക്കുക. സാർ 2 ആൽഫ പോലെ ഉണ്ടെന്ന്. അതെൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. ഓക്കെ, നിങ്ങളൊന്ന് സഹകരിക്കടാ. നോക്ക്, അപ്പോൾ ഈ സാധനം ഇവിടുന്ന് താഴേക്ക് എത്തി. അപ്പോൾ ഇവിടെ എത്ര പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക? MGH. അതെന്തായിട്ട് മാറും? കൈനറ്റിക് എനർജി ½ അപ്പോൾ ഇതും ക്യാൻസൽ ആവും. സോ 2GH ഇസ് ഈക്വൽ ടു V². ഓക്കെ, ഞാൻ കുറച്ച് പതുക്കെ പറയും. നോക്ക്, ഇവിടെ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി MGHP എന്ന് പറഞ്ഞ പോയിന്റിൽ താഴെ എത്തുമ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ്ലി കൈനറ്റിക് എനർജി ആയി മാറും. ബിക്കോസ് അവിടെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഇല്ല. കൈനറ്റിക് എനർജി ½ 2GH ഇസ് ഈക്വൽ ടു V². √2 ഇൻറ്റു G10. H നോക്ക്, ഇത് സർക്കിളാണ്. അപ്പോൾ ഇത് 20, ഇതും 20 സെൻറ്റിമീറ്റർ ആണ്. 20 ഇൻറ്റു 10⁻². അതാണ് V വരിക. അപ്പോൾ നോക്ക്, ഈ 0യും 10⁻² കട്ട് ചെയ്താൽ പിന്നെ ഇവിടെ 2ഉം അല്ലേ ഉള്ളൂ. റൂട്ടിൻ്റെ ഉള്ളിൽ 4 വന്നാൽ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്താൽ അത് 2 ആവില്ലേ? സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2.
വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഈ ബോൾ നേരെ താഴെ വന്ന് ഇതിനെ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് കൊളീഷൻ നടക്കുന്ന സമയത്ത് ആ ബോളിൻ്റെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് ഐഡൻറ്റിക്കൽ ബോൾസ് ആണ്, ഈക്വൽ മാസ് ആണ്. സെക്കൻഡ് വണ്ണ് റസ്റ്റിലാണ് എങ്കിൽ റസ്റ്റിലുള്ള ഒരു സാധനത്തിന് ഐഡൻറ്റിക്കൽ മാസ് വന്നിട്ട് കൊളൈഡ് ചെയ്താൽ അവരുടെ വെലോസിറ്റി ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ നേരെ ഇതിന് ഇടിച്ചു കഴിഞ്ഞാൽ ഇടിച്ച ആൾ റസ്റ്റിലാവും, ഇടി കിട്ടിയ ആൾ മറ്റേ ആളുടെ അതേ സ്പീഡിൽ മുന്നോട്ടേക്ക് പോകും. ബിക്കോസ് ഇറ്റ് ഈസ് ഐഡൻറ്റിക്കൽ മാസ് കൊളീഷൻ. ഐഡൻറ്റിക്കൽ മാസ് കൊളീഷൻ്റെ പ്രത്യേകത എന്താ? ഇത് എം, ഇതിൻ്റെ വെലോസിറ്റി വി. ഇവിടെ ഇത് റസ്റ്റിലാണ്. അപ്പോൾ ഇത് വന്ന് കൊളൈഡ് ചെയ്തു, കൊളീഷൻ. അക്കോർഡിംഗ് ടു ലോ ഓഫ് ബാലർമ കൊളീഷൻ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. എന്നിട്ട് എന്താണെന്ന് പറയുക, ഈ സെക്കൻഡ് ബോൾ ഇവിടെ റെസ്റ്റിലാകും, ഫസ്റ്റ് ബോൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും വിത്ത് വെലോസിറ്റി പി. എന്ന് വെച്ചാൽ വെലോസിറ്റികൾ ഇൻ്റർചേഞ്ച് ചെയ്യപ്പെട്ടു എന്ന്. അപ്പോൾ ഈ റെസ്റ്റിലുള്ള ആൾക്ക് 2 കിട്ടും, 2ൽ വന്ന് ഇടിച്ച ആൾ റെസ്റ്റിലാവുകയും ചെയ്യും. സോ അവിടെ ഇടി കിട്ടിയ ആൾക്കുള്ള വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്. സിമ്പിൾ അല്ലേ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലടാ? സിമ്പിൾ അല്ലേ മക്കളെ? ഇതൊന്ന് സോൾവ് ചെയ്യും. ജെയ് മെയിൻ 2020 ചോദിച്ച ചോദ്യമാണ്. എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം സ്ലൈഡ് ഡൗൺ ഇൻ എ frictionless track starting from rest at a point A 2 meter high. After reaching C, the particle continued to move freely as shown in project as shown. When the reaching at the highest point P 1 meter high, the kinetic energy of the particle in joule. Okay, ഈ ഫിഗർ മെഷർ ചെയ്യാൻ പാടില്ല എന്ന് ക്വസ്റ്റിൽ വ്യക്തമായി പറയുന്നുണ്ട്. ചില കുട്ടികൾ പറയും, സാർ ആ ഫിഗർ പ്രകാരം ഇത് 2 ആണെങ്കിൽ പിന്നെ ഇതെങ്ങനെ 1 ആവുക എന്നൊക്കെ ചോദിക്കും ചില കുട്ടികൾ. ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട്, പക്ഷേങ്കിൽ ക്വസ്റ്റിൽ അത് 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഹൈ 1 മീറ്റർ എന്നിട്ട് ഓല് പറയുകയും ചെയ്തു ഈ ഫിഗർ എന്ത് ചെയ്യരുത്, നോട്ട് ടു സ്കെയിൽ, അത് അളന്നിട്ട് വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നാണ് ഓല പറഞ്ഞതിൻ്റെ അർത്ഥം. നോക്ക്, ഈ സ്ഥലം റെഫറൻസ് ലൈനായിട്ട് എടുക്കുക. അവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഈ സ്ഥലത്തുള്ള പൊട്ടൻഷ്യൽ എനർജി mgh. നോക്കുക, ഇത് 0 ആക്കി എടുത്തു കഴിഞ്ഞാൽ h ഹൈറ്റ് ഉയരത്തിലുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി mgh. ഒരു സൈഡ് 0 ആക്കിയാൽ അവിടുന്ന് h ഹൈറ്റ് മുകളിലുള്ള സ്ഥലത്തുള്ള പൊട്ടൻഷ്യൽ എനർജി mgh. അപ്പോൾ ആ ബോള് എ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി mgh. മാസ് എത്രടാ? ആ ബോളിൻ്റെ മാസ് എത്ര? 1 കിലോഗ്രാം ആണ്. ഇത് 1 മീറ്റർ ആണ്, ഇത് മൊത്തം 2 മീറ്റർ ആണ്. അപ്പോൾ ഇതും 1 മീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരും, അതെങ്ങനെ 1 മീറ്റർ ആവാന്ന്. അതിനാണ് ഓല് പറയുന്നത് ആ ഡയഗ്രാം പോയി മെഷർ ചെയ്തിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. സോ ഇത് 1 മീറ്റർ ആണ്. അപ്പോൾ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്? 1 മീറ്റർ. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി വരിക 1 ഇൻറ്റു G10 ഇൻറ്റു 1. സോ 10 ജൂളാണ് വരിക. ശരിയല്ലേ? ഇത് താഴെ എത്തുമ്പോൾ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിൽ എത്തുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. മുകളിൽ ഇത് റെസ്റ്റിലാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴുള്ള ഇതിൻ്റെ ഫൈനൽ കൈനറ്റിക് എനർജി 10 ജൂൾ തന്നെയായിരിക്കും. എത്ര പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ചെയ്തോ അത്രയും പൊട്ടൻഷ്യൽ എനർജി, അത്രയും കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. ശരിയല്ലടാ? 10 ജൂൾ. ശരിയല്ലേ മക്കളെ? അടുത്ത നോക്ക്, സ്പ്രിങ്ങിൻ്റെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി തമ്മിലുള്ള മാറ്റം നോക്ക്. എ ബ്ലോക്ക് ഓഫ് മാസ് m with a velocity v0 on a smooth horizontal surface hit a spring of spring constant k as shown in figure. The maximum compression of the spring. നോക്ക്, ഇത് സ്പ്രിങ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സാധനം അടുത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ കൈനറ്റിക് എനർജി 12 mv0 ആണ്. അങ്ങനെ സ്പ്രിങ്ങിൻ്റെ മുകളിൽ ഇടിക്കുമ്പോൾ സ്പ്രിങ് കംപ്രസ്ഡ് ആവും. പരമാവധി സ്പ്രിങ്ങിനെ കംപ്രസ്ഡ് ആക്കുക. പരമാവധി സ്പ്രിങ്ങിനെ കംപ്രസ്ഡ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം ഇങ്ങനെ വന്നിട്ട് ഇടിച്ചിട്ട് ഇങ്ങനെ പരമാവധി കംപ്രസ് ആക്കി പരമാവധി കംപ്രസ് ആക്കുക എന്ന് പറഞ്ഞാൽ ഫർദർ ഇനി കംപ്രസ് ചെയ്യില്ല. ഫർദർ കംപ്രസ് ചെയ്യില്ല പറഞ്ഞാൽ ബ്ലോക്ക് റെസ്റ്റിലെത്തി. ബ്ലോക്ക് റെസ്റ്റിലെത്തിയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ബ്ലോക്ക് റെസ്റ്റിൽ വരെ എത്തി. ബ്ലോക്ക് റെസ്റ്റിലെത്തുമ്പോൾ ബ്ലോക്കിൻ്റെ കൈനറ്റിക് എനർജി എത്രയാവും? 0 ആവും. ആ കൈനറ്റിക് എനർജി മുഴുവനായിട്ട് എന്തിന് യൂസ് ചെയ്തു? സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. സോ ബ്ലോക്കിൻ്റെ കൈനറ്റിക് എനർജി ആയ 12 mv0² സ്പ്രിങ്ങിൻ്റെ കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. 12 kx². m ഡിവൈഡഡ് ബൈ k into v0² is equal to x². റൂട്ട് എടുക്ക്. റൂട്ട് ഓഫ് m ഡിവൈഡഡ് ബൈ k. v0ക്ക് v0² റൂട്ട് എടുത്താൽ അത് v0 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു x. സോ ആൻസർ ഇസ് m ഡിവൈഡഡ് ബൈ k v0. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയടാ? ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എ massless spring of spring constant k extend y. അപ്പോൾ നോക്ക്, ഇതൊരു സ്പ്രിങ് ആണ്. ഇതാണ് ഇതിൻ്റെ റിലാക്സ്ഡ് സ്റ്റേറ്റ്. ഇവിടെ നിന്ന് y ഡിസ്റ്റൻസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ളത്.
ഇനി ക്വസ്റ്റിൽ പറഞ്ഞ എന്താ അറിയടാ, ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഇ. ഇപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എനർജി ഇ ആണ്. നൗ ദ സ്ട്രെച്ച് ഫ്രം വൈ ടു 2y. അപ്പോൾ വൈയിൽ നിന്നും 2yയിലേക്ക് സ്ട്രെച്ച് ചെയ്തു. ഫ്രം വൈ ടു 2y എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും സ്ട്രെച്ച് ചെയ്തു. അങ്ങനെ എവിടെ ഫ്രം ദ ഇനീഷ്യൽ പൊസിഷൻ 2y ഡിസ്റ്റൻസ് ആയി. അപ്പോൾ നോക്ക്, ഇത് y എന്ന് പറയുന്ന എക്സ്റ്റൻഷനിൽ നിന്നും 2y എന്ന് പറയുന്ന എക്സ്റ്റൻഷനിലേക്ക് സ്ട്രെച്ച് ചെയ്തു. ബൈ 2y അല്ല, ബൈ 2y എന്ന് പറഞ്ഞാൽ ആ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 2yയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാന്നാണ് അർത്ഥം. ഓൾറെഡി എക്സ്റ്റെൻഡ് ചെയ്ത സ്ഥലത്തു നിന്നും y എക്സ്റ്റൻഷനിൽ നിന്നും ഫ്രം y എക്സ്റ്റൻഷൻ ടു 2y എന്ന് പറഞ്ഞാൽ 2yയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ 2yയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ 2yയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ദ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇപ്പോൾ ഉള്ള ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി E1 ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി E2 ആണെങ്കിൽ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ E2 മൈനസ് E1. ഇത് പ്രോബ്ലം നമ്പർ വാല്യൂ തന്നിട്ടും എക്സാമിന് ചോദിക്കാറുണ്ട്. E2 എന്ന് പറയുമ്പോൾ ഹാഫ് കെ എക്സ്റ്റൻഷൻ എത്ര വരിക 2y² ദാറ്റ് ഈസ് 4y² മൈനസ് ഹാഫ് കെ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി y². സോ ചേഞ്ച് ഈസ് ഈക്വൽ ടു 4y² മൈനസ് y², 3y². സോ 3 ഇൻറ്റു ഹാഫ് കെ y². സോ E1 ആണ് എന്ത് 3 ഹാഫ് കെ y². ഇത് ഇനീഷ്യൽ എനർജിയാണ്. അപ്പോൾ ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്നത് 3 ടൈംസ് ഓഫ് ഇനീഷ്യൽ എനർജി. ദാറ്റ് ഇസ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദ ഫേമസ് വർക്ക് ഡൺ പുള്ളിങ് എ ചെയിൻ പ്രോബ്ലം. ഇത് നമ്മൾ ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നിങ്ങൾക്ക് അത്രയും ഫെമിലിയർ ആയ സാധനം. ഇതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇത് ഒരു ഇതായി മീൻസ് ഒരു ഷോർട്ടായിട്ട് ആദിൽ സാർ ചെയ്തിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. വർക്ക് ഡൺ പുള്ളിങ് ദ ഹാങ്ഡ് പോർഷൻ ഫ്രം ദ ടേബിൾ ഈസ് mgl ഡിവൈഡ് ബൈ 2n². ആ n എന്ന് പറയുന്നത് എത്രയാണോ ടോട്ടൽ ലെങ്ത് ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് എന്താ വെച്ചാൽ എത്ര പോർഷനാണ് തൂങ്ങി കിടക്കുന്നത്. ഇപ്പോൾ l/n ആണ് തൂങ്ങി കിടക്കുന്നതെങ്കിൽ ഇപ്പോൾ l/2 തൂങ്ങി കിടക്കാം, l/3 തൂങ്ങി കിടക്കാം, l/4 തൂങ്ങി കിടക്കാം. അപ്പോൾ എത്ര പോർഷൻ, എത്ര ഫ്രാക്ഷനാണ് തൂങ്ങി കിടക്കുന്നത്, അതാണ് n. റെഡി? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? mgl ഡിവൈഡഡ് ബൈ 2n². mgl ഡിവൈഡ് ബൈ 2n². ശ്രുതി മാം വീണ്ടും വീണ്ടും വന്ന് തുറന്നു നോക്കുന്നുണ്ട്. യെസ്, ഹായ് ശ്രുതി മാം. ഇപ്പോൾ കഴിയും. എന്തൊരു ആവേശമാണ് മിസ്സിന് ക്ലാസ് എടുക്കാൻ. ഇപ്പോൾ വന്ന് തുറന്നു നോക്കിയിട്ട് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ 2ാം നില പോയിട്ടുണ്ട് വീണ്ടും ലിപ്സ്റ്റിക് ഇടാൻ. നോക്ക്, സർക്കുലാർ മോഷൻ. ഇവിടെ നിങ്ങൾ കാര്യമായിട്ട് പഠിക്കേണ്ട പോയിന്റ് ഒന്ന് ടെൻഷൻ്റെ ഇക്വേഷനാണ്. ടെൻഷൻ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ എത്തുന്ന സമയത്തുള്ള ടെൻഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ തീറ്റ ആംഗിൾ ഇൻക്ലൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് വിചാരിച്ചോ. തീറ്റ ആംഗിൾ ഇൻക്ലൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ ഇതിൻ്റെ വെയ്റ്റിൻ്റെ ഒരു കോമ്പണൻറ്റ് നേരെ പുറത്തേക്ക് വരും. ദാറ്റ് ഇസ് mg cos തീറ്റ. അകത്തേക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് mv²/r സെൻറ്ററിലേക്കാണ്. ഇതാ ഇങ്ങോട്ടേക്കാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉള്ളത്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു സെൻറ്ററിലേക്കുള്ള ഫോഴ്സ് മൈനസ് പുറത്തേക്കുള്ള ഫോഴ്സ് mg cos തീറ്റ. ഇത് രണ്ടും ഡിഫറൻസ് എടുത്താൽ കൂടുതൽ സെൻറ്ററിലേക്കാണ് കൂടുതൽ ഫോഴ്സ് ഉണ്ടാവുക, ടെൻഷനാണ് കൂടുതൽ ഉണ്ടാവുക. കാരണം ഇത് കറങ്ങണമെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം, അപ്പോൾ ടെൻഷനായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ mv²/r ഇസ് ഈക്വൽ ടു ടെൻഷൻ മൈനസ് mg cos തീറ്റ. അപ്പോൾ mg cos തീറ്റ എടുത്ത് പുറത്തേക്ക് ഇട്ടാൽ mv²/r പ്ലസ് mg cos തീറ്റ ഇസ് ഈക്വൽ ടു ടെൻഷൻ. ഇതാണ് ടെൻഷൻ ഇക്വേഷൻ. പിന്നെ ഒരു വെർട്ടിക്കൽ സർക്കുലാർ മോഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കണമെങ്കിൽ മിനിമം വെലോസിറ്റി അറ്റ് ലോവസ്റ്റ് പോയിന്റ്. ഇത് അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കണം. ലോവസ്റ്റ് പോയിന്റിലെ മിനിമം വേണ്ട വെലോസിറ്റി, ഫുൾ സർക്കിൾ ആവണമെങ്കിൽ ലോവസ്റ്റ് പോയിന്റിൽ മിനിമം വെലോസിറ്റി റൂട്ട് 5gr, ഹൊറിസോണ്ടൽ പൊസിഷനിൽ റൂട്ട് 3gr. മിനിമം വെലോസിറ്റിൻ്റെ കേസാണ് പറയുന്നത്. താഴെ റൂട്ട് 5gr കൊടുത്താലേ ഇത് ഫുള്ള് കറങ്ങുള്ളൂ. ഇല്ലെങ്കിൽ അതിനേക്കാൾ കുറവാണ് എന്താ സംഭവിക്കുക വെച്ചാൽ റൂട്ട് 5gr ഇവിടം വരെ പോയിട്ട് തിരിച്ച് താഴേക്ക് തന്നെ വരും. ഫുൾ കറങ്ങണമെങ്കിൽ മിനിമം താഴെ റൂട്ട് 5gr വേണം. താഴെ റൂട്ട് 5gr കൊടുത്താൽ ഹൊറിസോണ്ടൽ പൊസിഷനിൽ റൂട്ട് 3gr ആയിരിക്കും, വെർട്ടിക്കൽ പൊസിഷനിൽ റൂട്ട് gr ആയിരിക്കും. ഇവിടെയും റൂട്ട് 3gr തന്നെ ആയിരിക്കും. ലോവസ്റ്റ് പോയിന്റിൽ ടെൻഷൻ വരിക 6 mg ആണ്. ഇവിടെ വരിക 3 mg. ഇവിടെ ടെൻഷൻ വരിക 0, ഇവിടെ വരിക 3 mg. ഓക്കെ, ഏറ്റവും കൂടുതൽ ടെൻഷൻ വരിക ലോവസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. അത് ജനറൽ ഇക്വേഷൻ അല്ലേ? അല്ല, അതെ അതെ, ജനറൽ ഇക്വേഷൻ ആണ് കേട്ടോ. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള, നീറ്റിന് ചോദിച്ചിട്ടുള്ള വെർട്ടിക്കൽ സർക്കുലർ മോഷനിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്ക് സാർ, അത് ജനറൽ ഇക്വേഷൻ അല്ലേ? അതെ അതെ അതെ. ഓൻ്റെ പൊന്നോ, എൻ്റെ ടങ് സ്ലിപ്പ് നോക്കി നടക്കുകയാണ് നിങ്ങൾ. ഹൗൻ്റെ എടാ സമ്മതിച്ചെന്നൊക്കെ. എ പോയിന്റ് മാസ് m ഈസ് മൂവ്ഡ് ഇൻ എ വെർട്ടിക്കൽ സർക്കിൾ ഓഫ് റേഡിയസ് r വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്ട്രിങ്
The velocity of mass is root 7 gr at the lowermost point. The tension of the string at the lowermost point. കറങ്ങുന്ന സമയത്ത് ഇവിടെ ലോവർമോസ്റ്റ് പോയിന്റിലെ ടെൻഷൻ എന്ന് പറയുന്നത് ലോവർമോസ്റ്റ് പോയിന്റിൽ ടെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. ടെൻഷൻ ഇസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കിയില്ലായിരുന്നോ എം വി സ്ക്വയർ ബൈ ആർ പ്ലസ് എം ജി കോസ് തീറ്റ എന്നാണ്. ഇപ്പോൾ ലോവർ മോസ്റ്റ് പോയിന്റിൽ കറങ്ങാൻ തുടങ്ങുന്നതുള്ളൂ. ഇവിടം വരെ എത്തുമ്പോൾ ഇത്രയും ആംഗിൾ കറങ്ങി എന്നർത്ഥം. അപ്പോൾ ലോവർ മോസ്റ്റ് പോയിന്റിൽ കറങ്ങാൻ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ തീറ്റ 0 ആണ്. അപ്പോൾ എം വി സ്ക്വയർ ബൈ ആർ പ്ലസ് എം ജി കോസ് തീറ്റയിൽ തീറ്റ 0 എം ജി വരും. അപ്പോൾ എം വെലോസിറ്റി തന്നത് റൂട്ട് 7 ജി ആർ ആണ്. അത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 7 ജി ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എം ജി. ആറും ക്യാൻസൽ ആവും. അപ്പോൾ 7 എം ജി എന്ന് വരും. 7 എം ജി പ്ലസ് എം ജി ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എം ജി. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ദ മാസ് എം ഇസ് അറ്റാച്ച്ഡ് ടു എ തിൻ വയർ ആൻഡ് വെർട്ടിക്കൽ സർക്കിൾ. ദ വയർ ഇസ് ദ മോസ്റ്റ് ലൈക്ലി ടു വയർ എപ്പോഴാണ് പൊട്ടാൻ സാധ്യതയുള്ളതാണ്. ടെൻഷൻ ഏറ്റവും കൂടുതൽ എപ്പോഴാണോ അപ്പോഴാണ് അത് പൊട്ടാൻ സാധ്യത. ടെൻഷൻ ഏറ്റവും കൂടുതലുള്ളത് ലോവർ മോസ്റ്റ് പോയിന്റിലാണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്ക്. എ ബോഡി ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ആൻഡ് സ്ലൈഡിംഗ് അലോങ് എ ഫ്രിക്ഷൻലെസ് ട്രാക്ക് ഫ്രം എ ഹൈറ്റ് h ആസ് ഷോൺ ഇൻ ഫിഗർ. ജസ്റ്റ് കംപ്ലീറ്റ് എ വെർട്ടിക്കൽ സർക്കിൾ ഓഫ് ഡയമീറ്റർ എ ബി ഈസ് ഈക്വൽ ടു ഡി. അപ്പോൾ നോക്ക്, താഴെ വന്നിട്ട് നേരെ ഇങ്ങനെ വന്നിട്ട് താഴെ വന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. താഴെ വന്ന് കറങ്ങുന്നതിൻ്റെ ഡയമീറ്റർ ഡി ആണ്. അപ്പോൾ കറങ്ങുന്നതിൻ്റെ റേഡിയസ് d/2 ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് 2018 നീറ്റിന് ചോദിച്ചാണ്. വളരെ റെലവൻ്റ് ആയ ചോദ്യമാണ്. വെറുതെ ആൻസർ വിളിച്ചു പറയരുത്, കോൺസെപ്റ്റ് അറിഞ്ഞിട്ട് വേണം പറയാൻ. അപ്പോൾ ഇത് കറങ്ങണമെങ്കിൽ താഴെ മിനിമം ഇതിൻ്റെ വെലോസിറ്റി എത്ര ആയിരിക്കണം? റൂട്ട് 5 ജി ആർ എന്നാണ്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്, ദാറ്റ് ഇസ് d/2. കാരണം ഡയമീറ്റർ ഡി അല്ലേ, അപ്പോൾ റേഡിയസ് d/2 അല്ലേ വരിക. ഇനി താഴെ ഇത്രയും വെലോസിറ്റി കിട്ടുന്നത് എവിടുന്നാ? മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറിയതല്ലേ. അപ്പോൾ മുകളിലുള്ള പൊട്ടൻഷ്യൽ എനർജി mgh ആണ്, താഴെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി ആവുന്നത്. അപ്പോൾ ഈ വെലോസിറ്റി എത്ര ആവണം കറങ്ങണമെങ്കിൽ? റൂട്ട് 5 ജി d/2. അപ്പോൾ mgh ഷുഡ് ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഷുഡ് ബി ഈക്വൽ ടു ഹാഫ് എം. അതിനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് 5 ജി d/2 എന്ന് വരും. അല്ല 5 ജി d/2 എന്ന് വരും. അപ്പോൾ എമ്മും ക്യാൻസൽ ചെയ്തു, ജിയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ h ഇസ് ഈക്വൽ ടു 5d ഡിവൈഡഡ് ബൈ 4. ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ശരിയല്ലടാ അല്ലേ? ഈ ക്വസ്റ്റ്യൻ നോക്ക്. 2016 നീറ്റിന് ചോദിച്ച ചോദ്യമാണ്. വാട്ട് ഇസ് ദ മിനിമം വെലോസിറ്റി വിത്ത് വിച്ച് എ ബോഡി ഓഫ് മാസ് മസ്റ്റ് എൻ്റർ ഇൻ എ വെർട്ടിക്കൽ ലൂപ്പ് ഓഫ് റേഡിയസ് ആർ സോ ദാറ്റ് ഇറ്റ് ക്യാൻ കംപ്ലീറ്റ് 1 ലൂപ്പ് റൂട്ട് 5 ജി ആർ. സോ വെർട്ടിക്കൽ സർക്കുലർ മോഷനിലൊക്കെ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ് റെഗുലറായിട്ട് നീറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും പഠിച്ചിരിക്കണം. ബാക്കി അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്ത് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ക്ലിയർ അല്ലേ? പവറിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം പവറിനേക്കാൾ നിങ്ങൾക്ക് വേണ്ടി വരിക കൊളീഷനാണ്. ബട്ട് നമുക്ക് കൊളീഷൻ വല്ലാതെ ഒന്നും ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ല. കൊളീഷൻ നമുക്ക് പിന്നൊരു ദിവസം ഒരു ടോപ്പിക്കായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഒരു സ്കിൽ ഡിസ്കസ് ചെയ്യാം. GIBക്ക് മുമ്പ് തന്നെ മാരത്തോൺ ലൈവിലോ എവിടെയെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൊളീഷൻ ഞാനിപ്പോൾ തിയറി എടുക്കുന്നില്ല. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ശ്രുതി മാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻറ്റ് പവറിൽ മൂവ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ആൻഡ് വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു t⁻1/2. Displacement is proportional to t⁻3/2. Acceleration is proportional to t⁻1/2. Lowermost point എന്നാണ് പറഞ്ഞതെന്ന്. ഏത് ക്വസ്റ്റ്യൻ എടാ? The minimum velocity with which the body mass must enter in a vertical loop of radius r so that it can complete the loop. What is the minimum velocity with which a body of mass m must enter a vertical loop of radius r so that ഇത് ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മിനിമം വെലോസിറ്റി എത്ര ആയിരിക്കണം? റൂട്ട് 5 ജി ആർ മിനിമം വെലോസിറ്റി. ഓക്കെ, അതായത് മിനിമം വെലോസിറ്റി ഇറ്റ് മസ്റ്റ് എൻ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു വെർട്ടിക്കൽ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഒരു സർക്കിൾ ഉണ്ടാക്കണമെങ്കിൽ ലോവർ മോസ്റ്റ് പോയിന്റിലല്ലേ എൻ്റർ ചെയ്യുക? ഒരു സർക്കിളിൻ്റെ മുകളിൽ കൂടെ എൻ്റർ ചെയ്യാൻ പറ്റുമോ? ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ഓക്കെ, ദെൻ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു -t⁻1/2 എന്നാണല്ലേ? അല്ല, a⁻t⁻1/2 x⁻, നമ്മുടെ മൈൻഡ് മാപ്പിൽ ഉണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ അത്. ഓക്കെ, ഈ 3 റിലേഷൻഷിപ്പ് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. അതൊന്ന് ചെക്ക് ചെയ്യണേ. ഇത് മൈനസ് ആണോ
പ്ലസ് ആണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണേ. ഇത് പ്രൂവ് ചെയ്യാനുള്ള സമയമില്ല, അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ മക്കളെ. ഈ 3 റിലേഷൻഷിപ്പുകൾ നിർബന്ധമായിട്ടും പഠിക്കണം. അതിലിതാ ഈ 3ാമത്തെ റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണേ. ദെൻ കൊളീഷനിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആൻഡ് ദിസ് വിൽ ബി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. 2019 നീറ്റിന് ചോദിച്ച ചോദ്യമാണ്. നോക്ക്. എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം അറ്റ് റെസ്റ്റ്. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. കൊളീഷൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മാരത്തോൺ ലൈവിലോ GIBക്ക് മുമ്പായിട്ട് എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാം. ഡോണ്ട് വറി. സഡൻലി ബ്രേക്സ് ഓൺ ഇറ്റ്സ്. ഓക്കെ, ഇവിടെ മൈനസ് ആണ് കേട്ടോ. a raised to acceleration is proportional to t raised to minus 1/2. ഓക്കെ സാർ. സുമയ്യ പോയി കിടന്നുറങ്ങടോ. ഫാസ്റ്റ് ട്രാക്ക് ന്യൂ ബാച്ച് ഒന്നും ഇപ്പോൾ ചോദിക്കല്ലോ മക്കളെ, അതിനെക്കുറിച്ച് പറയാനുള്ള നേരമില്ല. ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നോക്കടാ. കൊളീഷൻ. എ പാർട്ടിക്കിൾ ഓഫ് മാസ് 5m അറ്റ് റെസ്റ്റ് സഡൻലി ബ്രേക്സ് ഓൺ ഇറ്റ്സ് ഓൺ ഇൻടു 3 ഫ്രാഗ്മെൻറ്റ്. അതായത് സ്വന്തം പൊട്ടിത്തെറിച്ചു 3 കഷ്ണമായിട്ട്. ഇതിങ്ങനെയുള്ളൊരു മാസ്, അതിൻ്റെ ടോട്ടൽ മാസ് 5m ആണ്. അത് പൊട്ടിത്തെറിച്ചു. AD വന്നു. അത് ADനെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ എന്താ പറയണത് നോക്കാൻ വേണ്ടിയിട്ട്. ഉപദ്രവം എന്താ പറയുക അതിനൊക്കെ. പക്ഷെ ഒരു ഉപകാരം ചെയ്തിട്ടോ, നല്ല മനസ്സുള്ളവനാ. എ പാർട്ടിക്കിൾ ഓഫ് മാസ് 5m. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. സഡൻലി two fragments of mass m move along mutually perpendicular direction. അപ്പോൾ ഇത് പൊട്ടിത്തെറിച്ചിട്ട് 3 കഷ്ണങ്ങളായിട്ട് മാറി. 3 കഷ്ണങ്ങളായിട്ട് മാറിയതിൽ 2 കഷ്ണം പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ശ്രുതി മാം 2 മിനിറ്റ് 8:26 ആയിട്ടുള്ളൂ. 4 മിനിറ്റ് സമയം ഇനിയുണ്ട്. 4 മിനിറ്റ്. ഓക്കെ. 2 പീസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്തു. അതിൻ്റെ മാസ് m ആണ്. വെലോസിറ്റി h ഓഫ് മാസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ വിത്ത് വെലോസിറ്റി v. അപ്പോൾ ഇതിൻ്റെ മാസ് m, ഇതിൻ്റെ വെലോസിറ്റി v, ഇതിൻ്റെ മാസ് m, ഇതിൻ്റെ വെലോസിറ്റി v. അപ്പോൾ 3ാമത്തെ പാർട്ടിക്കിളുടെ മാസ് ഡെഫിനറ്റ്ലി 3m ആയിരിക്കും. കാരണം ടോട്ടൽ മാസ് 5m ആണല്ലോ. അത് ഇങ്ങോട്ടേക്കായിരിക്കും മൂവ് ചെയ്യുക. ബിക്കോസ് ഫൈനൽ മൊമെൻറ്റം 0 ആവണമെങ്കിൽ ഇനീഷ്യൽ മൊമെൻറ്റം 0 ആണല്ലോ. മൊമെൻറ്റം ഇനീഷ്യൽ 0 ആണല്ലോ. അപ്പോൾ ഫൈനൽ മൊമെൻറ്റവും 0 ആവണം. P ഫൈനൽ 0 ആവണമെങ്കിൽ ഈ 2 മൊമെൻറ്റത്തിൻ്റെ സമ്മിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം ഇത് മൂവ് ചെയ്യുന്നത്. സോ എനിവേ ഞാനത് എഴുതി കാണിച്ചു തരാം. ഇനീഷ്യൽ മൊമെൻറ്റം 0, ഫൈനൽ മൊമെൻറ്റം ഇതിൻ്റെ വെക്ടർ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് √2mv എന്ന് കിട്ടും. പ്ലസ് ഈ 3mൻ്റെ വെലോസിറ്റി v ഡാഷ്. അപ്പോൾ ഇതെടുത്ത് ഇങ്ങോട്ടേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരിക. അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് √2mv ഈസ് ഈക്വൽ ടു 3mv ഡാഷ്. അപ്പോൾ m ക്യാൻസൽ ആവും. അപ്പോൾ v ഡാഷ് ഇസ് ഈക്വൽ ടു √2v ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ 3 പാർട്ടിക്കിളിന് കൈനറ്റിക് എനർജി ഉണ്ട്. 3 പാർട്ടിക്കിളുടെ കൈനറ്റിക് എനർജി ആഡ് ചെയ്യുക. ഒരു പാർട്ടിക്കിളുടെ കൈനറ്റിക് എനർജി 12mv². ഇതിൻ്റെ കൈനറ്റിക് എനർജി 12mv² പ്ലസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പോയ രണ്ടാമത്തെ ആളുടെ കൈനറ്റിക് എനർജിയും 12mv². ആൻഡ് ദ ലാസ്റ്റ് പാർട്ടിക്കിൾ മാസ് 3m ആണ്. വെലോസിറ്റി നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രകാരം വെലോസിറ്റി കിട്ടിയത് √2v ഡിവൈഡ് ബൈ 3 ആണ്. അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്താൽ 2v² ഡിവൈഡഡ് ബൈ 9 എന്ന് വരും. 2v² ഡിവൈഡ് ബൈ 9. അപ്പോൾ ഇതും കട്ട് ചെയ്താൽ 3 വരും. അപ്പോൾ 12mv² ആഡ് ചെയ്താൽ mv² പ്ലസ് 2mv² ഡിവൈഡഡ് ബൈ 3. ഇവിടെ 3/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5mv² ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. 4 ആണോ? ഇത് കട്ടാവൂലേ? ഒരു മിനിറ്റ്. 3 കട്ടായി. അവിടെ 2 അല്ലേ വരുന്നത്. അപ്പോൾ ഇതും mv². ഇത് പ്ലസ് ഇവിടെ ഒരു 2 ഇല്ലടാ. √2. അപ്പോൾ ഇവിടെ ഒരു 2mv² ഡിവൈഡഡ് ബൈ ഇവിടെ 3യും അത് കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ താഴത്ത് 3 വരും. അപ്പോൾ ഇവിടെ 3/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3mv²ഉം 2mv²ഉം 5mv² ബൈ 3 അല്ലേ? ബി അല്ലേ വരിക? ഇവിടെ ഞാൻ ഹാഫ് ഇട്ടിട്ടില്ലല്ലേ? ഓക്കെ. അപ്പോൾ സുധി മാം ഇങ്ങനെ വെറുപ്പിച്ചിട്ടാ 12mv². അപ്പോൾ 3mv² ഡിവൈഡഡ് ബൈ 9. അപ്പോൾ ഇത് കട്ടാവും. ഇവിടെ ഈ 2ഉം കട്ടാവും. അപ്പോൾ mv²ഉം 3mv²ഉം ഇവിടെ ഒരു 3 വരും. 3mv²ഉം 4mv² ഡിവൈഡഡ് ബൈ 3. ഓപ്ഷൻ ഡി വിൽ ബി ദ
Right answer. So that is the ഇട്ടിട്ടില്ല. ഓക്കെ ടു ക്യാൻസൽ. ഓക്കെ, ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ ഡിസ്കഷൻ. കൊളീഷൻ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ശരി, ഇത്രയും നേരം ഇവിടെ വന്ന് നോക്കിയിട്ട് സുധി മാം പോയോ? സോ ഡിസ്കഷൻ ഈസ് ഓവർ. നെക്സ്റ്റ് ബോട്ടണി സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. മാം വരുന്നുണ്ട്. ഹേ ശ്രുതി മാം. സുധി മാം ഇപ്പോൾ വന്നില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യൂട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരാം. ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്തോ. എ ഷെൽ ഓഫ് മാസ് ms മൂവിങ് വിത്ത് എ വെലോസിറ്റി v breaks suddenly into two pieces. First, the part having m/3 is stationary. The velocity of the other part will be. ഇതൊരു ഹോംവർക്ക് ആയിട്ട് ചെയ്തോ. ഒരു സാധനം ഉണ്ടായിരുന്നു, അതിൻ്റെ മാസ് m ആണ്. The part having mass m/3 അത് രണ്ടായിട്ട് പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ മാസ് m/3. അപ്പോൾ രണ്ടാമത്തെ കഷ്ണത്തിൻ്റെ മാസ് 2m/3. അപ്പോൾ m/3 റെസ്റ്റിൽ 2m/3 മൂവ് ചെയ്തു. m/3 റിമൈൻ സ്റ്റേഷനറി. ദ വെലോസിറ്റി ഓഫ് അതർ പാർട്ടീസ്. ഇനീഷ്യൽ മൊമെൻറ്റം 0, ഫൈനൽ മൊമെൻറ്റം m/3 സ്റ്റേഷനറി ഇല്ലേ, അതിൻ്റെ മൊമെൻറ്റം 0 പ്ലസ് മറ്റേതിൻ്റെ മൊമെൻറ്റം 2m ഡിവൈഡഡ് ബൈ 3. ഇനീഷ്യലി ഇത് മൂവ് ചെയ്യുന്നുണ്ടല്ലേ. ഷെൽ ഓഫ് മാസ് ms മൂവിങ് വിത്ത് വെലോസിറ്റി v. അപ്പോൾ mv ഈസ് ഈക്വൽ ടു ഒരാൾ റെസ്റ്റിൽ, അപ്പോൾ m/3 മാസുള്ള ആൾ റെസ്റ്റിൽ, മറ്റേ ആളുടെ മാസ് 2m ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു v ഡാഷ്. അപ്പോൾ m ക്യാൻസലായി. 3m ഡിവൈഡഡ് ബൈ 2, 3v ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ആൻസർ ഇസ് ഓപ്ഷൻ 3/2v. ഓപ്ഷൻ 4. സുധി മാം എവിടെയാണ്? ആർക്കറിയാം? പിന്നെ ലിപ്സ്റ്റിക് ഇടാൻ പോയി തോന്നുന്നു. ഓക്കെ, സോ എടുത്ത ടോപ്പിക്കൊക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ട് പഠിക്കുക. സോ സുധി മാം ആ ഗയാ. സോ ബൈ. സുധി ഹസൻ വരുന്നുണ്ട്. ഇറ്റ്സ് മീ ജാബിർ കോലി. ബൈ 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 ബൈ. ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ഗുഡ് ഈവനിങ്. മാം ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞില്ലേ? ധീര വാരിയർ ഇട്ട് കഴിഞ്ഞടാ, വേണമെങ്കിൽ ഇനി ഇടും. നീ എന്ത് ചെയ്യും? ഹായ് ഹായ് ഹായ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആൻഡ് വെൽക്കം. ഹായ് മേഘ, ഹലോ അർച്ചന, ഹായ് അമീന. യെസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഈ ക്വിക്ക് റിവിഷൻ സെഷനിലേക്ക് സ്വാഗതം. യു ആർ ഓൾ ബോൺ ടു ബി മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, യു ആർ ഓൾ ബോൺ ടു ബി ഡോക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാനൊരു കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ JB സാർ, അതായത് നിങ്ങളുടെ ജാബിർ കോഹ്ലി സാർ നമ്മുടെ കുറേ സമയം എടുത്തിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, പാവല്ലേ, അതുകൊണ്ട് നമുക്ക് ക്ഷമിച്ചേക്കാം അല്ലേ. യെസ്,
ഓക്കെ മക്കളെ ഞാൻ ചുമ്മാ പറഞ്ഞോ മിസ് രാവിലെ ഞാൻ ചുമ്മാ പറഞ്ഞോ ഇത് രാവിലെ ഇട്ട കോസ്റ്റ്യൂമാ ഞാൻ ചുമ്മാ പറഞ്ഞോ. ഓക്കെ ബൈ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും ശരിയാവില്ല. ഇത് കഴിഞ്ഞ് നമുക്ക് കാണണം. ഓക്കെ JB സാർ പോവരുത്, നമ്മൾ തമ്മിൽ കാണാനുണ്ട്. ഓക്കെ ബൈ. ഹായ് ഹലോ 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 ഹലോ. ഓക്കെ അതന്നെ JB സാർ തളർത്തിയൊന്നുമില്ലടാ, അത് സ്ഥിരമല്ലേ. നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമ്മളതൊന്നും കേൾക്കരുത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ യെസ് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ആരും പോവരുത്, നമുക്കിത് പെട്ടെന്ന് റിവൈസ് ചെയ്ത് തീർക്കണം. ഓക്കെ നമ്മൾ ഈസി ചാപ്റ്റർ ആണ്, ഫുൾ ചാപ്റ്റർ നമുക്ക് പറയാനുള്ള സമയമില്ല. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാം പറയും. പിന്നെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം 8:35 ആയി, 9 o'clock ആകുമ്പോഴേക്കും നമ്മൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നിർത്താം. ഓക്കെ 9 മണി വരെ മക്കൾ എല്ലാവരും ഇരിക്കില്ലേ? താങ്ക് യു സഫ. പറഞ്ഞേ പെട്ടെന്ന് പറഞ്ഞേ. യെസ് 9 മണി വരെ എല്ലാവരും ഇരിക്കില്ലേ? 9 മണി വരെ ഇരുന്നാൽ മതി. ഓക്കെ ഫിസിക്സ് മാത്രം പോരാ. നീറ്റിൽ ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ് ആണ് ബയോളജി പഠിക്കണം മക്കളെ, NCERT പഠിക്കണം മക്കളെ, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ, റാങ്ക് കിട്ടുള്ളൂ. ഡോക്ടർ ആവണ്ടേ എല്ലാവർക്കും? യെസ് ഡോക്ടർ ആവണ്ടേ എല്ലാവർക്കും? റാങ്ക് മേടിക്കണ്ടേ? ഓക്കെ സെറ്റ് അല്ലേ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്? വെരി ഗുഡ്. അപ്പം ഇന്ന് വേൾഡ് ഹാർട്ട് ഡേയും കൂടിയാണ്. അപ്പം എല്ലാ ഫ്യൂച്ചർ കാർഡിയോളജിസ്റ്റിനും അല്ലാത്തവർക്കും വേൾഡ് ഹാർട്ട് ഡേ വിഷസും കൂടെ കേട്ടോ. ഹാർട്ട് ഡേ വിഷസ്. ഓക്കെ അപ്പോൾ ചാപ്റ്റർ വെയിറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ചാപ്റ്റർ വെയിറ്റേജ് അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 3 ക്വസ്റ്റ്യൻ ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുള്ളത്. ഓക്കെ അപ്പം 3 ക്വസ്റ്റ്യൻ ചിലപ്പം സെൽ സൈക്കിളും, അതായത് സെൽ സൈറ്റോളജി എന്നല്ലേ നമ്മൾ പറയാം, അതായത് സെൽ യൂണിറ്റ് ഓഫ് ലൈഫും സെൽ സൈക്കിളും സെൽ ഡിവിഷനും എല്ലാം കൂടിയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ അപ്പം ഈ മൊത്തം ഭാഗത്തു നിന്ന് ഒരു 4-5 ക്വസ്റ്റ്യനും ചിലപ്പോൾ ഒരു 6 ക്വസ്റ്റ്യനൊക്കെ വരാറുണ്ട്. അപ്പം ഞാൻ അപ്രോക്സിമേറ്റ്ലി ഒരു 3 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് നീറ്റിൽ വരിക. നമ്മുടെ GIBക്കും അതേ പാറ്റേണിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. റിപ്പീറ്റഡ്ലി ആസ്ക് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൽ തിയറി, സെൽ എൻവെലോപ്പ്, ഫങ്ഷൻസ് ഓഫ് ഓർഗനൽസ്, പിന്നെ എന്താണ് ന്യൂക്ലിയസ്, അതുപോലെ സെൻട്രോസോം, സെൻട്രോമിയർ, ഓക്കെ സെൻട്രോമിയർ അല്ല സെൻട്രിയോളിൻ്റെ സ്ട്രക്ചർ, അതിനെക്കുറിച്ചൊക്കെ കുറേ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ താങ്ക് യു മോസി, താങ്ക് യു. അപ്പോൾ കുറച്ച് ടോപ്പിക്സ് ഇതാണ്. പിന്നെ നമുക്കറിയാം ഈ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ വാട്ട് ഇസ് എ സെൽ എന്ന് ചോദിച്ചിട്ടാണ്. എന്താണ് സെൽ മക്കൾക്ക് എല്ലാവരും അറിയില്ലേ? വേഗം പറഞ്ഞേ, ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. വാട്ട് ഇസ് എ സെൽ? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലേ? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് നമുക്കറിയാം. അപ്പോൾ ലിവിങ് ഓർഗാനിസംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ സെല്ല് കൊണ്ടാണ് അവരുണ്ടായിരിക്കുന്നതെങ്കിൽ, ഒരൊറ്റ സെല്ല് കൊണ്ടാണ് ഈ ലിവിങ് ഓർഗാനിസംസ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ നമ്മൾ അവരെ യൂണി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയും അല്ലേ? യൂണി സെല്ലുലർ, ഒരൊറ്റ സെല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ബാക്ടീരിയ പോലെയുള്ള ഓർഗാനിസംസ് ഇസ്ന്റ് ഇറ്റ്? യെസ്. അതുപോലെ മെനി സെൽസ് കൊണ്ടാണ് ഒരു ഓർഗാനിസം ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ, മെനി സെല്ല് കൊണ്ടാണ് ഒരു ഓർഗാനിസം ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയും. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയും, ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പം എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും സെല്ലുണ്ട്, ഒരൊറ്റ സെല്ല് കൊണ്ടുള്ള ഓർഗാനിസം ഉണ്ട്, അവരാണ് നമ്മുടെ ബാക്ടീരിയനെ പോലെയുള്ള യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. അതല്ല കുറേ സെല്ലുകൾ കൊണ്ടുള്ളവരും ഉണ്ട്. ഡിസ്കവറി ഓഫ് ദി സെല്ല് നമ്മൾ പഠിക്കുന്നത് 3 കാര്യങ്ങളാണ് മെയിനായിട്ട്. അതായത് 2 ഹുക്കിനെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഒരു ബ്രൗണിനെയും പഠിക്കുന്നുണ്ട്. 2 ഹുക്കിനെയും ഒരു ബ്രൗണിനെയും പഠിക്കുന്നുണ്ട് ഇസ്ന്റ് ഇറ്റ്? യെസ്. ഓക്കെ അപ്പോൾ റോബർട്ട് ഹൂക്ക് ആണ് ഫസ്റ്റ് കോർക്ക് സെൽസിൽ നമ്മളുടെ പീസ് ഓഫ് ബാർക്കിൽ നമ്മളുടെ സെൽസിനെ ഒബ്സർവ് ചെയ്തല്ലേ? കറക്റ്റ്. അപ്പോൾ പുള്ളി അതിനെ സെല്ലുലേ എന്ന് പറഞ്ഞു. ഡെഡ് സെൽസിനെ, അതായത് ബാർക്ക് ഓഫ് ദ ട്രീയിൽ കോർക്ക് സെൽസിനെ ഒബ്സർവ് ചെയ്തത് റോബർട്ട് ഹൂക്കാണ്. കറക്റ്റ്. അപ്പോൾ ഫസ്റ്റ് സെല്ലിനെ ഒബ്സർവ് ചെയ്തത് റോബർട്ട് ഹൂക്കാണ്. പക്ഷേ റോബർട്ട് ഹൂക്ക് നമുക്കറിയാം ട്രീൻ്റെ ബാർക്കിൽ എന്താ ഉള്ളത്? ഒന്ന് അനാട്ടമിയുടെ കുറച്ച് നമ്മുടെ അനാട്ടമിയുടെ എക്സ്പെർട്ടീസും കൂടെ ഇങ്ങോട്ട് വരട്ടെ. പറഞ്ഞേ, ട്രീയുടെ ബാർക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ലിവിങ് ആണോ ഡെഡ് ആണോ? ഏത് ടൈപ്പ് ടിഷ്യൂസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സ്ലെറൻ ഖൈമാറ്റസ് അല്ലേ? ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഡെഡ് സെൽസ് ആണ് ആള് കണ്ടത്. സോ ഫസ്റ്റായിട്ട് ലിവിങ് സെല്ലിനെ ഒബ്സർവ് ചെയ്തത് നമ്മുടെ ആന്റണി വാൻ ലിവൻ ഹൂക്കാണ് ലിവിങ് സെല്ലിനെ ഒബ്സർവ് ചെയ്തത്. യെസ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ?
ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സെല്ലിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പം സെല്ലിന്റെ എല്ലാ സെൽസിലും ഡെൻസ്ലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു റീജിയൻ അവർക്ക് കാണാൻ പറ്റി. അതിനെ പിന്നീട് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. കറക്റ്റ് ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ന്യൂക്ലിയസിനെ ഡിസ്കവർ ചെയ്തത് റോബർട്ട് ബ്രൗൺ ആണ്. കറക്റ്റ്. യെസ്, 2 ഹുക്കും 1 ബ്രൗണും. ഓക്കെ, 2 ഹുക്ക് എന്താണ്? അതുപോലെ 2 റോബർട്ടും ഉണ്ട് അല്ലേ? റോബർട്ട് ഹുക്കും റോബർട്ട് ബ്രൗണും 2 കാര്യങ്ങൾ ഡിസ്കവർ ചെയ്തു. റോബർട്ട് ഹുക്ക് ഡെഡ് സെല്ലിനെ ഒബ്സർവ് ചെയ്ത് ഡിസ്കവർ ചെയ്തു. ലിവിങ് സെല്ലിനെ ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത് ആന്റണി വാൻ ലിവൻ ഹുക്ക് ആണ്. നിങ്ങൾ ലോവർ ഗ്രേഡ്സിൽ നല്ല വൃത്തിയായിട്ട് പഠിച്ചതാണ് അല്ലേ? യെസ്, ന്യൂക്ലിയസിനെ ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് റോബർട്ട് ബ്രൗൺ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പോകുന്നത് സെൽ തിയറിയിലേക്കാണ്. ഈ ചാപ്റ്ററിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് സെൽ തിയറിയാണ്. ഞാൻ എല്ലാ ടോപ്പിക്കും പറയില്ല, ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ കേട്ടോ. യെസ്, സോ സ്ലീഡൻ ആൻഡ് ഷ്വാൻ ആണ് ഫസ്റ്റ് സെൽ തിയറിനെ കുറിച്ച് നമുക്ക് ഐഡിയാസ് തന്നത്. മത്തിയസ് സ്ലീഡൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്തിനാണ് പഠിച്ചത്? പ്ലാന്റ് സെൽസിനെയാണ് പഠിച്ചത് ഇൻ ദ ഇയർ 1838. ഓക്കെ, യെസ്, ആൾ പറഞ്ഞു 1838 പ്ലാന്റ്സിനെ കുറിച്ച് പഠിച്ചിട്ട് നമ്മളോട് പറഞ്ഞു ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. പ്ലാന്റ്സ് എല്ലാം, എല്ലാ പ്ലാന്റിന്റെ മൈക്രോസ്കോപ്പിക് ഇമേജ് നോക്കിയാൽ നമുക്ക് സെൽസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ പിന്നെ അപ്പോൾ നമ്മൾ അതെങ്ങനെ സ്ലീഡൻ പഠിച്ചത് പ്ലാന്റ്സ് ആണ്. മാത്തിയസ് സ്ലീഡൻ പഠിച്ചത് പ്ലാന്റ്സ് ആണെന്ന് നമ്മൾ എങ്ങനെയാ ഓർത്തിരിക്കുക? സ്ലീഡൻ സൗണ്ട്സ് ലൈക്ക് സ്ലീഡൻ, സ്ലൈഡ്, റൈറ്റ്? നമ്മൾ സ്ലൈഡ് ഇൻ ഗ്രാസ് നോർക്കുക. നമ്മൾ ഈ പുല്ലൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന മലയുടെ മുകളിലൊക്കെ കളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലൈഡ് ചെയ്ത് കളിക്കില്ലേ പുല്ലിൽ കൂടി? സ്ലൈഡ് ഇൻ ഗ്രാസ് നോർക്കുക. ഓക്കെ, അപ്പം സൗണ്ട്സ് ലൈക്ക് സ്ലൈഡ്, സ്ലീഡൻ സൗണ്ട്സ് ലൈക്ക് സ്ലൈഡ്, ഇസ്ന്റ് ഇറ്റ്? ഹൂ സ്റ്റഡീഡ് പ്ലാന്റ്സ്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഗ്രാസ് പ്ലാന്റ് അല്ലേ, അങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ, മറക്കരുത്, ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ തിയഡോർ ഷ്വാൻ ഇൻ ദ ഇയർ 1839 സ്റ്റഡീഡ് ബോത്ത് ആനിമൽ ആൻഡ് പ്ലാന്റ് സെൽസ്, ഇസ്ന്റ് ഇറ്റ്? ആദ്യം ആള് പഠിച്ചത് എന്താണ്? ആനിമൽ സെൽസിനെയാണ്. ഓക്കെ, ആദ്യം ആള് പഠിച്ചത് ബ്രിട്ടീഷ് സുവോളജിസ്റ്റ്. വെരി ഗുഡ്, ഇതൊക്കെ മക്കൾ പറയുന്നുണ്ടല്ലോ. എക്സലന്റ്, കുറേ പേര് പറയുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സ്റ്റഡീഡ് ബോത്ത് ആനിമൽ ആൻഡ് പ്ലാന്റ് സെൽസ്. ആദ്യം പക്ഷേ പഠിച്ചത് എന്താണ്? ആനിമൽ സെൽസിനോടാണ്. അപ്പോൾ ആനിമൽ സെൽസിൽ എന്തുണ്ട്? ആനിമൽസിൽ സെൽസ് ഉണ്ടെന്ന് ആൾ പറഞ്ഞു. അതായത് ആനിമൽസിന്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ടിഷ്യൂസ് കൊണ്ട്, സെൽസ് കൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നീട് ആൾ പ്ലാന്റ്സിലും പഠിച്ചു. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഓർത്തിരിക്കാം? ഷ്വാൻ എന്ന് പറയുന്നത് സൗണ്ട്സ് ലൈക്ക് സ്വാൻ. സ്വാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോടാ? ബേർഡാണ്. അരയന്നം ഇല്ലേ, നമ്മുടെ അരയന്നം. സ്വാൻ ഇസ് എ ബേർഡ്, ഇസ്ന്റ് ഇറ്റ്? മെമ്പർ ഓഫ് ആനിമൽ കിങ്ഡം. ഈ ബേർഡിന്റെ പ്രത്യേകത എന്താ? അതിന് അരയന്നത്തിനെ നിങ്ങൾക്കറിയില്ലേ? ഞാനിവിടെ ഒരു അരയന്നത്തിനെ വരയ്ക്കാം. അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും താറാവാണെന്ന്. ഓക്കെ, ബട്ട് ദിസ് ഈസ് എൻ അരയന്നം മാൻ. ഓക്കെ, ഈ അരയന്നത്തിന്റെ പ്രത്യേകത എന്താ? അതിന് വിങ്സ് ഉണ്ട്. സ്വാനിന് വിങ്സ് വെച്ച് പറന്നു പോകാൻ പറ്റില്ലേ? അപ്പൊ തിയഡോർ ഷ്വാൻ ആദ്യം എന്ത് പഠിച്ചു? ആനിമൽസിനെ പഠിച്ചു. പക്ഷെ ആള് ആ വിങ്സ് വെച്ച് സ്വാൻ പറന്നു പോകുന്ന പോലെ ആള് ചാടി യെസ് പറഞ്ഞേ, ആള് പറന്ന് എങ്ങോട്ട് പോയി? പ്ലാന്റ് സെൽസിലും പഠിക്കാൻ പോയി. അപ്പൊ രണ്ടിലും ആള് പഠിച്ചിട്ടുണ്ട്. ഈ മിസ്റ്റേക്ക് വരുത്തത് ഓർത്ത് വെക്കുക കേട്ടോ. യെസ്, തിയഡോർ ഷ്വാൻ ഫസ്റ്റ് ആനിമൽ സെൽസിനെ കുറിച്ച് പഠിച്ചു, പിന്നീട് പ്ലാന്റ് സെൽസിനെ കുറിച്ച് പഠിച്ചു. പിന്നെ വന്നത് നമ്മുടെ റുഡോൾഫ് വിർക്കോയ്ക്ക് ഇവരുടെ രണ്ടുപേരുടെയും ഇത് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ഇവരുടെ ഫൈൻഡിങ്സ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ റുഡോൾഫ് വിർക്കോ ഇൻ ദ ഇയർ 1855 പറഞ്ഞു ഈ ലിവിങ് ഓർഗാനിസംസിൽ, പ്ലാന്റ്സിലൊക്കെ ആനിമൽസിലും സെല്ലുണ്ട് നിങ്ങൾ പറഞ്ഞു. വളരെ ശരിയാണ്. ഓക്കെ, വളരെ 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 ശരിയാണ്. യെസ്, പക്ഷേ ആള് പറഞ്ഞു ഓംനി സെല്ലുല ഈ സെല്ലുല ഓം ഹ്രീം കുട്ടിച്ചാത്ത എന്ന് പറഞ്ഞു. ഓംനി സെല്ലുല ഈ സെല്ലുല എന്ന് പറഞ്ഞൊരു മന്ത്രവാദം അങ്ങ് നടത്തി. അതിന്റെ അർത്ഥം എന്താണ്? യെസ്, ഹി സെഡ് ദാറ്റ് സെൽസ് വെറുതെ ഉണ്ടായി വരുന്നതല്ല, സെൽസ് കം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്, ഇസ്ന്റ് ഇറ്റ്? ഓംനി സെല്ലുല ഈ സെല്ലുല എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? സെൽസ് കം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഓക്കെ, പിന്നെ ടൈപ്സ് ഓഫ് സെൽസ് നോക്കുകയാണെങ്കിൽ 2 ടൈപ്പ് സെല്ലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പ്രോകാരിയോട്ടിക് സെൽ ആൻഡ് യൂകാരിയോട്ടിക് സെൽ. യെസ്, ഹി മോഡിഫൈഡ് ദ സെൽ തിയറി അല്ലേ? അങ്ങനെയാണ് നമുക്ക് 2 പോസ്റ്റുലൻസ് കിട്ടിയത് സെൽ തിയറിയുടെ. ഓൾ ലിവിംഗ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് സെൽസ് ആൻഡ് ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്, ഇസ്ന്റ് ഇറ്റ്? യെസ്, ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ഡൺ. ഓക്കെ, പിന്നെ ടൈപ്പ് ഓഫ് സെൽ നോക്കുകയാണെങ്കിൽ പ്രോകാരിയോട്ടിക് ഉണ്ട്. പ്രോകാരിയോട്ടിക് സെൽ നമുക്കറിയാം പ്രിമിറ്റീവ് സെൽസ് ആണ് അല്ലേ? അത്രയ്ക്ക് വലിയ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാത്ത പ്രിമിറ്റീവ് സെൽസ് ആണ്. ആസ് ഇൻ എക്സാമ്പിൾസ് ആർ ബാക്ടീരിയ, ഓൾ ദ മൊനേറൻസ്, മെമ്പേഴ്സ് ഓഫ് കിങ്ഡം മൊനേറ, എല്ലാവരും ആരാണ്? പ്രോകാരിയോട്സ് ആണ്. കാരണം അവർക്ക് ട്രൂ ന്യൂക്ലിയസ് ഇല്ല.
അല്ലെ? ട്രൂ ന്യൂക്ലിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു സെല്ലാണെങ്കിൽ അതിൻ്റെ ചുറ്റിനും ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ, ഉള്ളിൽ ന്യൂക്ലിയോലസ് ഉണ്ട്, അതുപോലെ ന്യൂക്ലിയോപ്ലാസം ഉണ്ട്, അല്ലെ? അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളുള്ള ഒരു ട്രൂ ന്യൂക്ലിയസ് അവർക്കുണ്ടോ? അവർക്കത് ഇല്ല. ഓക്കെ, നോ ട്രൂ ന്യൂക്ലിയസ്, നോ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ. ശ്രുതി ജോസിന് മാത്രമേ DWC ഓർമ്മയുള്ളൂ, ഫയർ ഇമോജീസ് ഒക്കെ ഇടുന്നുണ്ട്. ബാക്കി എല്ലാവരും ഫിസിക്സ് മാത്രം പഠിച്ചാൽ ഞങ്ങൾക്ക് നീറ്റിൽ ഫുൾ മാർക്സ് സ്കോർ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നവരാണോ? യെസ്. എല്ലാ സബ്ജക്ട്സിനും വെയിറ്റേജ് ഉണ്ട്, എല്ലാ സബ്ജക്ട്സും പഠിക്കണടാ. യെസ്. ഓക്കെ, ഫിസിക്സ് മാത്രം ക്വസ്റ്റ്യൻസ് ചെയ്ത് ഉറക്കം തൂങ്ങി ഇവിടെ ഇരുന്നാൽ പോരാ. ബയോളജിയുടെ ക്ലാസ്സിന്റെ സമയത്ത് ആക്റ്റീവായിട്ട് പറയണം. ഓക്കെ, യെസ്. നേരത്തെ പറഞ്ഞല്ലോ മാം, ഇർഫാൻ സിയർ മാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നോ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് അല്ലേ? അവർക്ക് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നും തന്നെ ഇല്ല. ഓരോ ഓർഗനലും ഇഫ് യു സീ ഈച്ച് ആൻഡ് എവറി ഓർഗനൽ, യെസ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ഈച്ച് ആൻഡ് എവറി ഓർഗനൽ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ചില കോമ്പണൻസ് ഓഫ് ദ സെൽ, ചിലത് സെൽ മെംബ്രെയിൻ ഉള്ളിലേക്ക് ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെയാണ് അവരുടെ സെല്ലിൻ്റെ ഓരോ ഭാഗങ്ങൾ ഫോം ചെയ്യുന്നത്. അവർക്ക് പ്രോപ്പർലി ഫോംഡ് ഓർഗനൽസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ യൂകാരിയോട്ടിക് സെൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഡെവലപ്ഡ് സെൽ അല്ലേ? മച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള സെല്ലാണ്. ഒരു കംപ്ലീറ്റ് അവർക്കൊരു ട്രൂ ന്യൂക്ലിയസ് ഉണ്ട്, കാരണം ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, ഇസ്ന്റ് ഇറ്റ്? ആൻഡ് ഓൾ ദി ഓർഗനൽസിൻ്റെ ചുറ്റും മൈറ്റോകോൺട്രിയ ആവട്ടെ, അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആവട്ടെ, ക്ലോറോപ്ലാസ്റ്റ് ആവട്ടെ, എല്ലാത്തിൻ്റെ ചുറ്റും ഇവർക്ക് മെംബ്രെയിൻസ് ഉണ്ട്. ആൻഡ് ദേ ഹാവ്, പക്ഷേ ഒരു എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ, അത് മറക്കരുത്. നമ്മുടെ യൂകാരിയോട്ടിക് സെല്ലിൽ, ഇത് മറക്കരുത്, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തേ. യൂകാരിയോട്ടിക് സെല്ലിൽ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ആണ്. നമ്മുടെ ആനിമൽ സെല്ലിൽ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ആണ് സെൻട്രോസോം ആൻഡ് സെൻട്രിയോൾസ്. മക്കൾ കേട്ടിട്ടില്ലേ? നമ്മുടെ മറ്റേ ഫൈലൈൻ്റെയും ഫിംബ്രിയയുടെയും, അത് നമ്മുടെ ഫ്ലജല്ലേൻ്റെയും ഒക്കെ സെൻട്രൽ കോർ ഫോം ചെയ്യുന്നത് ഈ പാർട്ടുകളാണ് അല്ലേ? സെൻട്രോസോം ആൻഡ് സെൻട്രിയോൾ, 9+2 അറേ ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. കറക്റ്റ്. സോ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഇൻ ആനിമൽ സെല്ലാണ് സെൻട്രോസോംസ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. യെസ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഓക്കെ, ബാക്കി എല്ലാ ഓർഗനൽസിലും യൂകാരിയോട്സിൽ മെംബ്രെയിൻസ് ഉണ്ട്. ചിലർ ഡബിൾ മെംബ്രെയിനിയസ് സ്ട്രക്ചേഴ്സ് ആണ്. സെമി ഓട്ടോണോമസ് ഓർഗനൽസ് ആണ് നമ്മൾ പറയുക അല്ലേ? മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ഇവരെയൊക്കെ എന്താ പറയുന്നത്? സെമി ഓട്ടോണോമസ് ഓർഗനൽ. ഇനി ഷേപ്സ് ഓഫ് സെൽസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിലാവട്ടെ ആനിമൽസിലാവട്ടെ പല ഭാഗത്തും റൈബോസോമിനും മെംബ്രെയിനില്ല. പക്ഷെ റൈബോസോം നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക, രണ്ടുപേരിലുമുള്ള ഓർഗനൽ അല്ലേ? കറക്റ്റ്. അതായത് പ്രോകാരിയോട്ടിലും യൂകാരിയോട്ടിലും ഉണ്ടല്ലോ. യെസ്, റൈബോസോം ഓൾസോ, കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, റൈബോസോം ഓൾസോ ഡസൻറ്റ് ഹാവ് എനി മെംബ്രെയിൻ. ഓക്കെ, ഓർത്ത് വെക്കുക. നോ കൺഫ്യൂഷൻ അറ്റ് ഓൾ. സോ ഷേപ്സ് ഓഫ് സെൽസ് നോക്കുകയാണെങ്കിൽ മക്കൾ എല്ലാവരും ശ്രദ്ധിച്ചേ, ഷേപ്സ് ഓഫ് സെൽസ് നോക്കുകയാണെങ്കിൽ ബ്ലഡ് സെൽസിന്റെ ഷേപ്പ് നോക്കിയേ, ബൈ കോൺകേവ് ആണ്. ഓക്കെ, 7 μm ഡയമീറ്റർ ആണ് RBCസിനൊക്കെ. ലോങ്സ്റ്റ് സെൽ ഇൻ ഹ്യൂമൻ ബോഡി ഈസ് നെർവ് സെൽ അല്ലെ? ന്യൂറോൺ. അതിനൊരു പ്രത്യേക ടൈപ്പ് ഓഫ് ബ്രാഞ്ച്ഡ് ആൻഡ് ലോങ് ഷേപ്പ് ആണ് ഉള്ളത്. പിന്നെ WBCസിന് പല അമീബോയ്ഡ് ആയിട്ടുള്ള പല ഷേപ്പുകളും ഉണ്ട്. യെസ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് കോളംനാർ എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്, ലോങ് ആൻഡ് നാരോ സെൽസ്. പിന്നെ ട്രക്കിഡ്സ് ഇലോങ്കേറ്റഡ് സെൽസ് ആണ്. പ്ലാന്റ്സിൽ നോക്കുകയാണെങ്കിൽ മീസോഫിൽ സെൽസ് തന്നെ നമുക്കറിയാം. ലീഫിൽ പലതരമില്ലേ? പാലിസേഡ് പാരൻകൈമ, സ്പോഞ്ചി പാരൻകൈമ, ഇലോങ്കേറ്റഡ് ആയിട്ടുള്ള പാരലായി അറേഞ്ച് ചെയ്തിരിക്കുന്ന സെൽസ് ഉണ്ട്. ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള ഓവൽ ആയിട്ട് റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ട് അല്ലേ? അപ്പൊ ഏത് ഷേപ്പ് വേണമെങ്കിലും ആവാം, ഡിപ്പെൻഡിങ് ഓൺ വിച്ച് പാർട്ട് ഓഫ് ദി ആനിമൽ ഓർ വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഇറ്റ് ഇസ് പ്രസന്റ്, വാട്ട് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ്. യെസ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഓക്കെ, സ്മോളസ്റ്റ് സെൽ എന്ന് പറയുന്നതൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. മൈക്കോപ്ലാസ്മ 0.3 μm, ബാക്ടീരിയ 3 to 5 μm, ലാർജസ്റ്റ് സെൽ ഓസ്ട്രിച്ചസ് എഗ്. അല്ലേ, സ്മോളസ്റ്റ് സെൽ ഏതാണ്, ലാർജസ്റ്റ് സെൽ ഏതാണ്? ഓക്കെ, യെസ്. അപ്പം ഇറ്റ് ഈസ് ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് പ്രോകാരിയോട്ടിക് സെല്ലിനെ കുറിച്ചാണ്. നോക്കും മക്കൾക്ക് അറിയാം, സമയത്തിന്റെ പരിമിതി ഉണ്ട്, നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ജസ്റ്റ് നോക്കി പോകുന്നത്. പ്രോകാരിയോട്ടിക് സെല്ലിന്റെ എക്സാമ്പിൾ ആണ് ഓൾ ബാക്ടീരിയ അല്ലെ? ഓൾ മൊനേറൻസ്. മൊനേറയിൽ ആരൊക്കെയുള്ളത്? കിങ്ഡം മൊനേറയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ് മാം? 2 different bacteria size are denoted in test. ബാക്ടീരിയയ്ക്ക് പല സൈസ് ഉണ്ട്. യെസ്, ഓക്കെ, അത് നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിട്ടില്ലേ? NCERTയിൽ ഉണ്ടല്ലോ. ഓക്കെ, മക്കൾ എല്ലാവരും ശ്രദ്ധിച്ചേ. പ്രോകാരിയോട്ടിക് സെല്ല് നോക്കുകയാണെങ്കിൽ ബാക്ടീരിയ, അതായത് ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ, PPLO, പിന്നെ പ്ലൂറോന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം, പിന്നെ നമ്മുടെ സൈനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ, ഇവരെല്ലാവരും ഇസ്ന്റ് ഇറ്റ്? ഇവരെല്ലാവരും കറക്റ്റ് മക്കളെ, ഇവരെല്ലാവരും എന്തിൻ്റെ മെമ്പേഴ്സ് ആണ്?
യെസ് കറക്റ്റ് ആണിടാ. അത് ബാക്ടീരിയൽ സെല്ലുലാർ സൈസ് അല്ലേ? മൈക്കോപ്ലാസ്മയിലെ ഏറ്റവും സ്മോളസ്റ്റ്, ഓസ്ട്രിച്ചസ് എഗ് ഏറ്റവും ബിഗ്ഗസ്റ്റ് കേട്ടോ. യെസ്, അതാ യൂണിറ്റിന്റെ ഡിഫറൻസ് ആണ്. ഓക്കെ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, യൂണിറ്റിന്റെ ഡിഫറൻസ് ആണ്, കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നോക്കിക്കേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. പ്രോ കാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഔട്ടർ മോസ്റ്റ് അതിനൊരു സെൽ എൻവലോപ്പ് ഉണ്ട്. ഔട്ടർ മോസ്റ്റ് ലെയറിന് നമ്മൾ പറയുന്ന പേരെന്താ? സെൽ എൻവലോപ്പ്. ഓക്കെ, സെൽ എൻവലോപ്പിന്റെ ഏറ്റവും പുറകിൽ ഉള്ളത്, ഏറ്റവും മുകളിൽ, സെൽ എൻവലോപ്പിന്റെ ഏറ്റവും മുകളിലുള്ളത് ക്യാപ്സ്യൂൾ എന്ന ഒരു ലെയർ ആണ്. നമ്മൾ അതിന് പറയുന്ന പേര് ഗ്ലൈക്കോ കാലിക്സ് എന്നാണ്. എന്താ പറയാ? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിന് പറയുന്ന പേര് ഗ്ലൈക്കോ കാലിക്സ് എന്നാണ് കേട്ടോ. ഗ്ലൈക്കോ കാലിക്സ്. ഈ ഗ്ലൈക്കോ കാലിക്സ് ചില ബാക്ടീരിയ ചില സിറ്റുവേഷനിൽ ഇരിക്കുമ്പം ഹാർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തിക്ക് ആൻഡ് റഫ് ആയിട്ടുള്ള ഒരു ലെയർ ആയിട്ട് വരാം. യെസ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? ഹാർഡ് ആൻഡ് തിക്ക് ആൻഡ് റഫ് ആയിട്ടുള്ള ഒരു ലെയർ ആയിട്ട് വരും. അപ്പം നമ്മൾ അതിനെ ക്യാപ്സ്യൂൾ എന്ന് പറയും. കാരണം അൺഫേവറബിൾ കണ്ടീഷൻസിൽ ബാക്ടീരിയ അതിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു സിറ്റുവേഷനിലാണ് ഉണ്ടാവുക. ഇനി ചില ബാക്ടീരിയ ലൂസ് ഷീത്ത് ആയിട്ട് ഫോം ചെയ്യും. അതിനെ നമ്മൾ സ്ലൈം ലെയർ എന്ന് പറയും. ഒരു ലൂസ് ആൻഡ് സോഫ്റ്റ് ഷീത്ത് ആയിട്ടും ഇരിക്കും. ഓക്കെ, അപ്പൊ ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയുന്ന ഏറ്റവും ഔട്ടർ കവറിംഗ് ഹാർഡ് ആൻഡ് തിക്ക് ലെയർ ആകുമ്പോൾ നമ്മളത് തിക്ക് ആൻഡ് റഫ് ലെയർ ആകുമ്പോൾ ക്യാപ്സ്യൂൾ എന്ന് പറയും. ലൂസ് ഷീത്ത് ആകുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും? സ്ലൈം ലെയർ എന്ന് പറയും. ഓക്കെ, ഗ്ലൈക്കോ കാലിക്സ് ബാക്ടീരിയൽ 2 തരമുണ്ട് നമുക്കറിയാം. പിന്നെ ഗ്ലൈക്കോ കാലിക്സിന്റെ ഉള്ളിലേക്കുള്ളത് അവരുടെ സെൽ വോൾ ആണ്. അവരുടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സെൽ വോൾ ആണ്. അതിന്റെ ഉള്ളിലേക്ക് വരുന്നത് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ആണ്. അതിനൊരു പ്രത്യേക തരം ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ഒക്കെ ഉള്ള സ്ട്രക്ചർ ആണ്. ഇസ്ന്റ് ഇറ്റ്? സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ നമുക്കറിയാം സെമി പെർമിയബിൾ അല്ല, സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ആണ് അല്ലേ? കറക്റ്റ്. ഈ 3 ഭാഗങ്ങളും, അതായത് ഈ ഗ്ലൈക്കോ കാലിക്സ്, സെൽ വോൾ ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ, ഇതെല്ലാം ചേർന്നതാണ് ബാക്ടീരിയൽ സെല്ലിന്റെ നമ്മൾ സെൽ എൻവലോപ്പ് എന്ന് പറയുന്നത്. എന്ത് പറയും? സെൽ എൻവലോപ്പ്. സെല്ലിനെ കവർ ചെയ്യുന്ന 3 ഭാഗങ്ങൾ അല്ലേ? കറക്റ്റ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ അവർക്ക് ന്യൂക്ലിയോയിഡ് ഉണ്ട്. അവരുടെ ഫ്രീലി ഫ്ലോട്ടിംഗ് എന്ന് പറയാൻ പറ്റില്ല, വലിയ മെംബ്രെയിൻ ഒന്നും ഇല്ലാത്ത അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ആണ് നമ്മുടെ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. കാരണം അതിന് ചുറ്റും ഒരു മെംബ്രെയിനോ ഒന്നുമില്ല. പിന്നെ അവർക്ക് അവരുടേതായ സൈറ്റോപ്ലാസം ഉണ്ട്, റൈബോസോംസ് ഉണ്ട്, പ്ലാസ്മിഡ് DNA ഉണ്ട് അല്ലേ? സർക്കുലർ DNA ഉണ്ട്. യെസ് ദക്ഷ് കറക്റ്റ് ആണ് കേട്ടോ. ദക്ഷ് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ NCERT ബേസ്ഡ് ആയിട്ട്, നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. ഇസന്റ്? പിന്നെ നമുക്കറിയാം ഇവരുടെ ഈ സെൽ മെംബ്രെയിൻ ചിലപ്പം ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ ഫോൾഡഡ് ആവും. ഓക്കെ, കാരണം ഇവർക്ക് വേറെ ഓർഗനൽസ് ഒന്നും ഇല്ലല്ലോ. ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡഡ് ആയി കഴിയുമ്പം നമ്മൾ ആ ഭാഗത്തിനെ പറയുന്ന പേരെന്താണ്? മീസോസോംസ് എന്ന് പറയും. എന്ത് പറയും? മീസോസോംസ് എന്തിനാ ഹെൽപ്പ് ചെയ്യുക? ഇവരിൽ കുറേ എൻസൈംസ് ഒക്കെ ഫോം ചെയ്യാനുണ്ട്. അതുപോലെ റെസ്പിറേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, മൈറ്റോകോൺഡ്രിയയുടെ ഫംഗ്ഷൻ ഒക്കെ നടക്കണ്ടേ? യെസ്, അതൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് മീസോസോംസ് ഉണ്ട്. പിന്നെ ബാക്ടീരിയൽ സെല്ലിലെ റൈബോസോം, നമുക്കറിയാം റൈബോസോം പല തരമുണ്ട് അല്ലെ? 80S ഉണ്ട്, 70S ടൈപ്പ് ഉണ്ട്. ബാക്ടീരിയയിലെ റൈബോസോം ഏത് ടൈപ്പാണ്? പറഞ്ഞേ മക്കളെല്ലാവരും പറഞ്ഞേ. യെസ്, വേം പറഞ്ഞേ. യെസ്, റൈബോസോംസ് ഏത് ടൈപ്പാണ്? 70S ടൈപ്പ് റൈബോസോം അല്ലേ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ അതുപോലെ ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ട് അല്ലെ? സ്റ്റോറേജിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ്, അതൊക്കെ ഇവരിലുണ്ട്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഉള്ളതാണ് യൂകാരിയോട്ടിക് സെൽ. നിങ്ങളുടെ ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. യൂകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താ? വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സെല്ലാണ് അല്ലേ? കാരണം അതിന് എന്താണുള്ളത്? ട്രൂ ന്യൂക്ലിയസ് ഉണ്ട്. അത് അവരുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആണ്. ട്രൂ ന്യൂക്ലിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, നോക്കിക്കേ. യെസ്, പ്രോപ്പർ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയർ എൻവലോപ്പ് ഉണ്ട്, ന്യൂക്ലിയോലസ് ഉണ്ട്, അതുപോലെ തന്നെ ജനറ്റിക് മെറ്റീരിയൽ എല്ലാം, ന്യൂക്ലിയോപ്ലാസം എല്ലാം ഇതിൻ്റെ ഉള്ളിൽ വരും. കറക്റ്റ്. യെസ്, അതിനെയാണ് നമ്മൾ ട്രൂ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് എ ട്രൂ ന്യൂക്ലിയസ്. കറക്റ്റ്. അതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് ന്യൂക്ലിയർ പോർ ഉണ്ട്. യെസ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഓക്കെ, അതുപോലെ നമ്മുടെ പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് സെല്ലിന്റെ പ്രത്യേകത എന്താ? അതിന് സെൽ വാളും സെൽ മെംബ്രെയിനും ഉണ്ട്. കറക്റ്റ്. യെസ്, ബേസിക് ഡിഫറൻസ്. അതുപോലെ ആനിമൽ സെല്ലോ അതിന് സെൽ മെംബ്രെയിൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനേ ഉള്ളൂ. സെൽ വാൾ കോട്ടിംഗ് അതിനില്ല. ഇസന്റ് ഇറ്റ്? യെസ്, ഈ ഫിഗർ മൊത്തം പഠിക്കുകയൊന്നും വേണ്ട. ഓരോ ഓർഗനലിന്റെ ഫംഗ്ഷൻ ആണ് മക്കൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. ട്രൂ ന്യൂക്ലിയസ് ഉണ്ട് ഇവർക്ക്. അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ഇവർക്കുണ്ട്. ഇസന്റ് ഇറ്റ്? ഓരോ
ഓർഗനലും ഈസ് പ്രൊട്ടക്റ്റഡ് കവേർഡ് ബൈ എ മെംബ്രെയിൻ ഇസന്റ് ഇറ്റ്. ബേസിക് ഡിഫറൻസും മക്കൾ മനസ്സിലാക്കി വെക്കുക. സെൽ വാൾ ഇസ് പ്രസന്റ് ഇൻ എ പ്ലാന്റ് സെൽ. പ്ലാസ്റ്റിഡ്സ് ആർ ദെയർ. കറക്റ്റ്. ലൂക്കോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, അങ്ങനെ കുറെ പ്ലാസ്റ്റിഡ്സ് ഉണ്ട്. ലാർജ് സെൻട്രൽ വാക്യൂൾ ഉണ്ട്. സെൻട്രിയോൾസ് ആർ ആബ്സെന്റ് ഇൻ എ പ്ലാന്റ് സെൽ. കറക്റ്റ്. ആനിമൽ സെല്ലോ സെൽ വാൾ ഇസ് ആബ്സെന്റ്, പ്ലാസ്റ്റിഡ്സ് ആർ ആബ്സെന്റ്, മെനി സ്മോൾ. കാരണം നമുക്കറിയാം പ്ലാന്റ് സെല്ലിനല്ലേ ഫോട്ടോസിന്തസിസ് ഒക്കെ നടത്തേണ്ടത്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ ഉള്ളത് ആരിലാണ്? നമ്മുടെ പ്ലാന്റ് സെല്ലിലല്ലേ ഉണ്ടാവുക, കാരണം ഇവിടെ ഫോട്ടോസിന്തസിസ് നടക്കണം. മെനി സ്മോൾ വാക്യൂൾസ് ആർ ദെയർ. സെൻട്രിയോൾസ് ആർ ഓൾസോ പ്രസന്റ് ഇൻ ആൻ ആനിമൽ സെൽ. ഇസ്ന്റ് ഇറ്റ്? യെസ്. ഓക്കെ. അപ്പം നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. ഇനി ഓരോ ഓർഗനലിന്റെ ഫംഗ്ഷൻ ഒന്ന് മാം പറയണ്ടല്ലോ. അതായത് ഇപ്പം നമുക്കറിയാം ഫ്ലൂയിഡ് മൊസൈക് മോഡൽ, സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. സിഞ്ചർ ആൻഡ് നിക്കോൾസൺ ആണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ പ്രപ്പോസ് ചെയ്തത്. അത് പഠിക്കണം. അതുപോലെ തന്നെ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം, അതായത് യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ പ്രത്യേകതയാണ് അല്ലേ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ്, ലൈസോസോംസ് ആൻഡ് വാക്യൂൾസ്, ഇവരെല്ലാവരും കൂടി ചേരുന്ന എൻഡോ മെംബ്രെയിൻ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തന്നെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. യെസ്. ഇല്ലേലും ശ്രുതി മാമിൻ്റെ ക്ലാസ് വേറെ തന്നെ രസമാണ്. എനിക്ക് വയ്യ. MFX എന്നടാ ഇത്? ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ മാം ഞാൻ ഫുള്ളായിട്ട് ഒന്നും പറയണില്ല, ബിക്കോസ് നിങ്ങളിത് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഓക്കെ. അപ്പം എൻഡോ മെംബ്രെയിൻ സിസ്റ്റം പഠിക്കണേ മക്കളെ. അതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ വരും. എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ, ആരൊക്കെയാണ് മെമ്പേഴ്സ്, ഓക്കെ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നല്ലപോലെ പഠിക്കുക കേട്ടോ. പിന്നെ ഈ സെൻട്രോസോം സെൻട്രിയോളില്ലേ, ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് തൈലക്കോയിഡ്, ഗ്രാന, സ്ട്രോമ ഒക്കെ പഠിക്കണം. സെമി ഓട്ടോണോമസ് ഓർഗനൽ എന്ന് പറയുന്നത് എന്താണ്? സീലിയ ആൻഡ് ഫ്ലാജെല്ല ഒറിജിനേറ്റ് ചെയ്യുന്നത് നമ്മളുടെ സെൻട്രോസോം ആൻഡ് സെൻട്രിയോൾ, അവരുടെ സ്ട്രക്ചർ എന്താണ്? ഓക്കെ. എന്താണ് 9+2 അരേ? 9+2 അരേ എന്താണ് മൈക്രോ ട്യൂബ്യൂൾസ്? ഓക്കെ. ഇതൊക്കെ പഠിക്കണം കേട്ടോ. യെസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബിക്കോസ് വി ഡോണ്ട് ഹാവ് ടൈം. പിന്നെ ക്രോമസോം, പല ടൈപ്പ് ഓഫ് ക്രോമസോം ഉണ്ട്. സബ് മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക്, ടീലോസെൻട്രിക്. ഓരോന്നും എന്താണ് സാറ്റലൈറ്റ്. ഓക്കെ. സാറ്റലൈറ്റ് എന്താണ്? ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്. റിവൈസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ മക്കൾ പഠിച്ച കാര്യങ്ങളാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വിസ് ടൈം. റെഡി അല്ലേ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്? എല്ലാവരും റെഡി അല്ലേ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒന്ന് പറയുമെന്ന് മിഥുൻ പറയുന്നുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ന്യൂക്ലിയസുമായിട്ട് അസോസിയേറ്റ് ഇരിക്കുന്നു. കറക്റ്റ്. അതായത് ട്യൂബുലാർ നെറ്റ്വർക്ക് ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ആൻഡ് ദർ ഇസ് 2 types ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ എന്തുണ്ട്? അവർക്ക് റഫാണ് അല്ലേ. അവരെന്ത് ഇത്ര റഫായിരിക്കുന്നത്? അവർക്ക് കുരുണ്ട്. നമ്മുടെ മുഖത്ത് കുരു വരുമ്പോഴല്ലേ നമ്മൾ പറയുന്നത് നമ്മുടെ മുഖം റഫായിരിക്കുന്നു എന്ന്? അല്ലേടാ? എല്ലാവരും പറഞ്ഞേ. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നോക്കിക്കുക. എന്തുകൊണ്ടാണ് റഫായിരിക്കുന്നത്? അവർക്ക് മുഖത്ത് കുരുണ്ട്. കാരണം അവരുടെ സർഫസിൽ എന്തുണ്ട്? റൈബോസോംസ് ഉണ്ട്. കറക്റ്റ്. മുഖത്ത് കുരു വന്ന് റഫായിരിക്കുകയാണ്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലോ വളരെ സ്മൂത്ത് ആണ്. ജസ്റ്റ് ട്യൂബ്യൂൾസ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ്. ഒരു നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ് തന്നെയാണ്. അവരിൽ വളരെ സ്മൂത്ത് ആണ്. കാരണം എന്താ? നമ്മുടെ മുഖത്ത് നിറച്ച് ഭയങ്കര ഓയിൽ ഇരിക്കുമ്പോഴല്ലേ നമ്മൾ മുഖം നല്ല സ്മൂത്ത് ആയിരിക്കുന്നു, തിളങ്ങുന്നു എന്ന് പറയാം. ഓയിലി ആയിരിക്കുമ്പോഴല്ലേ നമ്മൾ തിളങ്ങുന്നു എന്ന് പറയാം. കാരണം എന്താ? ഇവർ സിന്തസൈസ് ചെയ്യുന്ന ലിപ്പിഡ്സ് ആണ് അല്ലേ. ലിപ്പിഡ്സ്. കറക്റ്റ്. ലൈക്ക് ഓയിൽ, ഇസ്ന്റ് ഇറ്റ്? റൈബോസോംസോ എന്താ ഉണ്ടാക്കുക? പ്രോട്ടീൻസ് ആണ് ഉണ്ടാക്കുക. ഓക്കെ. അപ്പോൾ റഫും സ്മൂത്തും ഓർത്തിരിക്കണേ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. യെസ്. പിന്നെ ന്യൂക്ലിയർ പോറുമായിട്ട് എൻഡോപ്ലാസ്മിക് ന്യൂക്ലിയർ മെംബ്രെയിനുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ പ്ലാന്റ് സെല്ലിൻ്റെ ഒരു സെല്ലും മറ്റേ സെല്ലും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് പ്ലാസ്മോഡെസ്മേറ്റ. അതും ഓർത്തിരിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ചെയ്യാം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. പറഞ്ഞേ. അപ്പോൾ NCERT എല്ലാവരും ഒന്ന് അടുത്ത് വെക്കുക. ഓരോ കോൺസെപ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോവാ കേട്ടോ. കോൺസെപ്റ്റ് ഓഫ് ഒംനി സെല്ലുലാർ എ സെല്ലുലാർ, ഇതെല്ലാം PYQs ആണ് കേട്ടോ. PYQs തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒംനി സെല്ലുലാർ എ സെല്ലുലാർ റിഗാർഡിംഗ് സെൽ ഡിവിഷൻ വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ അരിസ്റ്റോട്ടിൽ, റുഡോൾഫ് വിർഖോ, തിയോഡോർ ഷ്വാൻഷ്ലീഡൻ. ആരാണ്? വേം പറഞ്ഞേ. യെസ്. വേം പറഞ്ഞേ. എടാ നമുക്ക് 9 o'clock വരെയുള്ള സെഷൻ പറ്റുള്ളൂ. കുറച്ച് സമയം എക്സ്ട്രാ മാം എടുക്കും. എനിക്ക് എല്ലാ ഓർഗനലും എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്നുണ്ടടാ, പക്ഷെ സമയമില്ല. ഓക്കെ. യെസ്. പറഞ്ഞേ. റുഡോൾഫ് വിർഖോ അല്ലേ? NCERT പേജ് നമ്പർ 126 സെക്കൻഡ് പാരയിലുണ്ട്. പേജ് നമ്പർ 126 സെക്കൻഡ് പാര. I think third sentence. Okay. Yes. Very good. Next question. Given below are 2 statements. Mycoplasma can pass through less than 1 micron filter size because they are very small. Statement 2. Mycoplasma are bacteria with the cell wall. In the light of the above statements, choose the most appropriate answer. Mycoplasmic cell wall undo?
They lack cell wall, isn't it? Mycoplasma lacks cell wall. So statement 1 is correct, statement 2 is incorrect. So option D ആണ് നമ്മുടെ correct statement, isn't it? Yes. Okay, which of the following statement about inclusion body is incorrect? Wrong statement. നമ്മൾ നീറ്റിലൊക്കെ എപ്പോഴും നമ്മുടെ നീറ്റിലും GIBയിലും ഒക്കെ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്ക് ആണ്. ക്വസ്റ്റ്യനിൽ എക്സാമിനർ എന്താ ചോദിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും ടെൻഷൻ അടിച്ച് നമ്മൾ വിട്ടുപോകും. അവർ ചിലപ്പോൾ ചോദിക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അല്ലെങ്കിൽ ഇൻകറക്റ്റ് എന്നായിരിക്കും. നമ്മൾ പക്ഷേ കറക്റ്റ് എന്ന് വിചാരിച്ചിട്ട് റോങ് ആൻസർ ചെയ്യും. ഇസ്ന്റ് ഇറ്റ്? ഏതാണ് ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? ദീസ് ആർ ഇൻവോൾവ് ഇൻ ഇൻജക്ഷൻ ഓഫ് ഫുഡ് പാർട്ടിക്കിൾസ്. യെസ്, ഇൻക്ലൂഷൻ ബോഡീസിന് ഇൻജക്ഷനിലാണോ ഇൻവോൾവ്? ദേ ലൈ ഫ്രീ ഇൻ ദ സൈറ്റോപ്ലാസം. ദേ റെപ്രസെന്റ് റിസർവ് മെറ്റീരിയൽ അല്ലേ? റിസർവ് ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോകാരിയോട്സിൽ ഇൻക്ലൂഷൻ ബോഡീസ് ഉള്ളത്. ദേ ആർ നോട്ട് ബൗണ്ട് ബൈ എനി മെംബ്രെയിൻ. അതും കറക്റ്റ് ആണ്. ബിക്കോസ് പ്രോകാരിയോട്സിലാണ് നമുക്ക് ഇവരെ കാണാൻ പറ്റുന്നത്. ദീസ് ആർ ഇൻവോൾവ് ഇൻ ഇൻജക്ഷൻ ഓഫ് ഫുഡ് പാർട്ടിക്കിൾസ്. അത് റോങ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇസ്ന്റ് ഇറ്റ്? യെസ്, ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ NCERT പേജ് നമ്പർ 129 കിടപ്പുണ്ട്. 5th പാരയാന്ന് തോന്നുന്നു. പേജ് നമ്പർ 129 5th പാരഗ്രാഫിൽ കിടപ്പുണ്ട് കേട്ടോ. യെസ്, നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ഇൻക്ലൂഷൻ ബോഡീസ് ഓഫ് ബ്ലൂ, ഗ്രീൻ, പർപ്പിൾ ആൻഡ് ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ബാക്ടീരിയ എന്താണ്? പ്രോകാരിയോട്സ് ആണ്. ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ഇൻക്ലൂഷൻ ബോഡീസ് ഏതാണ്? നമ്മുടെ NCERTയിൽ വൃത്തിയായി കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 129 തന്നെ കൊടുത്തിട്ടുണ്ട്. 129 5th പാരയിലെ ലാസ്റ്റ് സെന്റൻസ്, 5th പാരഗ്രാഫ് ഞാൻ ഇവിടെ എഴുതി വെക്കുന്നത് നിങ്ങൾ നോട്ട് ചെയ്യാനാണ്. ലാസ്റ്റ് സെന്റൻസ് നോക്കിക്കേ, കണ്ടോ? മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. യെസ്, ഗ്യാസ് വാക്യൂൾസ് എന്നല്ലേ പറയാ? ഗ്യാസ് വാക്യൂൾസ് എന്നാണ് പറയാ. ഓക്കെ, യെസ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ് നോൺ വിത്തൗട്ട് എ ഡെഫിനിറ്റ് സെൽ വോൾ? ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള, വെരി ഗുഡ്, കുറേ പേര് ആൻസർ ചെയ്യുന്നുണ്ട്. സ്മോളസ്റ്റ് ലിവിങ് സെൽസ് വിത്തൗട്ട് എ സെൽ വോൾ, പാത്തജനിക് ടു പ്ലാന്റ്സ് ആസ് വെൽ ആസ് ആനിമൽസ്. അസുഖങ്ങളൊക്കെ കോസ് ചെയ്യുന്ന സ്മോളസ്റ്റ് ലിവിങ് സെൽസ് ആർ മൈക്കോപ്ലാസ്മ, ഇസ്ന്റ് ഇറ്റ്? മൈക്കോപ്ലാസ്മ പേജ് നമ്പർ 127 128 ഉണ്ട്. നോട്ട് ചെയ്ത് വെക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പണൻസ് പ്രൊവൈഡ് സ്റ്റിക്കി ക്യാരക്ടർ ടു ദ ബാക്ടീരിയൽ സെൽ? ബാക്ടീരിയൽ സെല്ലിനെ അറ്റാച്ച്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന, അറ്റാച്ച്മെന്റിന് വേണ്ടി ബാക്ടീരിയൽ സെല്ലിന്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ മാം സീലിയ ഫ്ലജല്ല പറഞ്ഞില്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്കറിയാലോ ബാക്ടീരിയൽ സെല്ലിന്റെ സർഫസിൽ നിന്നും സീലിയ ഫ്ലജല്ല ഉണ്ട്. അവർ ഫ്ലജല്ല ലോക്കോമോഷൻ മൂവ്മെന്റിന് വേണ്ടി ബാക്ടീരിയൽ സെല്ലിനെ ഹെൽപ്പ് ചെയ്യും, മോട്ടിലിറ്റിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ സീലിയ അറ്റാച്ച്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത് ഓർക്കണേ. യെസ്, ഓക്കെ. ഇവരിൽ ആരാണ് സ്റ്റിക്കി ക്യാരക്ടർ കൊടുക്കുന്നത്? അഡ്സോർപ്ഷന് വേണ്ടി, അറ്റാച്ച്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? വേഗം പറഞ്ഞേ. യെസ്, ഗ്ലൈക്കോകാലിക്സ്, ഇസ്ന്റ് ഇറ്റ്? ഗ്ലൈക്കോകാലിക്സ്. കാരണം ബാക്ടീരിയൽ സെല്ലിന്റെ സർഫസിൽ ഒരു സെൽ എൻവലോപ്പ് ഉണ്ട്, ഇസ്ന്റ് ഇറ്റ്? അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിൽ സ്മൂത്ത് ആൻഡ് സ്ലൈമി ലെയർ ഫോം ചെയ്യുന്നത് ചില കണ്ടീഷൻസിൽ, ചിലപ്പോൾ അതൊരു ഹാർഡ് ലെയറായി ക്യാപ്സ്യൂളായി ഉണ്ടാവും. ഓക്കെ, യെസ്. അതുപോലെ സെല്ലിന്റെ സർഫസിൽ പൈലായി, ഫ്ലജല്ലെ, ഫിംബ്രിയെ ആൻഡ് പൈലായി ഉണ്ടാവും. പൈലായി ചിലപ്പം ബാക്ടീരിയ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുമ്പം, കോൺജുഗേഷൻ നടത്തുമ്പം അല്ലെ, കോൺജുഗേഷൻ ബ്രിഡ്ജ് ഫോം ചെയ്യാൻ വേണ്ടി F പൈലായി ആവും, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണേ മക്കളെല്ലാവരും. Which of the following is not a feature of plasmid? Plasmids we know they are circular DNA. Okay, circular structure ആണ്, ട്രാൻസ്ഫറബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ബാക്ടീരിയയിൽ നിന്നും മറ്റേ ബാക്ടീരിയയിലേക്ക് കോൺജുഗേഷൻ ബ്രിഡ്ജിൽ കൂടി ജനറ്റിക് മെറ്റീരിയൽ പോകുമ്പം അത് ആരാ കൊടുക്കുക? നമ്മുടെ ഈ പ്ലാസ്മിഡ് അല്ലേ കൊടുക്കുക? കറക്റ്റ്, യെസ്. കാരണം അവർ സർക്കുലർ DNA അല്ലേ. മാം 4th ക്വസ്റ്റ്യൻ ഓപ്ഷൻ 1 മനസ്സിലായില്ല. 4th ക്വസ്റ്റ്യൻ ഓപ്ഷൻ 1, ദീസ് ആർ ഇൻവോൾവ് ഇൻ ഇൻജക്ഷൻ ഓഫ് ഫുഡ് പാർട്ടിക്കിൾസ്. എടാ, ഫുഡ് പാർട്ടിക്കിൾസ് ഉള്ളിലേക്ക് എടുക്കാനാണോ ഇൻക്ലൂഷൻ ബോഡീസിനെ യൂസ് ചെയ്യുന്നത്? ബാക്ടീരിയ അല്ലല്ലോ, ഇത് തെറ്റല്ലേ? ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് പ്ലാസ്മിഡ്? ഏതാണ്? സിംഗിൾ സ്ട്രാൻഡഡ് ഇൻഡിപെൻഡന്റ് റെപ്ലിക്കേഷൻ. ഇതിൽ ഏതാണ്? അവർ സിംഗിൾ സ്ട്രാൻഡഡ് അല്ല അല്ലേ? ദേ ആർ ഡബിൾ സ്ട്രാൻഡഡ് DNA, ഇസ്ന്റ് ഇറ്റ്? ഡബിൾ സ്ട്രാൻഡഡ് സർക്കുലർ DNA. അറിയില്ലെങ്കിൽ പേജ് നമ്പർ 128 ഫസ്റ്റ് പാരഗ്രാഫ് നോക്കുക. പേജ് 128 ഫസ്റ്റ് പാരഗ്രാഫ് എഴുതി വെച്ചിട്ടുണ്ട് NCERTയിൽ. എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്യുക. 5th or 6th സെന്റൻസ് ആണ് കറക്റ്റ്. ഏതാന്ന് ജസ്റ്റ് ചെക്ക് 5th or 6th സെന്റൻസ്. ഓക്കെ, ഒന്ന് നോക്കുക. അവിടെ എഴുതി വെച്ചിട്ടുണ്ടടാ, എല്ലാ NCERTയിലുണ്ട് കേട്ടോ. നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് മൊത്തം NCERTയിലുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ ഈസ് നോട്ട് ഫൗണ്ട് ഇൻ എ പ്രോകാരിയോട്ടിക് സെൽ? ന്യൂക്ലിയർ എൻവലോപ്പ്, റൈബോസോം, മീസോസോം, പ്ലാസ്മ. അവർക്ക് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, മീസോസോം ഉണ്ട് ആൻഡ് റൈബോസോം ഉണ്ട്, ഇസ്ന്റ് ഇറ്റ്? പക്ഷേ ന്യൂക്ലിയർ എൻവലോപ്പ് ഉണ്ടോ? ദേ ഡോണ്ട് ഹാവ് എ ട്രൂ ന്യൂക്ലിയസ്, ഇസ്ന്റ് ഇറ്റ്? യെസ് മാം, വരാട്ടോ. റോഷൻ മാം വരുന്നുണ്ട്, വിഷമിക്കണ്ട. ഓക്കെ, വീര ബാച്ചിന് റെക്കോർഡഡ് ക്ലാസ്സിന് വരുമ്പോൾ വന്നിരിക്കും. യെസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ ഈസ് നോട്ട് ഫൗണ്ട് ഇൻ എ പ്രോകാരിയോട്ടിക് സെൽ? അവർക്ക് ന്യൂക്ലിയസ് ഉണ്ടോടാ? ട്രൂ ന്യൂക്ലിയസ് ഇല്ല. കറക്റ്റ്. എന്ത് ഈസിയാണ് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുമ്പം.
എന്ത് ഈസിയാണ് ആൻസർ ചെയ്യാൻ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഇതും NCERT-യിലുണ്ട്. പേജ് നമ്പർ 128. First para. The structures that help in some bacteria to attach to rocks or host tissues are. ബാക്ടീരിയനെ ചില സർഫസുകളിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? റൈസോയിഡ്, ഫിംബ്രിയെ, മീസോസോംസ്, ഹോൾഫാസ്. ഫിംബ്രിയെ അല്ലേ ഹെൽപ്പ് ചെയ്യുക? അറ്റാച്ച്മെന്റ് അഡ്സോപ്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഫിംബ്രിയെ. ഓക്കെ, ഇതും നമ്മുടെ NCERT-യിൽ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 129, തേർഡ് പാരഗ്രാഫ്, ലാസ്റ്റ് സെന്റൻസ്. പേജ് 129, തേർഡ് പാര. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് സെന്റൻസ് ആണ്. ഞാൻ ഈ സെന്റൻസ് പറയുന്നത് എന്തിനാന്ന് നിങ്ങൾക്ക് അറിയാമോ? യെസ്, എന്തിനാന്ന് അറിയാമോ? അത് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പം നോക്കിപ്പോയി ലേബൽ ചെയ്ത് അതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കണം. ലാസ്റ്റ് സെന്റൻസിൻ്റെ അവിടെ പോയിട്ട് ഒരു മാർക്ക് ഇട്ടിട്ട് PYQ എന്ന് എഴുതി വെക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ട്രൂ ന്യൂക്ലിയസ് ഇസ് ആബ്സെന്റ് ഇൻ. ഇതിൽ ആരിലാണ് ട്രൂ ന്യൂക്ലിയസ് ആബ്സെന്റ് ആയിട്ടുള്ള? എൻ്റെ മക്കൾ എല്ലാവരും പറഞ്ഞേ, ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്തത് ആരാണ്? മ്യൂക്കർ, വൗച്ചേറിയ, വോൾവോക്സ്. മ്യൂക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മ്യൂക്കർ, വൗച്ചേറിയ, വോൾവോക്സ്. യെസ്, വോൾവോക്സും വൗച്ചേറിയം ആൽഗിയാണ്. മ്യൂക്കർ ഫംഗസ്. ആൻഡ് അനബീന ഈസ് എ സയനോബാക്ടീരിയ അല്ലേ? സയനോബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗിയാണ്. ബ്ലൂ ഗ്രീൻ ആൽഗിയുടെ പ്രത്യേകത എന്താ? പ്രോകാരിയോട്സ് ആണ് അല്ലേ? അപ്പോൾ അവർക്ക് ട്രൂ ന്യൂക്ലിയസ് ഇല്ല. ബാക്കി എല്ലാവരും എന്താണ്? യൂകാരിയോട്സ് ആണ്. യൂകാരിയോട്സ് ആണ്. ഇസന്റ് ഇറ്റ്? യെസ്, ഈ ചാപ്റ്റർ നമുക്ക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ലേ? ഇസന്റ് ഇറ്റ്? കാരണം അവിടെയല്ലേ നമ്മൾ ഓരോ കിങ്ഡത്തിനെയും അതിൻ്റെ സെഗ്രിഗേഷനും ഒക്കെ പഠിച്ചത്. യെസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് is not an inclusion body found in prokaryotes? Phosphate granule, cyanophycean granule, glycogen granule, polysome. യെസ്, പറഞ്ഞേ, ഇതിലേതാണ് ഇൻക്ലൂഷൻ ബോഡി? ഇൻക്ലൂഷൻ ബോഡി അല്ലാത്തത് ഏതാണ്? സൂപ്പർ കിങ്സിലേക്ക് എന്താ തിരിച്ചു വരാത്തെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വന്നിരിക്കും. ഓക്കെ, സൂപ്പർ കിങ്സ് ഒക്കെ ക്ലാസ്സിൽ വരുന്നുണ്ടോ? ലൈവിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ സൂപ്പർ കിങ്സ്? പറഞ്ഞേ. ഓക്കെ, സോ വിച്ച് ഓഫ് ദിസ് ഇസ് നോട്ട് ആൻ ഇൻക്ലൂഷൻ ബോഡി? പോളിസോം. പോളിസോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? കുറേ റൈബോസോംസുകൾ ചേരുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മൾ പോളിസോം അല്ലെങ്കിൽ പോളി റൈബോസോം എന്ന് പറയാം അല്ലേ? യെസ്, അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ പോളിസോമിൽ പേജ് 129 എഴുതിയിട്ടുണ്ട്. പേജ് 129 ഫോർത്ത് പാരഗ്രാഫ് ഡാ. ഇനി ഇൻക്ലൂഷൻ ബോഡീസ് ആണെങ്കിലും 129 സെക്കൻഡ് പാരഗ്രാഫിലുണ്ട്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. യെസ്, which structure perform the function of mitochondria in bacteria? യെസ്, ഉണ്ടാവും കേട്ടോ. MFX ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എല്ലാവരും ശ്രദ്ധിച്ചേ, ഇതിലേതാണ് മൈറ്റോകോൺട്രിയൻ്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത്? നമുക്കറിയാം ബാക്ടീരിയയിൽ എന്തില്ല? മൈറ്റോകോൺട്രിയ ഇല്ല. അപ്പോൾ ബാക്ടീരിയൽ സെൽ എന്ത് ചെയ്യും? അവരുടെ സെൽ മെംബ്രെയിൻ ഇങ്ങനെ ഉള്ളിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ മടക്കി ഓക്കെ മീസോസോം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. അതാണ് ATP സിന്തസിസ് ഒക്കെ നടക്കാൻ വേണ്ടി. ഓക്കെ, ATP സിന്തസിസും എനർജി സിന്തസിസും അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് എൻസൈംസിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്. കറക്റ്റ്, കാരണം ഇവർക്ക് ക്ലിയർ ആയിട്ട് വേറെ ഓർഗനൽസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ മൈറ്റോകോൺട്രിയ ഒന്നുമില്ല. മൈറ്റോകോൺട്രിയ അല്ലേ പവർ ഹൗസ് ഓഫ് ദ സെൽ? സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത് അവിടെയല്ലേ? യെസ്, എവിടെ എൻ്റെ ധീര വാരിയേഴ്സ്? നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. യെസ്, സെല്ലുലാർ റെസ്പിറേഷൻ അടുത്ത ദിവസം തന്നെ അതിൻ്റെ നെക്സ്റ്റ് സെഷൻ ഉണ്ടാകും. ധീര വാരിയേഴ്സ് ഒക്കെ എവിടെ? റെസ്പിറേഷൻ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോസിന്തസിസ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചില്ല. എവിടെ ധീരക്കാരൊക്കെ? യെസ്, ചാറ്റ് ബോക്സിൽ കാണട്ടെ. പിഗ്മെന്റ് കണ്ടെയ്നിങ് മെംബ്രേനിയസ് എക്സ്റ്റൻഷൻസ് ഇൻ സം സയനോബാക്ടീരിയ ആർ. Pigment containing membranous extensions in some cyanobacteria are. Yes, basal bodies, pneumatophores, chromatophores, heterocysts. നമ്മുടെ സൈനോബാക്ടീരിയ ഒക്കെ ചെറിയ ഓർഗാനിസം അല്ലേ? അപ്പോൾ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓർഗനൽ എന്ന് പറയാൻ വേണ്ടി മാത്രമൊന്നും അവർക്ക് ഇല്ലല്ലോ. ഇസ്ന്റ് ഇറ്റ്? ധീരക്കാരൊക്കെ ഇവിടെ ഉണ്ടോ? യെസ്, ഫോട്ടോസിന്തസിസ് ഒക്കെ ഓർമ്മയുണ്ടോടാ ധീര വാരിയസ്? ഫോട്ടോസിന്തസിസ് ഒക്കെ ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ചതൊക്കെ? യെസ്, റെസ്പിറേഷൻ റിവൈസ് ചെയ്യുന്നുണ്ടോ? ഫീനിക്സ് എവിടെ? ഫീനിക്സുകാർ പെട്ടെന്ന് അറ്റൻഡൻസ് ഇട്ടെ. ഫീനിക്സ് എത്ര പേര് ധീര ഉണ്ട് നോക്കട്ടെ. ധീരക്കാരെല്ലാവരും ഫയർ ഇടുക. ഫീനിക്സുകാരെല്ലാവരും ഹാർട്ട് ഇടുക. സൂപ്പർ കിങ്സ് എല്ലാവരും ഫ്ലവർ ഇടുക. കിങ്സ് 11 എല്ലാവരും എന്തിടും? കിങ്സ് 11 സ്മൈലി ഇടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിന്റെ ആൻസർ എന്താ? ക്രോമാറ്റോഫോർസ് അല്ലേ? കളർ ഉള്ളത് കൊണ്ട്. ക്രോമ റിലേറ്റഡ് ടു കളർ. കാരണം സൈനോബാക്ടീരിയ എന്താണ്? പ്രോകാരിയോട്സ് ആണ്. അഗെയിൻ അവർക്ക് ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. പക്ഷേ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ഒക്കെ അപ്പോൾ അവർ എവിടെ എടുത്തു വെക്കും? അവർ ക്രോമാറ്റോഫോർസിലാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. അറിയാത്തവരാണെങ്കിൽ പേജ് നമ്പർ 129 ഫസ്റ്റ് പാരഗ്രാഫിൽ കിടപ്പുണ്ട്. ഓക്കെ, എല്ലാ മക്കളും ഉണ്ട്. വെരി ഗുഡ്, എക്സലന്റ്, അടിപൊളി. ഓക്കെ, നെക്സ്റ്റ്. Schwann proposed a cell theory according to which
ഇത് വലിയ കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റ് വൃത്തിയായിട്ട് വായിച്ചു നോക്കണം അല്ലേ. ബോഡീസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ് ആൻഡ് ദെയർ പ്രോഡക്ട്സ്. കാരണം നമുക്ക് സെൽ തിയറി വൃത്തിയായിട്ട് അറിയുന്നത് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതിന്റെ പോസ്റ്റുലേറ്റ് വായിച്ചു. അപ്പോൾ ഒത്തിരി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പം എല്ലാ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ച് സമയം കളയാണ്ടിരിക്കാൻ നമുക്ക് ആ തിയറിയുടെ നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അടിപൊളിയാവും. വെരി ഗുഡ്. ഓക്കെ, സെൽ തിയറി വാസ് ഫോർമുലേറ്റഡ് ബൈ ഈസി ക്വസ്റ്റ്യൻ അല്ലേ, ഷ്ലിഡൻ ആൻഡ് ഷ്വാൻ. നെക്സ്റ്റ്, പിന്നെ വിത്തിൻ ദ സെൽ റൈബോസോംസ് ആർ ഫൗണ്ട് ഇൻ. റൈബോസോംസ് എവിടെയാണ് കാണപ്പെടുക? ഒരു സെല്ലില് റൈബോസോം. പക്ഷെ ഏത് സെല്ലാന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടോ? പ്രോകാരിയോട്ടിക് ആണോ യൂകാരിയോട്ടിക് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. പ്രോകാരിയോട്ടിക്കിലും യൂകാരിയോട്ടിക്കിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് റൈബോസോം. ഇസന്റ് ഇറ്റ്? റൈബോസോം രണ്ടു പേരിലുമുണ്ട്. ഇസന്റ് ഇറ്റ്? അത് നമുക്കറിയാം. പ്രോകാരിയോട്ടിക് സെല്ലാണെങ്കിൽ 70S ടൈപ്പും യൂകാരിയോട്ടിക് സെല്ലിന്റെ സൈറ്റോപ്ലാസ്റ്റിലാണെങ്കിൽ 80S ടൈപ്പും, ഓരോ ഓർഗനലിന്റെ ഉള്ളിലാണെങ്കിൽ, അതായത് ഇപ്പം ക്ലോറോപ്ലാസ്റ്റ് ആവട്ടെ, മൈറ്റോകോൺട്രിയ ആവട്ടെ, അവരുടെയൊക്കെ ഉള്ളിലാണെങ്കിൽ 70S ടൈപ്പുമായിട്ടാണ് ഉണ്ടാവുക. കറക്റ്റ്. കാരണം അവർക്ക് ലാർജർ സബ് യൂണിറ്റും സ്മോളർ സബ് യൂണിറ്റും ഒക്കെ ഉണ്ടല്ലോ. ഇസന്റ് ഇറ്റ്? ഓക്കെ, അപ്പം വിത്തിൻ ദ സെൽ ഇവരിൽ എവിടെയാണ് കാണാൻ പറ്റുക? രണ്ട് സെല്ലുള്ളത് കൊണ്ട് സൈറ്റോപ്ലാസ്റ്റിൽ ഉണ്ടാകും, ക്ലോറോപ്ലാസ്റ്റിലും മൈറ്റോകോൺട്രിയയിലും ഉണ്ടാകും. ഇസന്റ് ഇറ്റ്? യെസ്. ആൻഡ് റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലും റൈബോസോം ഉണ്ട്. ഇസന്റ് ഇറ്റ്? അപ്പം ഓൾ ഓഫ് ദി അബവ് എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. ഇസന്റ് ഇറ്റ്? യെസ്. സോ ഇതിനി മനസ്സിലാവാത്ത മക്കളാണെങ്കിൽ വീര വാരിയേഴ്സ് ഉണ്ടോ? വീരക്കാരുണ്ടോ ക്ലാസ്സിൽ? വീരക്കാരുണ്ടെങ്കിൽ നിങ്ങളും കൂടി ഒരു ഇതിടുക. പേജ് നമ്പർ 126, 5th പാര ആണെന്ന് തോന്നുന്നു. സ്റ്റാർട്ട്സ് വിത്ത് റൈബോസോംസ് പറഞ്ഞൊരു സെന്റൻസ് ഉണ്ടോടാ? പേജ് നമ്പർ 126, 5th പാര. അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. PYQ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് പ്രോകാരിയോട്ടിക് സെൽ? എടാ, ഈ ക്വസ്റ്റ്യൻ മാത്രം മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ചാപ്റ്റർ അറിയാം, കോൺസെപ്റ്റ് അറിയാം. ഇനി എക്സാമിന് മുമ്പ് ജസ്റ്റ് മെയിൻ ഈ ഭാഗങ്ങളൊന്ന് ലേബൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗങ്ങളൊന്ന് നോക്കുക, എല്ലാവരും നോക്കുക. യെസ്. Which of the following represents prokaryotic cells? PPLO, Mycoplasma, bacteria. എല്ലാവരും members of kingdom Monera. All of them are monerans. All of them are prokaryotes. All of the above ആണ് അല്ലേ? Many bacteria have small circular DNA outside the genomic DNA. These smaller DNA are called. Yes. Many of the bacteria have small circular DNA outside of the genomic DNA. അവർക്ക് ചെറിയ circular DNA ഉണ്ട്. Isn't it? ജീനോമിക് DNA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇതിപ്പോൾ ഒരു ബാക്ടീരിയൽ സെൽ ആണെങ്കിൽ ഇത് അതിൻ്റെ ന്യൂക്ലിയോയിഡ്. കറക്റ്റ്. അതാണ് അതിൻ്റെ ജെനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന DNA. ഇസന്റ് ഇറ്റ്? അതിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. അതിലെന്താണുള്ളത്? DNA ആണ് ഉള്ളത്, ജെനറ്റിക് മെറ്റീരിയൽ. അതിൻ്റെ ഓരോ ട്രേറ്റ്സും ക്യാരക്ടേഴ്സും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ജീൻസ് എല്ലാം ഉള്ളത് ഇതിലാണ്. കറക്റ്റ്. പക്ഷെ അതല്ലാതെ ബാക്കി റീപ്രൊഡക്ഷൻ നടത്തുമ്പോൾ കൊടുക്കാനും അതിനൊക്കെ ആയിട്ട് ഇവർക്ക് സർക്കുലർ ഡബിൾ സ്ട്രാൻഡഡ് DNA ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്ലാസ്മിഡ് DNA അല്ലെങ്കിൽ എക്സ്ട്രാ ക്രോമസോമൽ DNA എന്നും പറയും. കറക്റ്റ്. യെസ്. സ്മോൾ സർക്കുലർ DNA എന്നും പറയും. ഇസന്റ് ഇറ്റ്? യെസ്, ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. അപ്പോൾ പ്ലാസ്മിഡ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പേജ് നമ്പർ 128, ഫസ്റ്റ് പാരഗ്രാഫ്. NCERT പേജ് നമ്പർ 128, ഫസ്റ്റ് പാരയിൽ കിടപ്പുണ്ട്. 5th or 6th സെന്റൻസ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. The 4 basic shapes of bacteria are. എല്ലാവരും പറഞ്ഞേ. 4 basic shapes. ബാക്ടീരിയയുടെ ബേസിക് ഷേപ്സ് ഏതൊക്കെയാണ്? അമീബോയിഡ്, ഇലോങ്ങേറ്റഡ്, ബൈകോൺകേവ്. എന്തൊക്കെയാണ്? ബാസിലസ്, റോഡ് ഷേപ്ഡ് ബാക്ടീരിയ, ബാസിലസ്. ഇസന്റ് ഇറ്റ്? ആൻഡ് ഓവൽ, റൗണ്ട് ആയിട്ടുള്ള ബാക്ടീരിയ, കൊക്കസ്. കറക്റ്റ്. ആൻഡ് സ്പൈറൽ ആയിട്ടുള്ള ബാക്ടീരിയ, സ്പിറില്ലം. കോമ ഷേപ്ഡ് ബാക്ടീരിയ, വിബ്രിയോ. ഇസന്റ് ഇറ്റ്? ഇതൊക്കെയല്ലേ ബാക്ടീരിയയുടെ ഷേപ്പ്? ബാസിലസ്, കോക്കസ്, വിബ്രിയോ ആൻഡ് സ്പിറില്ലം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇസന്റ് ഇറ്റ്? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇതിന് ഷേപ്സിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പേജ് നമ്പർ 127 കിടപ്പുണ്ട്. പേജ് നമ്പർ 127 NCERT പേജ് നമ്പർ 127 സെക്കൻഡ് പാരഗ്രാഫ് ലാസ്റ്റ് സെന്റൻസിൽ പറയുന്നുണ്ട് ദേ മേ വേരി. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. Now, a specialized differentiated form of cell membrane called dash is the characteristic of prokaryotes. ഇതിൽ ഏതാണ് പ്രോകാരിയോട്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടിരിക്കുന്നത്? റൈബോസോം, മീസോസോം, മൈക്രോവില്ലി, വാക്യൂൾസ്. ഈസി ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. പറഞ്ഞേ മക്കള്. മീസോസോംസ് അല്ലേ? ഓപ്ഷൻ ബി. യെസ്. സെൽ മെംബ്രെയിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഡിഫറൻഷിയേറ്റഡ് ഫോം കോൾഡ് അതായത് ഇവർക്ക് സെൽ മെംബ്രെയിൻ ഇങ്ങനെ ഉള്ളിലേക്ക് മടങ്ങിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആണ് ഇവർക്ക് ഈ ATP സിന്തസിസിനും പിന്നെ ബാക്കി മെറ്റബോളിക് ആക്ടിവിറ്റീസിനുള്ള എൻസൈംസും അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇസന്റ് ഇറ്റ്? സോ മീസോസോംസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദം. ഗ്ലൈക്കോകാലിക്സ്, മ്യൂസിലേറ്റ് ഷീത്ത് ഓഫ് ബാക്ടീരിയൽ സെൽ മേ ഒക്യൂർ ഇൻ ദ ഫോം ഓഫ് എ ലൂസ് ഷീത്ത് കോൾഡ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഗ്ലൈക്കോകാലിക്സ്. എടാ,
നമ്മുടെ സെൽ എൻവലോപ്പിലുള്ള ഗ്ലൈക്കോ കാലിക്സ് ലൂസ് ഷീത്ത് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും? സ്ലൈം ലെയർ എന്ന് പറയും, isn't it? And it may be thick and rough ആയിട്ടിരിക്കുമ്പോൾ, ടഫ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ക്യാപ്സ്യൂൾ എന്ന് വിളിക്കും, isn't it? അപ്പോൾ സ്ലൈം ലെയർ, A സ്ലൈം ലെയർ, B ക്യാപ്സ്യൂൾ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പേജ് നമ്പർ 128 സെക്കൻഡ് പാരഗ്രാഫ് നമ്മൾ ഓൾറെഡി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പേജ് നമ്പർ 128 സെക്കൻഡ് പാരഗ്രാഫ്. നെക്സ്റ്റ്, മോസ്റ്റ് പ്രോകാരിയോട്ടിക് സെൽ മെയിൻലി ദ ബാക്ടീരിയൽ സെൽസ് ഹാവ്. Most prokaryotic cell, mainly the bacterial cells, have a chemically complex cell envelope, isn't it, my future doctors? Yes, chemically complex ആയിട്ടുള്ള ഒരു സെൽ എൻവലോപ്പ് അല്ലേ അതുള്ളത്. അത് എന്തുകൊണ്ടാ? അവരുടെ സെൽ എൻവലോപ്പിൽ എന്തൊക്കെയാണ് ഉള്ളത്? യെസ്, അവരുടെ ഗ്ലൈക്കോ കാലിക്സ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ അവർക്ക് സെൽ വോൾ ഉണ്ട്. ബാക്ടീരിയ ചെറുതാണ്, വളരെ ചെറുതാണ്, പക്ഷെ പ്രൊട്ടക്ഷൻ ഒക്കെ അവർ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ഒക്കെയാണ് അവർക്കുള്ളത്, isn't it? യെസ്, ഭയങ്കര പ്രൊട്ടക്റ്റീവ് കവറിങ് ലെയർ ആണുള്ളത്. ഗ്ലൈക്കോ കാലിക്സ്, സെൽ വോൾ ആൻഡ് സെൽ മെംബ്രെയിൻ, ഇത് മൂന്നും ചേർന്നതാണ് അവരുടെ സെൽ എൻവലോപ്പ്. ഗ്ലൈക്കോ കാലിക്സ് തന്നെ ക്യാപ്സ്യൂൾ ആയിട്ട് വിരിക്കാം, അല്ലെങ്കിൽ സ്ലൈമി ലെയർ ആയിട്ടും ഇരിക്കാം, isn't it? അപ്പോൾ കെമിക്കലി കോംപ്ലെക്സ് ആണ്, isn't it, അവരുടെ സെൽ എൻവലോപ്പ്. മോസ്റ്റ് ഓഫ് ദ ബാക്ടീരിയൽ സെൽ എൻവലോപ്പ് കൺസിസ്റ്റ് ഓഫ്. എന്തൊക്കെയാണ് സെൽ എൻവലോപ്പിലുള്ളത്? മാം ഇപ്പം പറഞ്ഞതല്ലേ ഉള്ളൂ, എല്ലാവരും ശ്രദ്ധിച്ചേ. എന്താണ്? ഓൺലി ഗ്ലൈക്കോ കാലിക്സ്, ടൈറ്റ്ലി ബൗണ്ട് 3 ലെയേർഡ് സ്ട്രക്ചർ. അതായത് ഗ്ലൈക്കോ കാലിക്സ്, സെൽ വോൾ, സെൽ മെംബ്രെയിൻ, isn't it? യെസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. പോളിറൈബോസോംസ് ആർ എൻ അഗ്രിഗേഷൻ ഓഫ്. പോളിറൈബോസോംസ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുക പോളിസോംസ് എന്നാണ് പറയുക. ചില യൂകാരിയോട്ടിക് സെൽസിൽ നമുക്കിത് കാണാൻ പറ്റും. ചില സെൽസിന്റെ പ്രത്യേകതയാണ് അല്ലേ. പേജ് നമ്പർ 129 ഫോർത്ത് പാരഗ്രാഫിൽ കാണാൻ പറ്റും. എന്താണ് പോളിസോം അല്ലെങ്കിൽ പോളിറൈബോസോംസ്? സെവറൽ റൈബോസോംസ് ആർ ഹെൽഡ് ടുഗെദർ ബൈ എ സ്ട്രിങ് ഓഫ് mRNA. കുറേ റൈബോസോംസ് ഒരുമിച്ച് ഇങ്ങനെ ഒരു സ്ട്രിങ് പോലെ ഫോം ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറയും പോളിറൈബോസോംസ് എന്ന് പറയും. യെസ്, ഇസ് ദിസ് ക്ലിയർ ടു ഓൾ ഓഫ് യു? ഗ്രേറ്റ്, വെരി ഗുഡ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ മക്കളെ? Are you able to answer? Are you able to follow? നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് വന്നാലേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? Which type of substance would face difficulty to pass through the cell membrane? ഇതിൽ ഏതിനായിരിക്കും സെൽ മെംബ്രെയിനിൽ കൂടി കയറി പോവാൻ വിഷമം? ആർക്കായിരിക്കും? യെസ്, അതായത് സബ്സ്റ്റൻസ് വിത്ത് ഹൈഡ്രോഫോബിക് മോയിറ്റി, സബ്സ്റ്റൻസ് വിത്ത് ഹൈഡ്രോഫിലിക് മോയിറ്റി, ഓൾ സബ്സ്റ്റൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ഹൈഡ്രോഫിലിക് മോയിറ്റി, സബ്സ്റ്റൻസ് സോല്യൂബിൾ ഇൻ ലിപ്പിഡ്സ്. നമുക്കറിയാം സെൽ മെംബ്രെയിന് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണുള്ളത്. കറക്റ്റ്, യെസ്. ഫോസ്ഫേറ്റ് ഹെഡ്, ലിപ്പിഡ് ടെയിൽ. ഫോസ്ഫേറ്റ് ഹെഡിന് നമ്മൾ പറയുക എന്താണ്? പോളാർ ഹെഡ് എന്നാണ് പറയുക. കറക്റ്റ്. ആൻഡ് പോളാർ ഹെഡിന് വാട്ടർ ലവിങ് ആണ്, ഹൈഡ്രോഫിലിക്കും. ടെയിൽ എന്താണ്? ഹൈഡ്രോഫോബിക്കും ആണ്, വാട്ടർ ഹേറ്റിംഗ് ആണ് അല്ലേ. ഇത് ടെയില്, നോൺ പോളാർ ടെയില്. പോളാർ ഹെഡും ടെയില് നോൺ പോളാറുമാണ്, isn't it? നോൺ പോളാർ ടെയിലാണ്, അത് ഹൈഡ്രോഫോബിക്കും. ഹെഡ് ഹൈഡ്രോഫിലിക്കും അല്ലേ. അത് കൂടാതെ മെംബ്രെയിനിൽ എന്തൊക്കെയുണ്ട്? സെൽ മെംബ്രെയിനിൽ അത് കൂടാതെ എന്തൊക്കെയുണ്ട്? നമുക്ക് ഇൻറ്റഗ്രൽ പ്രോട്ടീൻസ് ഉണ്ട്, ഇങ്ങനെ പ്രോട്ടീൻ കാരിയേഴ്സ് ഉണ്ട്, പെരിഫറൽ പ്രോട്ടീൻസ് ഉണ്ട്, അത് കൂടാതെ ഷുഗേഴ്സ് ഉണ്ട് അല്ലേ. ചില ഷുഗേഴ്സ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, അതും അല്ലെങ്കിൽ നമ്മുടെ ലിപ്പിഡ്സ് ഉണ്ടല്ലോ, റൈറ്റ്. ഫോസ്ഫോലിപ്പിഡ് ബൈലെയറുള്ള ലിപ്പിഡ്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. സോ അവർ ചോദിക്കുന്നത് ഏത് സബ്സ്റ്റൻസിനാണ് ഇവിടെ ഡിഫിക്കൽട്ടി? പോളാർ പോസിറ്റീവ്, നോൺ പോളാർ നെഗറ്റീവ്. അപ്പം ഏത് സബ്സ്റ്റൻസിനാണ് ഇതിൽ കൂടി കയറി പോകാൻ ഡിഫിക്കൽട്ടി ഉണ്ടാവുക? സബ്സ്റ്റൻസ് വിത്ത് ഹൈഡ്രോഫിലിക് മോയിറ്റി അല്ലേ. കറക്റ്റ്, ഹൈഡ്രോഫിലിക് മോയിറ്റി. ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ വാട്ടർ ലവിങ് ആയിട്ടുള്ളവർക്കല്ലേ കയറി പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുക? യെസ് ഓർ നോ? ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ കൊണ്ടാണ് അല്ലേ, isn't it? യെസ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെരി ഗുഡ്. അപ്പം ഇതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. പ്രോട്ടീൻസ് ഉണ്ട് നമ്മുടെ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിൽ. ഇതെന്തുണ്ട്? ഫോസ്ഫോലിപ്പിഡ് ഉണ്ട്. പിന്നെ അതല്ലാതെ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഷുഗേഴ്സ് ഉണ്ട്, isn't it? കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഷുഗേഴ്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട് മെംബ്രെയിനിൽ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇസ് കറക്റ്റ്? ഇനി നേരത്തെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ NCERT പേജ് നമ്പർ 131 എടുക്കുക, സെൽ മെംബ്രെയിനെ കുറിച്ച് വായിക്കുക, സെക്കൻഡ് പാരഗ്രാഫ്.
സെക്കൻഡ് പാരഗ്രാഫിൽ തേർഡ് ആൻഡ് ഫോർത്ത് സെന്റൻസ് മക്കൾ വായിച്ചു നോക്കുക. യെസ് വിച്ച് ഡോക്ടേഴ്സ്, സെക്കൻഡ് പാരഗ്രാഫ് തേർഡ് ആൻഡ് ഫോർത്ത് സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കുക, നിങ്ങളുടെ സംശയമൊക്കെ മാറിക്കോളും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് ഇൻകറക്റ്റ്? ഇതിൽ ഏതാണ് റോങ് എന്നാണ് ചോദിക്കുന്നത്, ഏതാണ് തെറ്റ്? യെസ്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആർ സൈറ്റ്സ് ഫോർ ലിപ്പിഡ് സിന്തസിസ്, അത് കറക്റ്റ് ആണ്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഹാസ് റൈബോസോംസ് അറ്റാച്ച് ടു ഇറ്റ്, അതും കറക്റ്റ് ആണ്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇസ് ഡിവൈഡ് ഓഫ് റൈബോസോംസ്, അതും കറക്റ്റ് ആണ്. ഇൻ പ്രോകാരിയോട്സ് ഓൺലി റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇസ് പ്രസന്റ്, ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നല്ലേ ചോദിക്കുന്നത്, ഇതിൽ ഏതാണ് തെറ്റെന്ന് ചോദിക്കുന്നത്. പ്രോകാരിയോട്സിന് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടോ? പ്രോകാരിയോട്സിന് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടോ? മിഥില, ആരൊക്കെ? സബ്ന, സിദ്ധി, അഖില, ഫ്യൂച്ചർ ഡോക്ടർ, എല്ലാവരും കറക്റ്റ് ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്. ശാലിനി, ഗൗരി, എക്സലന്റ്. പ്രോകാരിയോട്സിന് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമേ ഇല്ല, കറക്റ്റ്. പിന്നെ എങ്ങനെയാണ് അവർക്ക് റഫ് ഉണ്ടാവുക, സ്മൂത്ത് ഉണ്ടാവുക? ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനി ഓർഗനൽസ് ആസ് സച്ച്, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഇല്ല. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. Statement 1. Membrane bound organelles of the endomembrane system coordinate cellular functions. Yes. Okay. That's correct ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Mitochondria and chloroplast are not considered a part of endomembrane system. Correct അല്ലേ? മൈറ്റോകോൺട്രിയം ക്ലോറോപ്ലാസ്റ്റ് അല്ലല്ലോ. എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ ആരൊക്കെയുള്ളത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, പിന്നെ നമ്മുടെ ലൈസോസോംസ്, വാക്യൂൾസ്, 4 പേര് ചേരുന്നതാണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം. ഇസിന് 2 സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? അപ്പം ഓപ്ഷൻ സി അല്ലേ വരിക? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and statement 2 are correct, isn't it? Next, the organelles that are included in the endomembrane system are, endomembrane system include ചെയ്തിരിക്കുന്ന organelles ഏതൊക്കെയാണ്? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. യെസ്, നമ്മുടെ മനസ്സ് വായിച്ചതുപോലെ അല്ലേ, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലെക്സ്, ലൈസോസോംസ് ആൻഡ് വാക്യൂൾസ്. ഓപ്ഷൻ ഡി. വെരി ഗുഡ് ആദിത്യ, വെരി ഗുഡ്. ജസ്ന, ആരാണ് കറക്റ്റ് ആൻസർ പറയുന്നത് നോക്കട്ടെ ഫസ്റ്റ് ഈ ക്വസ്റ്റിന്? സുമൈൻ ഡ്രീമർ ഒക്കെയാണ് കറക്റ്റ് പറഞ്ഞത്. ഹാനിയ, ഐസാം, വെരി ഗുഡ്. ഐഷ, എക്സലന്റ്. മാച്ച് ദ ഫോളോയിങ് കോളംസ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. ഇതൊന്ന് മാച്ച് ചെയ്ത എല്ലാവരും. യെസ്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമുക്ക് ലിപ്പിഡ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യും. ഗോൾഗി കോംപ്ലക്സ് പാക്കേജിംഗ്, ഗ്ലൈക്കോസിലേഷന് ഹെൽപ്പ് ചെയ്യും അല്ലേ? കറക്റ്റ്. സെൻട്രിയോൾ, സ്പിൻഡിൽ ഫോർമേഷൻ ഡ്യൂറിങ് സെൽ ഡിവിഷൻ. എക്സലന്റ്. അപ്പം ഓപ്ഷൻ എ അല്ലേ വരിക? 1 2 2 2 3 2 and 4 4. Isn't it? Yes. 1 2 2 1. Isn't it? Yes. Okay, അപ്പോൾ ഓപ്ഷൻ എ ആണ് വരിക. എക്സലന്റ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ലൈസോസോംസ് ആർ formed by the process of packaging in the endoplasmic reticulum. Lysosomes have numerous hydrolytic enzymes. The hydrolytic enzyme of lysosomes are active under acidic pH. ഇതൊക്കെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ലൈസോസോംസ് ആർ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ. ഇതിൽ ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. ലൈസോസോംസ് ആർ ഫോംഡ് ബൈ ദ പ്രോസസ് ഓഫ് പാക്കേജിംഗ് ഇൻ ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണോ? യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണോ പാക്കേജിങ് നടക്കുന്നത്? ഗോൾഗി അപ്പാരറ്റസിലല്ലേ? ഗോൾഗി ബോഡീസ് അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ് അല്ലേ പാക്കേജ് ചെയ്ത് ലൈസോസോമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇസ്ന്റ് ഇറ്റ്? അപ്പം ഓപ്ഷൻ 1 അല്ലേ കറക്റ്റ്. ഇനി അത് അറിയില്ലെങ്കിൽ പേജ് നമ്പർ 134 സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. യെസ്, അവിടെ ലൈസോസോംസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് സെന്റൻസ് തന്നെ പറയുന്നത് അതാണ്. വിച്ച് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോ ലിപ്പിഡ്സ് ഇൻ യൂകാരിയോട്ടിക് സെൽ? ഗ്ലൈക്കോസിലേഷൻ നടത്തുന്നത് എവിടെയാണ്? ഗോൾഗി ബോഡീസ് അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ്. ഇസ്ന്റ് ഇറ്റ്? യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽസ് പ്രസന്റ് ഇൻ ദ ഹയസ്റ്റ് നമ്പർ ഇൻ സെക്രീറ്ററി സെൽസ്? ഹയസ്റ്റ് നമ്പറിലുള്ള സെക്രീറ്ററി സെൽസിൽ, അതായത് ഗ്രോയിങ് സെൽസിൽ ഹയസ്റ്റ് നമ്പറിൽ പ്രസന്റ് ആയിട്ടുള്ള ഓർഗനൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. മൈറ്റോകോൺട്രിയ, ഗോൾഗി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോംസ്. ഈസി ക്വസ്റ്റ്യൻ. അതും ഗോൾഗി കോംപ്ലക്സ് ആണല്ലേ? ഹയസ്റ്റ് നമ്പറിലുള്ളതും ഗോൾഗി കോംപ്ലക്സ് ആണ്. വെരി ഗുഡ്. സെക്രീറ്ററി സെൽ, സെക്രീഷൻ ചെയ്യുന്ന സെൽസ്. മാച്ച് ദ കോളം 1 with column 2. Match column 1 with column 2. Match the following. Very good. Golgi apparatus. Formation of glycoproteins and glycorapid. അപ്പോൾ 1 is 3 ആണ് അല്ലേ? 1 is 3. Lysosomes. ഡൈജസ്റ്റിംഗ് ബയോമോളിക്യൂൾസ്, കാരണം അവർക്ക് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. വാക്യൂൾസ് ട്രാപ്പ് വേസ്റ്റ് ആൻഡ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് 3 is 2 and ribosome synthesizes protein 4 is 1. So 1 is 3, 2 is 4, 3 is 2, 4 is 1. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വെരി ഗുഡ്. Which of the following pair of organelle does not contain DNA? ഇവരിൽ ആർക്കാണ് DNA ഇല്ലാത്തത്? യെസ്,
ഇതിൽ ഏത് ഓർഗനലിലാണ് DNA ഇല്ലാത്തത്? എല്ലാവരും പറഞ്ഞ ഉറക്കം വരുന്നുണ്ടോ? മടുത്തോ മക്കളെല്ലാവരും? ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ഒക്കെ ഇപ്പോൾ സ്ലീപ്പി ഡോക്ടേഴ്സ് ആയോ? യെസ്. ന്യൂക്ലിയർ എൻവലോപ്പ് ആൻഡ് മൈറ്റോകോൺട്രിയ ആൻഡ് ലൈസോസോംസ്, ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് വാക്യൂൾസ്, ലൈസോസോംസ് ആൻഡ് വാക്യൂൾസ്. പറഞ്ഞേ. യെസ്. ഇതിൽ ഏതിന് ആണ് DNA ഇല്ലാത്തത്? മൈറ്റോകോൺട്രിയയ്ക്ക് സ്വന്തമായിട്ട് DNA ഉണ്ട്, ന്യൂക്ലിയസിന് ഒക്കെ സ്വന്തമായിട്ട് DNA ഉണ്ട്, നമുക്കറിയാം. ഇതിൽ ഏതിനാണ് DNA ഇല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റിന് DNA ഉണ്ട്, മൈറ്റോകോൺട്രിയയ്ക്ക് DNA ഉണ്ട്, ലൈസോസോംസിനും വാക്യൂൾസിനും DNA ഇല്ല. ഇസ്ന്റ് ഇറ്റ്? യെസ്. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ ഗോൾഗി കോംപ്ലെക്സ് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ fatty acid breakdown, formation of secretory vesicles, respiration in bacteria. Secretory cellസിലല്ലേ ഏറ്റവും കൂടുതൽ ഗോൾഗി കോംപ്ലെക്സ് ഉള്ളത്. സോ അവർ സെക്രീറ്ററി വെസിക്കിൾസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുക അല്ലേ? കറക്റ്റ്. Which of the following events does not occur in rough endoplasmic reticulum? ഞാൻ പറഞ്ഞില്ലേ എൻഡോമെംബ്രെയിൻ സിസ്റ്റം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, കുറേ ക്വസ്റ്റ്യൻ വരുന്നു. പ്രോട്ടീൻ ഫോൾഡിംഗ്, പ്രോട്ടീൻ ഗ്ലൈക്കോസിലേഷൻ, ക്ലീവേജ് ഓഫ് സിഗ്നൽ പെപ്റ്റൈഡ്, ഫോസ്ഫോലിപ്പിഡ് സിന്തസിസ്. ഇതിലേതാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ അല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. പ്രോട്ടീൻ ഫോൾഡിംഗ്, പ്രോട്ടീൻ ഗ്ലൈക്കോസിലേഷൻ, ക്ലീവേജ് ഓഫ് സിഗ്നൽ പെപ്റ്റൈഡ്, ഇതെല്ലാം എന്തുകൊണ്ടാണ് ഇവർ ചെയ്യുന്നതെന്ന് അറിയാമോ? കാരണം റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ റൈബോസോംസ് ഉണ്ട്. സോ പ്രോട്ടീൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം, ഓക്കെ, പ്രോട്ടീൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം റൈബോസോംസിൽ നിന്നാണല്ലോ പ്രോട്ടീൻസ് ഉണ്ടാവുക അല്ലെ? പ്രോട്ടീൻ സിന്തസിസ് ഉണ്ടാവുന്നത് റൈബോസോംസിന്റെ ഹെൽപ്പോട് കൂടിയാണ്. കറക്റ്റ്. പക്ഷേ ലിപ്പിഡ് ഉണ്ടാക്കുന്നത് ആരാണ്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ് അല്ലേ? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ജോലിയാണ് ലിപ്പിഡ് സിന്തസിസ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരിക. സെൽ ഓർഗനൽ കണ്ടെയ്നിങ് ഹൈഡ്രോലൈറ്റിക് എൻസൈം ഈസ്. ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ഉള്ള സെൽ ഓർഗനൽ ഏതാണ്? പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. ലൈസോസോം, സൂയിസൈഡൽ ബാഗ്സ് ഓഫ് ദ സെൽസ് എന്ന് പറയുന്ന ലൈസോസോംസ്. ഇസ്ന്റ് ഇറ്റ്? യെസ്. ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എവിടെ? ധീര, വീര, നേതാവേ, ധീര, വീര ഒക്കെ എവിടെ? യെസ്, എല്ലാവരും വന്നേ. ധീര, വീര, ഫീനിക്സ് എല്ലാവരും വരട്ടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽ ഈസ് എൻക്ലോസ്ഡ് ബൈ എ സിംഗിൾ മെമ്പറൈൻ? ഇതിൽ സിംഗിൾ മെമ്പറൈൻ സ്ട്രക്ചർ ഏതാണ്? ക്ലോറോപ്ലാസ്റ്റിന് ഡബിൾ മെമ്പറൈൻ ഉണ്ട്, ഡ്യൂക്ലിയസിന് ഡബിൾ മെമ്പറൈൻ ഉണ്ട്, മൈറ്റോകോൺട്രിയയ്ക്ക് ഡബിൾ മെമ്പറൈൻ ഉണ്ട്. അപ്പോൾ ലൈസോസോമിന് സിംഗിൾ മെമ്പറൈൻ ആണ്. ഇസ്ന്റ് ഇറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Select the correct matching in the following pairs. Smooth endoplasmic reticulum, oxidation of phospholipids. Smooth endoplasmic reticulum, synthesis of lipids. Rough endoplasmic reticulum, synthesis of glycogen. Rough endoplasmic reticulum, oxidation of fatty acids. എന്താണ് കറക്റ്റ്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ എന്താ? സ്മൂത്ത് അല്ലേ? അവർ ലിപ്പിഡ്സിനെയാണ് സിന്തസൈസ് ചെയ്യുന്നത്. isn't it? യെസ്. പേജ് നമ്പർ 133 പേജ് നമ്പർ 133 ഫിഫ്ത്ത് പാരഗ്രാഫ് ഒന്ന് നോക്കുക കേട്ടോ. ഫിഫ്ത്ത് പാരഗ്രാഫ് ഒന്ന് നോക്കുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂക്ലിയർ എൻവലോപ്പ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ്. ന്യൂക്ലിയർ എൻവലോപ്പ് ഈസ് NEET 2015 വന്ന ക്വസ്റ്റ്യൻ ആണ്. യെസ്, പറഞ്ഞേ. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മെംബ്രെയിൻ ഓഫ് ഗോൾഗി കോംപ്ലെക്സ്, മൈക്രോട്യൂബ്യൂൾസ്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ന്യൂക്ലിയർ എൻവലോപ്പ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് വാട്ട്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കറക്റ്റ്. അവർ രണ്ടുപേരും തമ്മിലാണ് കണക്ഷൻ. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും ഈ ന്യൂക്ലിയർ എൻവലോപ്പും തമ്മിലാണ് കറക്ഷൻ. ഓക്കെ, യെസ്. അവിടെ നിന്നാണ് ഇവർക്ക് റൈബോസോംസിനെ കിട്ടുന്നത്. സെല്ലുലാർ ഓർഗനൽസ് വിത്ത് മെംബ്രെയിൻസ് ആർ. കാരണം ഓർക്കുക, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇങ്ങനെയാണെങ്കിൽ അതിൽ ചെറിയ ഹോൾസ് ഉണ്ട്, ന്യൂക്ലിയർ പോർ എന്ന് പറയും. അതിൽ കൂടിയാണ് ഈ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവുമായിട്ട് ഇവർക്ക് നടക്കുന്നത് കേട്ടോ. സെല്ലുലാർ ഓർഗനൽസ് വിത്ത് മെംബ്രെയിൻസ് ആർ. ഇതിൽ ഏതാണ് മെംബ്രെയിൻസ് ഉള്ള ഓർഗനൽസ്? ലൈസോസോംസ്, ഗോൾഗി അപ്പാരറ്റസ് ആൻഡ് മൈറ്റോകോൺട്രിയ. കാരണം റൈബോസോമിന് ഇവിടെ മെംബ്രെയിൻ ഇല്ല, ആൻഡ് ഇവിടെയും റൈബോസോം ഉണ്ട്, ഇവിടെ ക്രോമസോം ഉണ്ട്. ഓക്കെ, ഇവർക്കൊന്നും മെംബ്രെയിൻ ഇല്ല. സോ ഓപ്ഷൻ ഡിയിൽ എല്ലാവർക്കും മെംബ്രെയിൻ ഉണ്ട്. isn't it? യെസ്. ഈസി ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. സെൽ ഓർഗനൽസ് വിത്ത് മെംബ്രെയിൻസ്, ഈസി ക്വസ്റ്റ്യൻ. കറക്റ്റ്. നെക്സ്റ്റ്. ദ ഓസ്മോട്ടിക് എക്സ്പാൻഷൻ ഓഫ് എ സെൽ കെപ്റ്റ് ഇൻ വാട്ടർ ഇസ് ചീഫ്ലി റെഗുലേറ്റഡ് ബൈ. സോ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ ട്രാൻസ്പോർട്ട് അക്രോസ് ദ മെംബ്രെയിൻ അല്ലേ? ഡിഫ്യൂഷൻ, ഓസ്മോസിസ് ഒക്കെ ഓർമ്മയുണ്ടോ? ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ട് നമുക്കറിയാം. ഈ അക്രോസ് ദ മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് നോക്കുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ആക്റ്റീവും ഉണ്ട്, പാസീവും ഉണ്ട്. കറക്റ്റ്. ആക്റ്റീവിന് എന്ത് വേണ്ട? എനർജി വേണ്ട. ആക്റ്റീവിന് എനർജി വേണം. കറക്റ്റ്. നീഡ് ATP. ആൻഡ് പാസീവിന് നോ ATP റിക്വയർഡ്. കറക്റ്റ്. പക്ഷെ പാസീവ് രണ്ട് രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഡിഫ്യൂഷൻ ഉണ്ട് ആൻഡ്
ഓസ്മോസിസ് ഉണ്ട്. ഓർക്കുന്നില്ലേ? ഓസ്മോസിസ് ഉണ്ട്. ഡിഫ്യൂഷൻ ഇസ് വാട്ട്? മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ വിത്ത് ഓർ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ദ മെംബ്രെയിൻ. ഇസന്റ് ഇറ്റ്? അത് തന്നെ സിമ്പിൾ ഡിഫ്യൂഷൻ ഉണ്ട്. ജസ്റ്റ് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ. കറക്റ്റ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉണ്ട്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ എന്താ സംഭവിക്കുക? മൂവ്മെന്റ് നടക്കും, ഹയർ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക് നടക്കും. പക്ഷേ അവരെ ക്യാരി ചെയ്യാൻ ആരുണ്ട്? പ്രോട്ടീൻ കാരിയേഴ്സ് ഉണ്ട് അല്ലേ? പ്രോട്ടീൻ, അതായത് നമ്മൾ പഠിച്ചില്ലേ ഇൻറ്റഗ്രൽ പ്രോട്ടീൻസ് അക്രോസ് ദ മെംബ്രെയിൻ. പ്രോട്ടീൻ കാരിയേഴ്സിന്റെ ഹെൽപ്പോട് കൂടി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കും. വെക്ടറി ബാച്ച് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. സന്തോഷ് പാർത്ഥിവൻ, യെസ്. വെട്രി പസങ്ങളും ഇങ്ങനെ ഇരിക്കാ. എല്ലാ വെട്രി പസങ്ങളും ഒക്കെ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എക്സലന്റ്. അപ്പം ഓസ്മോസിസോ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആണ് അല്ലേ? വാട്ടർ മോളിക്യൂൾസ് ആണ് മൂവ് ചെയ്യുന്നത്. എങ്ങനെ അവർ മൂവ് ചെയ്യും? ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. കറക്റ്റ്. അതാണ് പാസീവ് ട്രാൻസ്പോർട്ടിന്റെ 2 ടൈപ്പ്. കറക്റ്റ്. യെസ്. ഇസ് ഇറ്റ്? പ്ലീസ് ടോക്ക് ടു ഹിന്ദി. പ്ലീസ് ടോക്ക് ടു ഹിന്ദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഹിന്ദി എൻ്റെ മുമ്പിൽ വന്നാൽ എനിക്ക് ഹിന്ദിനോട് സംസാരിക്കാൻ പറ്റുള്ളൂ. മോൻ ഉദ്ദേശിച്ചത് പ്ലീസ് ടോക്ക് ഇൻ ഹിന്ദി ആണോ ബേട്ടാ? യെസ്. ഹിന്ദി में बात करना है. क्या बात करना है? काजल स्वैन, आपको मलयालम समझ में नहीं आता? हिंदी में बात करना है. बट ऐसे किया तो बाकी बच्चों को कुछ भी समझ में नहीं आएगा ना. റൈറ്റ്. യെസ്. അപ്പം നമുക്ക് പഠിക്കാം മക്കളെ. യെസ്. സോ നീഡ് ATP മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് നടക്കണമെങ്കിൽ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കണമെങ്കിൽ എന്താ സംഭവിക്കുക? എക്സ്ട്രാ എനർജി വേണം. എന്തുകൊണ്ടാണ്? ഇവിടെ വരെ നമ്മൾ അലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അലോങ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ്, അതായത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹയർ ടു ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് എല്ലാവരും മൂവ് ചെയ്യുക. പക്ഷെ ഇവിടെയോ അഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണല്ലേ? അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പം കുറച്ച് എക്സ്ട്രാ എഫേർട്ടും കൂടെ വേണം അല്ലേ? നീറ്റിലൊക്കെ നമുക്ക് എക്സ്ട്രാ നല്ല അടിപൊളി മാർക്ക്, ടോപ്പ് മാർക്ക് വേണമെങ്കിൽ കറക്റ്റ്. യെസ്. അഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് നമ്മൾ പോകണം. അപ്പോൾ ലോവർ ടു ഹയർ കോൺസെൻട്രേഷൻ നമ്മൾ ഇപ്പോൾ സെല്ലിൻ്റെ മെംബ്രെയിനിലേക്ക് എന്തെങ്കിലും കടത്തി വിടണമെങ്കിൽ അവിടെ എന്ത് വേണം? എനർജിയുടെ ATPയുടെ പ്രോട്ടീൻ കാരിയേഴ്സ് വേണം. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടില്ലേ സോഡിയം പമ്പ്, പൊട്ടാഷ്യം പമ്പൊക്കെ. യെസ്. എനർജി പ്രൊഡ്യൂസ് ചെയ്യണം. ഇസന്റ് ഇറ്റ്? യെസ്. അപ്പോൾ മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോയതാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഈ ഓസ്മോട്ടിക് എക്സ്പാൻഷൻ നടക്കുന്നത് വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുമ്പോഴാണ്. അത് വെച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചെറിയ കാര്യം മുതലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മാം കഴിഞ്ഞ ക്ലാസ്സിൽ അനന്ത് സർ തമിഴ് പറഞ്ഞ് കഴിക്കുന്നു. എങ്ങൾക്കെല്ലാം തമിഴ് ரொம்ப പിടിക്കും. സോ തമിഴ് പസങ്ങളെ എങ്ങൾക്ക് ரொம்ப പിടിക്കും. ഹിന്ദി ബച്ചോं को भी बहुत पसंद करता है. ആൻഡ് ഇനി വേറെ എന്തെങ്കിലും ഭാഷ പറയണമെങ്കിൽ അവരെയും ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് മക്കൾ. യെസ്. എങ്ക തമിഴ് ரொம்ப ഫേമസ്. ഓക്കെ. ദ ഓസ്മോട്ടിക് എക്സ്പാൻഷൻ പറഞ്ഞേടാ. യെസ്. ഇത് ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? വേഗം പറഞ്ഞേ. എല്ലാവരും പറയൂ. Yes, mitochondria, vacuoles, plastids, ribosomes, vacuoles, അല്ലേ? Yes, osmotic expansion of a cell kept in water is chiefly regulated by vacuoles, isn't it? Yes. Okay. Which one of the following organelle in the figure correctly matches with its function? ഇതിൽ ഏതാണ് കാണിച്ചിരിക്കുന്നത്? റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഗോൾഗി അപ്പാരറ്റസ് എന്നാണ് അതിനെ ലേബൽ ചെയ്തിരിക്കുന്നത്. പൊട്ട തെറ്റല്ലേ മക്കളെ ഇത്? യെസ്. ഇത് തെറ്റായിട്ടല്ലേ? യെസ്. ആൻഡ് ന്യൂക്ലിയർ പോർ. ഇവർ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതാണ് കറക്റ്റ്ലി മാച്ചസ് വിത്ത് ഇറ്റ്സ് ഫംഗ്ഷൻ എന്നാണ്. അപ്പം ഗോൾഗി അപ്പാരറ്റസ് ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോലിപ്പിഡ്സ്, ഗോൾഗി അപ്പാരറ്റസ് പ്രോട്ടീൻ സിന്തസിസ്, റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം പ്രോട്ടീൻ സിന്തസിസ്, റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഒന്നുമില്ല. Rough endoplasmic reticulum protein synthesis, isn't it? Because they have ribosomes on their surface. Correct. Golgi complex plays a major role in digesting proteins and carbohydrates. എന്താണ് ഗോൾഗി കോംപ്ലക്സിന്റെ മെയിൻ ഫംഗ്ഷൻ? പാക്കേജിങ് യൂണിറ്റ് ആണ് അല്ലേ? പാക്കേജിങ് യൂണിറ്റ് ആണ്. ഇൻ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോസിഡേഷൻ ഓഫ് ലിപ്പിഡ്സ്. അതായത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം പുറത്തേക്ക് വിടുന്ന പ്രോട്ടീൻസിനെയും ലിപ്പിഡ്സിനെയൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഗ്ലൈക്കോ ലിപ്പിഡ്സും ഗ്ലൈക്കോ പ്രോട്ടീൻസുമായി കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് വിടുന്ന ആളാരാണ്? നമ്മുടെ ഗോൾഗി കോംപ്ലക്സ്. ഇങ്ങനെ ഓർത്തിട്ടാൽ മതി. സിസും ട്രാൻസും ഫേസ് ഉണ്ട് അല്ലേ? സിസ് ഫ്രെയിംസ്, അതായത് ഒരു ബ്യൂട്ടി പാർലർ പോലെയാണ് നമ്മുടെ ഗോൾഗി കോംപ്ലക്സ്. ബ്യൂട്ടി പാർലറിൽ എന്തുണ്ട്? ബാത്ത് ടബുകളുണ്ട്. ഗോൾഗി കോംപ്ലക്സിന്റെ സ്ട്രക്ചർ കണ്ടിട്ടുണ്ടോ? സിസും ട്രാൻസ്ഫേസും ഉണ്ട്.
സിസ്സിൽ കൂടെ കയറി പോകുന്ന ആളല്ല പുറത്തേക്ക് ട്രാൻസ്ഫേസിൽ കൂടെ വരുന്നത്. സിസ്സിൽ കൂടെ കയറി പോകുന്ന ആളല്ല ട്രാൻസ്ഫേസിൽ കൂടെ തിരിച്ചു വരുന്നത്. ഓക്കെ, വെറും പ്രോട്ടീനും വെറും ലിപ്പിഡുമായിട്ട് നമ്മുടെ ബ്യൂട്ടി പാർലറിലേക്ക് കയറി പോയ നമ്മുടെ പ്രോട്ടീനും ലിപ്പിഡും മൊത്തം മേക്കപ്പ് ഒക്കെ ചെയ്ത് ഫുൾ ലുക്ക് തന്നെ മാറ്റി അല്ലേ, മേക്ക് ഓവറുമായിട്ട് വേറെ സംഭവമായിട്ട് വേറെ ലെവലായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? അവിടെ ഗ്ലൈക്കോസിലേഷനും എന്ത് നടക്കും? യെസ്, ഇതൊക്കെ ഞാൻ സെൽ യൂണിറ്റ് ഓഫ് പഠിപ്പിച്ചവർക്കറിയാം. ഞാനിത് ഈ കഥയൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, അപ്പം നിങ്ങളതൊന്നും മറക്കില്ല. ഓക്കെ, ഗ്ലൈക്കോ പ്രോട്ടീൻസും ഗ്ലൈക്കോ ലിക്വിഡ്സും ഒക്കെ ഫോം ചെയ്തിട്ടാണ് ഇവർ പുറത്തേക്ക് വരുന്നത്. ഇസ്ന്റ് ഇറ്റ് കറക്റ്റ്? ഓക്കെ, കോൺവെക്സ് സിസ്, അതെ, ഇനി അത് മാറിപ്പോയെന്ന് ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. സിസ്സും ട്രാൻസും ഫേസ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഒരു വശത്ത് കയറി പോകുന്നവർ അല്ല മറ്റേ വശത്ത് കൂടെ തിരിച്ചു വരുന്നത്. കറക്റ്റ്? യെസ്, ഫുൾ മാറ്റം, ഫുൾ വ്യത്യാസം. ഓക്കെ, അപ്പം എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ? പോസ്റ്റ് ട്രാൻസ്ലേഷൻ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ നിന്ന് വരുന്ന പ്രോട്ടീൻസിനെയും ചുമ്മാ ഒരു ഇതില്ലാണ്ട് വരുന്ന ലിപ്പിഡ്സിനെയൊക്കെ എടുത്ത് മൊത്തം മോഡിഫൈ ചെയ്ത് ഗ്ലൈക്കോ പ്രോട്ടീൻസും ഗ്ലൈക്കോ ലിപ്പിഡ്സും ഒക്കെ ആയി ഗ്ലൈക്കോസിലേഷൻ ഒക്കെ നടത്തി വിടുന്നത് ആരാണ്? നമ്മുടെ ഗോൾഗി കോംപ്ലെക്സ്. അതായത് ഇങ്ങനെ ഓർത്താൽ മതി, ഈ ബ്യൂട്ടി പാർലർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പാ ആണ്. സ്പാ ഫുൾ ഇങ്ങനെ സ്പായിൽ ഇങ്ങനെ കിടന്നൊക്കെയാണ് ഫുൾ മേക്ക് ഓവർ നടത്തുന്നത്. സോ ബാത്ത് ടബുകൾ പോലെ അടുക്കി ബാത്ത് ടബുകൾ വെച്ചിരിക്കുകയാണ് കേട്ടോ. യെസ്, ഒരു സ്ഥലത്ത് പ്രോട്ടീൻ ആണെങ്കിൽ ഒരു സ്ഥലത്ത് ലിപ്പിഡ്, അങ്ങനെയാണ് ഫുൾ മാറ്റങ്ങളോടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് സെറ്റ്. അപ്പം ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായില്ലേ? ഇനി അതും അറിയില്ലെങ്കിൽ പേജ് നമ്പർ 134 നോക്കുക, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പേജ് നമ്പർ 134 സെക്കൻഡ് പാരഗ്രാഫ്. ഓക്കെ, ഇതൊക്കെ NCERT-യിലുള്ളതാണ്. ഓക്കെ, മേജർ സൈറ്റ് ഫോർ സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ്. ലിപ്പിഡ് എവിടെയാണ് ഉണ്ടാവുന്നത്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ വാസ് ഗിവൺ ബൈ സിഞ്ചർ ആൻഡ് നിക്കോൾസൺ, isn't it? സിഞ്ചർ ആൻഡ് നിക്കോൾസൺ ആണ് നമുക്ക് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ സജസ്റ്റ് ചെയ്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് കറക്റ്റ് അബൌട്ട് സെൽ വാൾ ഓഫ് പ്ലാന്റ് സെൽ? പ്ലാന്റ് സെല്ലിന്റെ സെൽ വാളിന്റെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? പ്ലേസ് എ റോൾ ഇൻ പ്രൊട്ടക്ഷൻ, ഹെൽപ്സ് ഇൻ സെൽ ടു സെൽ ഇന്ററാക്ഷൻ. കറക്റ്റ് അല്ലേ? രണ്ട് സെല്ലിന്റെ അടുത്തടുത്തല്ലേ പ്ലാസ്മോഡെസ്മെറ്റൽ കണക്ഷൻ ഒക്കെ ഇവർക്കുള്ളത്. യെസ്, പ്രൊവൈഡ്സ് ബാരിയർ ടു അൺഡിസൈറബിൾ ബാക്രോ മോളിക്യൂൾസ് ആൻഡ് ഓൾ ഓഫ് ദി അബവ്. യെസ്, ഹാഫ് സെഞ്ചുറി അടിക്കാൻ പോവാണ് മക്കളെ. നമ്മൾ 50ാമത്തെ ക്വസ്റ്റ്യൻ, ഹാഫ് സെഞ്ചുറി. അതോടെ നമ്മുടെ സെഷൻ കഴിഞ്ഞു. വിച്ച് വൺ ഈസ് എ സിംഗിൾ മെംബ്രെയിൻ സെൽ ഓർഗനൽ? ഇതിലേതാണ് സിംഗിൾ മെംബ്രെയിൻ മാത്രമുള്ള സെൽ ഓർഗനൽ? സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പും ആൻസർ ചെയ്തിട്ടുണ്ട്. എൻഡോപ്ലാസ്മിക് ഡബിൾ മെംബ്രെയിൻ, മൈറ്റോകോൺഡ്രിയ ഡബിൾ മെംബ്രെയിൻ, ക്ലോറോപ്ലാസ്റ്റ് ഡബിൾ മെംബ്രെയിൻ, ലൈസോസോം സിംഗിൾ മെംബ്രെയിൻ. യെസ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, അപ്പം നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഐ തിങ്ക് 1 ക്വസ്റ്റ്യൻ വിട്ടുപോയി. അപ്പോൾ 51ാമത്തെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽസ് റെസ്പോൺസിബിൾ ഫോർ എക്സ്ട്രാക്ടിങ് എനർജി ഫ്രം കാർബോഹൈഡ്രേറ്റ്സ് ടു ഫോം ATP? പവർ ഹൗസ് ഓഫ് ദ സെൽ. എനർജി ഉണ്ടാക്കുന്നത് ഏത് ഓർഗനലിലാടാ പറഞ്ഞേ? യെസ്, മൈറ്റോകോൺഡ്രിയ അല്ലേ? പവർ ഹൗസ് ഓഫ് ദ സെൽ മൈറ്റോകോൺഡ്രിയ. യെസ്, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ആൻഡ് എൻ്റെ മക്കൾക്ക് ഈ ചാപ്റ്ററിൻ്റെ ഒരു അടിപൊളി റിവിഷൻ ആയോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്? എല്ലാവരും പറഞ്ഞേ, ഒരു റിവിഷൻ, ഈസിയായ റിവിഷൻ, അടിപൊളി റിവിഷൻ നടന്നു എന്ന് തോന്നുന്നുണ്ടോ? യെസ്. ആൻഡ് കോൺസെപ്റ്റ്സ് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടേ ഉള്ളൂ. ബട്ട് നമ്മളൊരു ക്വിക്ക് റിവിഷൻ ചെയ്തു. അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി നമുക്ക് കുറേ വൺ ഷോട്ട്സ് വരുന്നുണ്ട്. ഓക്കെ, GIBക്ക് നല്ല പോലെ പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക, എല്ലാ ടോപ്പിക്സും റിവൈസ് ചെയ്യുക. ഇപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത് മുഴുവൻ PYQs ആണ്. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ലാസ്റ്റ് 10 years PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നീറ്റിലും GIBയിലും ഒക്കെ നമുക്ക് ഏത് ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുന്നു മനസ്സിലായില്ലേ? അപ്പോൾ ഏത് സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്നൊരു ഐഡിയ കിട്ടിയില്ലേ? യെസ്. അപ്പോൾ വെറുതെ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, യെസ്. ഇനി നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് നല്ലപോലെ ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ പഠിത്തവും റിവിഷനൊക്കെ കഴിഞ്ഞു. സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്ക് അത് ചെയ്യാം, അല്ലാത്തവർ കിടന്ന് ഉറങ്ങുക. ഓക്കെ, താങ്ക് യു സോ മച്ച് മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. ഇത്രയും നേരം വരെ ഉറക്കമൊഴിച്ച് എൻ്റെ മക്കളെല്ലാവരും നിന്നതിന് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ടു ഓൾ ഓഫ് യു, ബിക്കോസ് യു ആർ നോട്ട് ഡൂയിങ് എ സ്മോൾ തിങ്. Children, you know why you are different, because you're not ready to give up on your dream. നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ ഗോൾ, അതിന് നിങ്ങൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യില്ല. അത്രയ്ക്ക് ഡിറ്റർമൈൻഡ് ആയതുകൊണ്ടാണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് സീരീസൊക്കെ കണ്ട് ഗെയിംസൊക്കെ കളിച്ച് അടിപൊളിയായിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മക്കൾ ഇവിടെ ഇരുന്ന് യൂട്യൂബിൽ ഈ ക്ലാസ്സും കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എ ഹ്യൂജ് ഹഗ് ഗോസ് ഔട്ട് ടു ഓൾ ഓഫ് യു ഫ്രം ശ്രുതി മാം കേട്ടോ. ബിഗ് ഹഗ് എല്ലാ മക്കൾക്കും, ഒരു വലിയ ഹഗ്ഗും. നിങ്ങളുടെ ഈ സാക്രിഫൈസും നിങ്ങളുടെ ഈ ഹാർഡ് വർക്കും
ഒരിക്കലും വേസ്റ്റ് ആയി പോകില്ലടാ. ഐ എം ടച്ചിങ് മൈ ഹാർട്ട് ആൻഡ് സേ യുവർ ഹാർഡ് വർക്ക് ഈസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് വേസ്റ്റഡ്. ഓക്കെ, അതിൻ്റെ ഒക്കെ റിസൾട്ട് നമുക്ക് സൂൺ ഉണ്ടാവും. ബിക്കോസ് യു ആർ ഓൾ മൈ ഫേവറേറ്റ് ചിൽഡ്രൻ. അടിപൊളിയായിട്ട് പഠിക്കട്ടോ. ഓക്കെ, അപ്പോൾ ബൈ.